യാസീൻ പാർട്ട് 3 അംഗീകരിക്കാൻ ഞങ്ങളെ കൊണ്ടാവില്ല എന്നാണ് എല്ലാ കാലത്തെയും ജനങ്ങൾ പറയാറ്. അത് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് നമ്മൾ കൂടുതൽ പഠിക്കേണ്ടത് എന്താ? അമ്പിയാക്കന്മാർ മനുഷ്യരായിരുന്നു, മനുഷ്യരായാലേ പറ്റൂ, സാധ്യമാവൂ എന്ന് പഠിക്കാൻ വേണ്ടത്. എന്തുകൊണ്ട്? ഖുർആൻ അത് പറഞ്ഞു. 2-3 ചോയ്സാണുള്ളത്. ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് വന്നിട്ട് മനുഷ്യന്മാരോട് സംസാരിക്കുക എന്നുള്ളതാണ്. അള്ളാഹ്ക്ക് സാധിക്കാത്ത കാര്യമൊന്നുമല്ല ഇപ്പത്. അള്ളാഹ്ക്ക് സാധിക്കും. പക്ഷേ ഒരനുഭവമുണ്ട് മൂസാ നബി അലൈഹി ഇസ്ലാമിന്. ആ പർവ്വതത്തിന്റെ മുകളിൽ പ്രകാശം ഒന്ന് ശക്തിപ്പെട്ടപ്പോഴേക്ക് പർവ്വതം പിടിച്ചുലയുകയും മൂസാ നബി അലൈഹി ഇസ്ലാം ബോധക്ഷമായി വീഴുകയും ചെയ്തു എന്നാണ്. ഇതാണ് അള്ളാഹു മനുഷ്യരോട് അടുക്കാൻ മെനക്കെട്ടാൽ അള്ളാഹിന്റെ യഥാർത്ഥ ശക്തിയിൽ ബന്ധപ്പെട്ടാലുണ്ടാകുന്ന അവസ്ഥ. നമ്മളും അള്ളാഹു സുബ്ഹാനഹു വ തആലയും തമ്മിലുള്ള എന്തിനധികം നമ്മൾ പഠിക്കാത്ത ഒരു വിഷയത്തെപ്പറ്റി ഒരു അല്പം പ്രായമുള്ള പരിചയമുള്ള ഒരാള് കുറച്ച് കാര്യമായി ഗഹനമായ ഒരു ക്ലാസ് എടുത്താൽ അത് ഉൾക്കൊള്ളാൻ കഴിയാതെ നമ്മളിങ്ങനെ ഇരിക്കും. പറയുന്ന ആളെ നമ്മൾ കാണുന്നുണ്ട്, അയാളെ മലയാളം നമുക്ക് മനസ്സിലാകുന്നുണ്ട്, അക്ഷരങ്ങൾ ശരിയായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷേ അയാൾ പറയുന്നത് നമുക്ക് ദഹിക്കുന്നില്ല. ഇതാ നമ്മുടെ അവസ്ഥ. എന്നിട്ട് രാജാതിരാജനായ റബ്ബ് നമ്മളോട് സംസാരിച്ചാൽ മനസ്സിലാകുന്നത് കഴിയില്ല. പിന്നുള്ളത് എന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ രൂപത്തിൽ വരണം, അല്ലേ? മനുഷ്യന്മാർ ഒരിക്കലും സംഭവിക്കില്ല. ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു നിൽക്കുക, ഇന്നെ മനസ്സിലായോ, ഞാൻ അള്ളയാണ് എന്ന് പറഞ്ഞാൽ പിന്നെ അതെങ്ങനെ നമ്മൾ കൈകാര്യം നമുക്കറിയാലോ. ഒന്നുകിൽ പരിചയമുള്ള ഒരാളുടെ രൂപത്തിൽ വരണം, അപ്പൊ നമ്മൾ പറയും പോടാ നീ ഇന്നവനല്ലേ എന്ന് പറയും. പരിചയം ഇല്ലാത്ത ഒരാൾ വരണമെന്നാൽ വട്ടാണ് കേസ് എന്ന് നമ്മൾ പറയും, പരിചയമില്ലാത്ത ഒരാളെങ്കിൽ. അത് നടക്കില്ല. ഇനി മലക്കാണ്. മലക്ക് പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ്, നമുക്ക് കാണാൻ കഴിയില്ല. മലക്കിന്റെ രൂപത്തിൽ കൂടെ വന്നാൽ മനസ്സിലാവില്ല. മലക്ക് മനുഷ്യന്റെ രൂപത്തിൽ വന്നാൽ മറ്റേ സംശയം ബാക്കിയായി. ഒരു മലക്ക് വന്നിട്ട് പറയാം, പിന്നെ നമ്മളെ പേര് വിളിച്ചിട്ട് ഞാൻ ഇന്ന മലക്കാണ്, പിന്നെ അത് മനസ്സിലായി, മലക്ക് എന്നെ ഉറപ്പിക്കും, അല്ലേ? അത് പറ്റില്ല. പിന്നെ ജീവികളാണുള്ളത്, അവർക്കും വരാൻ പറ്റില്ല. ഇനി എന്ത് ചാൻസ് ഉള്ളൂ? മനുഷ്യന്മാരുടെ കൂട്ടത്തില് ഒരാളെ തെരഞ്ഞെടുക്കുക. അയാൾ ആരായിരിക്കണം? അയാൾ അതിമാനസികമായി അത്ര പവറുള്ളൊരു മനുഷ്യനായിരിക്കണം, ഇല്ലെങ്കിൽ ബേജാറായി പോകും. ഹിറാ ഗുഹ കണ്ടവർക്കറിയാം അവിടെ കയറിയിരുന്ന മനുഷ്യന്റെ മനസ്സെന്താവും. ആ ചെങ്കുത്തായ മലന്റെ മുകളിൽ, ആ കുന്നിന്റെ മുകളിൽ, അത് ഇപ്പോൾ പോലും ഇത്രയധികം ആളുകൾ കടന്നു പോയിട്ടും നേരെ കയറി പോവാൻ വഴിയില്ലാത്ത ആ ചെങ്കുത്തായ കുന്നിന്റെ മുകളില് അവിടെ കിടന്ന് വിളിച്ചാർത്താൽ പോലും ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കാൻ ഉണ്ടാവില്ല. അത്ര ഒറ്റപ്പെട്ട വിജനതയിൽ ആ കാലഘട്ടത്തിൽ ഇപ്പോഴും അതെ, ആ വിജനതയിൽ രാവും പകലും ഒരു മനുഷ്യൻ തനിച്ചവിടെ ഇരുന്നു ബേജാറാവാതെ എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന്റെ മനസ്സ് നമ്മളൊക്കെ സങ്കല്പിക്കുന്നതിനേക്കാളും എത്രയോ ശക്തമാണ്. അതാണ്. അറ്റത് കഴിയില്ലെന്ന് നേരം എടുത്ത് കിട്ടിയപ്പോൾ ഓടിയെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ബോധം കെട്ടു പോവാൻ മനുഷ്യൻ. അത്ര വിജനമാണ്, അത്ര പ്രയാസകരമാണ്. ആ കണ്ടവർക്കറിയാം ആ സ്ഥലത്ത് പോയിരിക്കുന്നത്. ഒറ്റക്ക് പോയിരിക്കേ. വെറുതെ ഇരുന്നാൽ എന്തൊക്കെ ഉണ്ട് ഇങ്ങനെ താനെ തോന്നും. ഉറക്കം കഴിഞ്ഞാലുള്ള ബേജാററിയാലോ. വെറുതെ തോന്നും ഓരോന്നിങ്ങനെ. അതിലും കൂടെ ആരെ വിളിച്ചോ തോന്നിയോ, ഇതാ നമ്മുടെ മനസ്സ്, അല്ലേ? എന്നിട്ട് നമ്മൾ കാണുന്നു ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് കെട്ടിപ്പിടിച്ച് ഇഖ്റ ബിസ്മി പറഞ്ഞപ്പോ പിന്നൊരു തരം പേടി ഇങ്ങനെ കയറി വരും. എത്ര മനസ്സുള്ള മനുഷ്യന്. എന്നിട്ട് ഓടാണ് ഭാര്യന്റെ അരികിലേക്ക്. ആരാ ഇത്? സാധാരണ പേടിക്കുന്നൊരു മനുഷ്യനല്ല, ഇത്ര മനക്കരുത്തുള്ളൊരു മനുഷ്യനായിട്ട് പോലും. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സും കരുത്തും പ്രവാചകത്വം ലഭിച്ചപ്പോൾ അവസ്ഥയുമെങ്കിൽ നമ്മളെയൊക്കെ ഒന്ന് ഒരു മലക്കൊന്ന് തൊട്ടു നോക്കണ്ടേ? ഇഖ്റ ബിസ്മി പോയിട്ട് ഇഖ്റയേക്കാൾ ഉണ്ടാവില്ല. അപ്പൊ പിന്നെ അതും നടക്കില്ല. അത് എന്തിനത് പറഞ്ഞു വെച്ചാൽ, എന്താ നിങ്ങൾ ഈ പറയുന്നത്? അള്ള മെസ്സേജ് നൽകുക ഒരു മനുഷ്യന്, എന്നിട്ട് അയാൾ ഇങ്ങനെ നൽകുക. അതെ, ഇനി അതിന്റെ ആവശ്യകത പഠിക്കണം നമ്മൾ. ഞാനത് ചർച്ച നീട്ടില്ല, അതിന്റെ ആവശ്യകത പഠിക്കണം നമ്മൾ. എന്താണ് അതിന്റെ ആവശ്യകത? എന്തിനാണ് അള്ളാഹു ഇങ്ങനെ ഒരു മെസ്സേജ് നൽകിയത് മനുഷ്യന്? തന്നില്ലെങ്കിൽ എന്താ? ഇത് ആർക്കൊക്കെയോ പ്രസംഗിക്കാനുള്ളൊരു വിഷയമല്ല. നമ്മൾ പഠിച്ചു വെച്ച് മറ്റുള്ളവന്റെ മുന്നിൽ പറഞ്ഞു കൊടുക്കാൻ അള്ള ഏൽപ്പിച്ച ബാധ്യത ഇത്. എന്തായിരുന്നു നബി വന്നേ പറ്റൂ. കാരണം ഒരുപാട് വഴിക്ക് പറയാൻ പറ്റും. ഒരു കാരണം നിങ്ങൾക്കൊക്കെ മനസ്സിലാവുന്ന പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു കാരണമുണ്ട്. എന്താണ്? ഇല്ലെങ്കിൽ ഈ മനുഷ്യനെ ഈ ദുനിയാവ് കൂട്ടിച്ചോറാക്കും. അതന്നെ ഈ പ്രപഞ്ചത്തെ കേടുവരുത്തുന്ന ഒരൊറ്റ സാധനമുള്ളൂ, മനുഷ്യൻ മാത്രം. ആലോചിച്ചോങ്ങള്. ഈ പിന്നെ ഭൂമിയിലെ അന്തരീക്ഷത്തിലെ വായുവിനെ ആവട്ടെ, വെള്ളമാവട്ടെ, മറ്റ് സസ്യങ്ങളെ, കാടിനെ, ജന്തുക്കളെ എന്തിനേയും കേടുവരുത്തുന്നത് ആരാ? മനുഷ്യൻ മാത്രമോ? ഏതെങ്കിലും ജീവികൾ പരിസര മലിനീകരണം ഉണ്ടാക്കലുണ്ടോ? ഓല് നമ്മളെക്കാൾ എണ്ണം കൂടിയവരുണ്ട്, പിന്നെ വലിയ സെറ ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ അവരൊക്കെ ഇതിന്റെ ബാലൻസ് കൊണ്ടുപോകാനല്ലാതെ കേടുവരുത്തലില്ല. ഇത് ഈ മനുഷ്യൻ ഈ കണ്ട മഹാന്മാരൊക്കെ ഇവിടെ ഒന്ന് ഉപദേശിക്കുകയും ഈ അമ്പിയാക്കന്മാർ പ്രബോധന പ്രവർത്തനം നടത്തുകയും ചെയ്തിട്ട് ഈ മനുഷ്യന്റെ അവസ്ഥ അതാണ്. ഇങ്ങനത്തെ ഒരു പാഠം നൽകപ്പെടാതെ മനുഷ്യനെ മൃഗത്തിന് മാതിരി വിട്ടുനോക്കണ്ടേ? കടിച്ച് കീറും ഈ മനുഷ്യൻ. മനുഷ്യന്മാരെ വെറുതെ. നമ്മളെ നാട്ടിൽ കണ്ണൂരൊക്കെ കുറെ ആൾക്കാർ മരിച്ചു.
ആ മരിച്ചവനോട് ചോദിച്ചു എന്തിനാ മരിച്ചത്, കൊല്ലിനോട് ചോദിച്ചു എന്തിനാ കൊന്ന്, സ്കോർ ശരിയാക്കാം. മനുഷ്യന്മാരെ കൊന്നിട്ടാ സ്കോർ ശരിയാക്കല്? ആലോചിച്ചോ നിങ്ങള്. നമ്മൾ കാട്ടുകഥ കേൾക്കില്ല. നമ്മുടെ നാട്ടിലെ അവസ്ഥ ബുദ്ധിയും വികാരവും വിദ്യാഭ്യാസം കൊണ്ടുള്ള നാടാന്നാ പറയുന്നത്. ആ നാട്ടിൽ കൊന്നവനറിയാൻ ഞാൻ കൊല്ലണ ഇന്ന ആവശ്യത്തിനാണ്, കൊല്ലപ്പെടുന്നവനറിയാൻ ഞാൻ എന്റെ കാര്യത്തിനാണ് കൊല്ലപ്പെടുന്നത്, ആർക്കും അറിയില്ല. നിരപരാധികളാ പലപ്പോഴും കൊല്ലപ്പെടുന്നത്. എന്നിട്ട് സ്കോർ പറഞ്ഞ് ചെറുക്കുകയും കളിക്കുകയും ചെയ്യുക. അതിന്റെ പേരിൽ മുദ്രാവാക്യം വിളിച്ച് കൊടി കറപ്പിക്കുകയോ ചോപ്പിക്കുകയോ ചെയ്യുന്നു. മനുഷ്യന്റെ കാടത്തിന്റെ കോലം കണ്ടില്ലെങ്കിൽ ഇനി ബാക്കി പറയണോ ബാക്കി. അപ്പോ ഈ മനുഷ്യൻ എങ്ങനെ വിട്ടാൻ പറ്റില്ല, വേറെ ഒരു ജന്തുവില്ല എങ്ങനെ ഇറങ്ങാറാണ്. അപ്പൊ ബാക്കി ജീവികൾക്കല്ല ഒരു നബിനെ പറഞ്ഞ് പഠിപ്പിച്ചില്ലെങ്കിലും അവയുടെ റൂട്ടിലല്ലാതെ അപ്പുറത്തേക്ക് പോവില്ല. മനുഷ്യനാണ് ഈ താളം തെറ്റി കളി കളിക്കുക. അതുകൊണ്ട് ശക്തമായവനെ പഠിപ്പിച്ച് നിയന്ത്രിച്ച് നിർത്തണം. അതിനാണ് ഈ മെസ്സേജ് വന്നത്. അപ്പൊ അത് നബിമാർ പഠിപ്പിച്ചതിന്റെ അലയൊലിയാ ഈ ഗുരുനാനാക്കും ഗാന്ധിജിയും ഒക്കെ ഏറ്റു പറഞ്ഞത്. അതിൽ കവിഞ്ഞ് ഇവർക്കാർക്കും ഒന്നും പറയാനും കഴിഞ്ഞിട്ടില്ല. ഓലാരും പറഞ്ഞിട്ട് ആരും കേട്ടിട്ടുമില്ല. അതാണ് ഗാന്ധിയനാണെന്നൊക്കെ ആളുകളെ പറ്റി പറയാറുണ്ട്. അത് കുപ്പായത്തിൽ മാത്രമാണ്, പലപ്പോഴും വസ്ത്രത്തിൽ മാത്രമാണല്ലോ. ആ ഗാന്ധിയൻ വലത്തേക്ക് അവിടെ തെടിച്ചാൽ ഇടത്തേക്ക് അവിടെ കാട്ടിക്കൊടുക്കുന്ന ഒരു മനുഷ്യനെതിരെ കണ്ടിട്ടില്ല. കിട്ടിയെങ്കിൽ ഉപകാരം, പക്ഷെ കിട്ടാറില്ലല്ലോ. നിങ്ങൾ ശരിക്കും ഗാന്ധിയനാ, ഞാൻ ടെസ്റ്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞു നോക്കും നിങ്ങൾ, അപ്പോഴറിയാം ഗാന്ധിസ് എന്താന്നുള്ളത്. നേരെ മറിച്ച് കൊടും തണുപ്പത്ത് തനി വെള്ളപ്പൊക്കമുള്ള സമയത്ത് പോലും വീട്ടിൽ നിന്ന് റാന്തലും ചുറ്റിപ്പിടിച്ച് നീന്തി വന്ന് പള്ളി മിനാരത്തിന്റെ മുകളിൽ സുബൈക്ക് കയറിയിട്ട് അഷ്ഹദു മുഹമ്മദ് റസൂലുള്ളാഹി എന്നൊരു മനുഷ്യൻ വിളിച്ചു പറയും. അയാൾ ഇയാളെ കണ്ടിട്ട് പോലുമില്ല. ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ടില്ല. അയാള് കേട്ടറിഞ്ഞ് പഠിച്ചിട്ടുള്ളൂ. പക്ഷെ ആ ബോധം ആ മനുഷ്യൻ ആ ഉറക്കപ്പായ എഴുന്നേൽപ്പിച്ചിട്ട് ഈ വെള്ളവും മഞ്ഞും താണ്ടി വന്നിട്ട് ഇയാള് ആ മിനാരത്തിന്റെ മുകളിൽ കയറിയിട്ട് ബാങ്ക് കൊടുക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നുണ്ട്. എന്താണ് ആ പ്രേരണ അറിയങ്ങള്? അതൊരു ഗാന്ധിയനെയും പ്രേരിപ്പിച്ചിട്ടില്ല, ഒരാളെയും പ്രേരിപ്പിച്ചിട്ടില്ല ഒരു കാലത്തും ഇത്തരത്തിലൊരു സ്വാധീനം. അപ്പോ അമ്പിയാക്കന്മാരുണ്ടാക്കിയ സ്വാധീനമേ മനുഷ്യ മനസ്സുകളിൽ അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള പാഠങ്ങളുമാണ്. ആ നിലക്ക് നമ്മളിത് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു കൊടുക്കുകയും. അപ്പോ എന്ത് പഠിച്ചു? എല്ലാ കാലത്തും അമ്പിയാക്കന്മാരെ എതിർക്കാൻ ആളുകൾ പറഞ്ഞ ന്യായം മനുഷ്യന്മാരാണെന്ന. മനുഷ്യന്മാരെ പറ്റൂ. അച്ഛന്മാർക്ക് നന്നായി ജീവിക്കുക, കാരണം ഓൾക്ക് പെണ്ണും കുട്ടിയൊന്നുമില്ല, നമ്മളെ കാര്യം ഇപ്പൊ അതുപോലെയാണോ എന്ന് പറയാറുണ്ട് മറ്റു സമുദായത്തിലെ ആൾക്കാർ. അല്ലേ? എന്റെ ഉള്ളത് മനുഷ്യനാ, പക്ഷെ കല്യാണം കഴിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോഴേക്ക് എന്താ എന്നറിയോ? അച്ഛൻ അങ്ങനൊക്കെ പറയാം, ഞങ്ങളിതിന് കാക്കണ്ട, കാരണം ഞങ്ങൾ നമ്മൾ വളരെ ദൂരമുണ്ടെന്നാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നിയോഗിക്കുന്നത്, നബിമാരെ അള്ളാഹു നിയോഗിക്കുന്നത് മനുഷ്യരായിട്ടില്ലെങ്കിൽ ആളുകൾ എന്താന്ന് പറയാ? നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ജീവിക്കാം, നിങ്ങൾ മനുഷ്യരല്ലല്ലോ, ഞങ്ങളെ ഗതി അതല്ലല്ലോ എന്ന് പറഞ്ഞ ആൾക്കാർ ആ വഴിക്കേ തിരിയില്ല. അള്ളാഹു അയച്ച നബിമാര് മനുഷ്യന്മാരല്ലെങ്കിൽ ആളുകൾ എന്താ പറയാ? ഓ അത് നബിമാർ എന്തിന്? നമ്മളെ സമൂഹത്തിലെ ആൾക്കാർ കൂലിപ്പണിക്ക് പോണ മനുഷ്യന്മാര് പറയാറില്ലേ? അത് മാഷ പണിക്കും ഓഫീസ് പണിക്കും ഒക്കെ ഉള്ളവർക്ക് നേരത്തെ നിൽക്കരിക്കാം, ഞങ്ങളെ പോലെ പാടത്ത് പണിയെടുക്കുന്നത് നടക്കൂല. അവർ നിസ്കരിക്കാറില്ല. ന്യായം പറഞ്ഞ എന്താണെന്നറിയോ? ഞങ്ങളുടെ ജോലി നിങ്ങളുടെ ജോലി നമ്മൾ വ്യത്യാസമുണ്ട്. അല്ലേ? ഇത്ര അധികം ന്യായം പറയാൻ മെനക്കെടുന്ന ഒരു മനുഷ്യന്റെ മുന്നിൽ മനുഷ്യരല്ലാത്ത നബിമാര് വന്നാല് ആളുകൾ സ്വീകരിക്കൂല. നേരെ മറിച്ചൊരു നബി വരണം, അയാൾ മനുഷ്യനാവണം, വിവാഹ ജീവിതമുണ്ടാവണം, പ്രായമുണ്ടാവണം, ചെറുപ്പമുണ്ടാവണം, ഭക്ഷണം കഴിക്കണം, ഉറങ്ങണം, രോഗമുണ്ടാവണം. ഈ അധ്വാനത്തിനിടയിൽ ഈ ആൾക്കൂട്ടത്തിൽ ജീവിച്ചിട്ട് ആ മനുഷ്യൻ കാണിച്ചു കൊടുക്കണം എങ്ങനെ ജീവിക്കണമെന്ന്. അപ്പോൾ ആളുകൾക്ക് മനസ്സിലാവും നമ്മളെ നബി എന്ത് കഷ്ടപ്പാട്, നമ്മളെക്കാളും കഷ്ടപ്പാടാ, എന്നിട്ടും കണ്ടോ നമുക്ക് അതുപോലെ ജീവിക്കാൻ പറ്റുന്നു. അതുകൊണ്ടാണ് മനുഷ്യനെ നിയോഗിക്കാൻ കാരണം. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യന്റെ ദർജയിൽ അപ്പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം നമ്മുടെ അടുത്ത് ഉണ്ടാവേണ്ട മനുഷ്യനായിരുന്നു എന്ന് പറഞ്ഞ് വിശ്വസിക്കുകയും ചെയ്തേച്ചാൽ മതി. പിന്നെ നബിയാണ്, അതിന്റേതായ പ്രത്യേകതകൾ ഉണ്ടാവുന്ന ഉറപ്പാണല്ലോ. അത്രയേ ഉള്ളൂ. വഹിയുണ്ട്, അതനുസരിച്ച് പ്രത്യേക കാവലും രക്ഷയും ഉണ്ടാവും. അത് നമ്മൾ നിഷേധിക്കേണ്ടതില്ല, നിഷേധിക്കാൻ പാടില്ല താനും. ഇനി രണ്ടാമത് ഇവർ പറഞ്ഞത് വഹി ഉണ്ടാവില്ല എന്ന്, വഹി ആവശ്യമാണെന്ന് പറഞ്ഞു. ഇനി പിന്നെ ആയത്തിലുള്ള എന്താ? ആളുകൾക്കൊരു സ്വഭാവം ഉണ്ടെന്നാണെന്നറിയോ? അമ്പിയാക്കന്മാരൊക്കെ കേട്ടൊരു വാക്കാണ് നിങ്ങൾ ദുശകുനാണ്. അതൊരു സ്വഭാവമാണ്. അവനാന് സംഭവിക്കുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും അവനാന്റെ ബുദ്ധിമുട്ടുകൊണ്ടാണെന്ന് സംഭവിക്കുന്നതിന് പകരം വേറുള്ള ആൾക്കാരെ വല്ല ആരോപിക്കുക എന്നുള്ളത് ജന്മസിദ്ധാന്ന് തോന്നാറുണ്ട്. കൊച്ചു കുട്ടികളൊക്കെ എവിടെയെങ്കിലും കാല് തട്ടിയൊക്കെ വീണിട്ടുണ്ടെങ്കിൽ എരുത്ത് നമ്മളുണ്ടെങ്കിൽ കുടുങ്ങിയതാ, ഇയാളെ തള്ളിയിട്ടുന്നത് വെറുതെയെങ്കിലും. കുട്ടി ഒരിക്കലും തന്നെ കൊണ്ട് വീണെന്ന് പറയുന്നതിനല്ല പകരം ഉമ്മാനെ ചൂണ്ടി വേറാരും ചൂണ്ടിട്ട് പറയും ഇയാൾ തള്ളിയിട്ടാണ്, നമ്മൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ആ കല്ല തള്ളിയിട്ട് എന്ന് പറയും ചിലപ്പോൾ, എന്നിട്ട് ആ കല്ലിനെ ചവിട്ടുകയൊക്കെ ചെയ്യും. ഒരിക്കലും ആ കുട്ടി തന്റെ തെറ്റാൻ സമ്മതിക്കാൻ തയ്യാറില്ല. ഇത് നമുക്കുണ്ടാവാൻ പാടില്ലല്ലോ. നമ്മളെ ജീവിതത്തിൽ വരുന്ന ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അള്ള വെച്ച വിധിയാണ്, മറ്റൊന്ന് നമ്മുടെ പോരായ്മകളാണ്. അതിന് ഭാര്യയെ, കുട്ടികളെ, ഉപ്പാന്, നാട്ടുകാരെ, ബാക്കിയുള്ളവരൊക്കെ എന്തിന് പഴിക്കണം? അതാ ഖുർആൻ പറഞ്ഞൊരു തത്വം. ത്വായുറുക്കുമാക്കും നിങ്ങളെ ശകുനും ദുശകുനും ഒക്കെ കൂട്ടരെ നിങ്ങളെ കൂടെ തന്നെ നിങ്ങൾ വേറൊരാളതിന് പഴി പറയേണ്ടതാണ്. നാം ചെയ്ത തെറ്റിന്, നമ്മുടെ ജീവിതത്തിൽ വന്ന വീഴ്ചകൾക്ക് മറ്റുള്ളവരെ പഴി പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുക. അത് കുറച്ചുകൂടി വ്യാപകമായിട്ട് നമ്മൾ എന്തൊക്കെ കാണുന്നറിയോ?
ആ ഇന്തിഫാളയാണ് ഇസ്രായേലിന് ഇങ്ങനെ ചൊടിപ്പിച്ചതെന്നാ, അല്ലെങ്കിൽ ഇസ്രായേൽ ഭയങ്കര ശുദ്ധരാന്നാ പറഞ്ഞിട്ടാ തോന്നുക. ഇന്തിഫാളയുടെ ശ്രമമുണ്ടല്ലോ ഇസ്രായേൽ ഫലസ്തീന് മോചനത്തിന് വേണ്ടി, അവരുടെ ശക്തമായ ചെറുത്തുനിൽപ്പാണ് പോലും ഇസ്രായേലിനെ ഇങ്ങനെ ഭീകരന്മാരാക്കിയത്. നവതുമില്ല, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സംഘടിക്കാൻ മെനക്കെട്ടതാണ് ഹിന്ദുക്കള് വർഗീയവാദം ഉണ്ടാക്കാൻ കാരണമായതുപോലെ അല്ലെങ്കിൽ ഹിന്ദുക്കൾ വർഗീയവാദം ഇല്ലാത്ത വളരെ ശുദ്ധരായ ആൾക്കാരായിരുന്നു പോലും. അറിയാം നിങ്ങൾ, മുസ്ലിങ്ങൾക്കിടയിൽ നടക്കുന്ന തൗഹീദിന്റെ പ്രചരണമാണ് മുസ്ലിങ്ങൾ ഐക്യം മുഴുവൻ തകരാറാക്കിയത്. തൗഹീദിന്റെ പ്രചരണം ഇല്ലെങ്കിൽ നല്ല ശുദ്ധരായി ജീവിക്കുമായിരുന്നു പോലും. താലിബാനാണ് പോലും അഫ്ഗാൻ നാശത്തിലാക്കിയത്. നവതുമില്ല, ഈ സ്വരമില്ല സംസാരത്തിന്റെ, ഇത് ഈ ദുഷ്ടഗുണത്തിന്റെ വേറൊരു ഐറ്റാ. എന്ത് സംഭവിച്ചാലും ആ അഫ്ഗാനിലെ ആ ആൾക്കാരൊക്കെ കൊല്ലപ്പെട്ട് എന്ത് പറയാനാ, ബരക്കൊണ്ടല്ലേ അണ്ടങ്ങള്, ബരക്കൊണ്ടല്ലേ. ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഈ നാശം, കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഈ നിങ്ങൾ പ്രബോധനം നടത്തിയിട്ടല്ലേ, ഇന്നതുണ്ടായത് ഇന്നുകൊണ്ടല്ലേ. ആയിരിക്കും തയ്യർനാബിക്കും എന്തു വന്നാലും അത് അവനാൻ ഇഷ്ടമില്ലാത്ത വ്യക്തികളുടെയോ ആദർശങ്ങളുടെയോ പേരിൽ കൊണ്ടുപോയിട്ട് ഇത് മുഴുവൻ അവരെ കൊണ്ടാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം ഉണ്ടാവാറുണ്ട്. കേൾക്കുമ്പോൾ മനസ്സിലാക്കുക, ഇത് മുമ്പേ ഒരു കൂട്ടർ ഉപയോഗിച്ചിട്ടുണ്ട്, അവർ അള്ള ഇഷ്ടപ്പെടാത്തൊരു കൂട്ടർ പറഞ്ഞ വാക്കാണത്. നമ്മളായിട്ടത് പറയാതിരിക്കുകയും ചെയ്യാം. എന്ത് നിശകനങ്ങളല്ല, അള്ളാഹു പറഞ്ഞ ആദർശങ്ങളും തത്വങ്ങളും നടപ്പിൽ വരുത്തുമ്പോൾ അതുമായി മുന്നോട്ട് പോകാന്നല്ലാതെ അതൊരു ദുശകനമായി ആരോപിക്കപ്പെടുമ്പോൾ അതിൽ നിന്ന് വിട്ടുനിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിക്കൂടാ. നമ്മളോട് അങ്ങനെ ചിന്തിക്കാനും പാടില്ല എന്ന് മനസ്സിലാക്കാം. ഇനിയുള്ളത് സമയമായില്ലേ, നിർത്താം. ഇനിയുള്ളത് ഒരു മനുഷ്യൻ ഓടി വന്നു എന്ന് പറയുന്ന ഖുർആന്റെ രസകരമായൊരു വർണ്ണനുണ്ട് അവിടെ. ഇങ്ങനെ പ്രബോധന പ്രവർത്തനം ശക്തിപ്പെട്ടിങ്ങനെ നിന്നിട്ട് 3 നബിമാർ ഒരേ സമയത്ത് കള്ളന്മാരാണ്, ഭ്രാന്തന്മാരാണെന്ന് കേൾക്കപ്പെട്ടിങ്ങനെ നിൽക്കുകയാണ് ഒരു നാട്ടില്. ആ സമയത്ത് ആ നാടിന്റെ ഏതോ ഒരു മൂലയിൽ നിന്ന് ഒരു മനുഷ്യൻ ഓടി വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ ആൾക്കാരെ സ്വീകരിക്കുക, എന്തായാലും ശരി അള്ളാഹ്ക്കത് ഭയങ്കര ഇഷ്ടമായി എന്നുള്ള ഉറപ്പാണ് ആ സമീപനം, അല്ലെ? അതുകൊണ്ടല്ലേ അള്ള എടുത്തു പറഞ്ഞത്? എന്താ ഉറപ്പായത്, എന്താ ഇഷ്ടമായത്? അള്ളാന്റെ നബിമാരെ, അള്ളാന്റെ റസൂലുകളെ സഹായിക്കുന്ന രീതി അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. അങ്ങനെ മനസ്സിലാക്കാലോ. ഇന്ന് അള്ളാഹുവിന്റെ ദൂതന്മാരെ സഹായിക്കുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. അള്ളാന്റെ ദൂതൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നില്ല, മരിച്ചുപോയി. പക്ഷെ അദ്ദേഹത്തിന് പഠിപ്പിച്ച ഖുർആനും അദ്ദേഹത്തിന്റെ സുന്നത്തും ഇവിടെ ബാക്കിയുണ്ട്. അതിനാര് സഹായിക്കാൻ ഓടി വന്നാലും അള്ളാഹ്ക്കത് വളരെ ഇഷ്ടമാണ് അതിന്റെ അർത്ഥം. അതെ. പിന്നെ ചിലപ്പോ സത്യവും അസത്യവും തമ്മിൽ ഇങ്ങനെ മത്സരം നടക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരു വാക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അത് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടാവും. അതെ, എത്ര സത്യം എന്നറിയത്? നമ്മളെ നാട്ടിലൊക്കെ ഈ തൗഹീദും ശിർക്കും ബിദ്അത്തും ഖുറാഫാത്തും തമ്മിലുള്ള ഈ മത്സരമുണ്ടല്ലോ, അത് കുറെ വർഷങ്ങളായി തുടങ്ങിയിട്ട്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു 10-50 വർഷം കൊണ്ട് ഉണ്ടാവേണ്ട ഒരു മാറ്റം എന്തുകൊണ്ട് യഥാർത്ഥത്തിൽ കേരളത്തിൽ കാണപ്പെട്ടില്ല, ജനങ്ങൾ സ്വാധീനിച്ചില്ല? അതിന്റെ ഒരു കാരണം എന്താ? അത് മനസ്സിലാക്കിയ പലരും മിണ്ടാതിരുന്നു കുറ്റകരമായിട്ടെന്നില്ല സത്യം. നമ്മൾ പല നാട്ടിലൊക്കെ പോയി ഇങ്ങനെ സംസാരിച്ച് കണ്ടുമുട്ടുകയും പറയുകയും ചെയ്യുമ്പോൾ പറയും, ഞാൻ കക്ഷിത്വം പറയല്ല, അവിടെ ഒരു വീട്ടിൽ അയാളെ പരിചയമുണ്ടോ? അയാൾ പണ്ടേ ഇതൊക്കെ മനസ്സിലാക്കിയ മനുഷ്യനാണ്, പണ്ടേ ഈ തെറ്റുകൾ മനസ്സിലാക്കിയ ഒരു മനുഷ്യനാണ്. എന്തേ ഇയാൾ പണ്ടേ മനസ്സിലാക്കിയിട്ട് അയാളെ നാട്ടിലെ ഒരു വീട്ടിൽ പോലും അതിന്റെ വെളിച്ചമെത്തിക്കാൻ അയാൾക്ക് കഴിയാതിരുന്നത്? പേടിച്ചു അല്ലേ മനുഷ്യൻ? ഖുർആൻ പറഞ്ഞ മാതിരി ആ ദൂരെ ഓടി വന്നിട്ട് സത്യവും അസത്യവും തമ്മിൽ സംഘടന നടക്കുമ്പോൾ തല്ലുംപിടിയല്ല, ആദർശത്തിന്റെ മത്സരം നടക്കുന്ന നേരത്ത് താൻ മനസ്സിലാക്കിയ സത്യം ഒരു വായ കൊണ്ട് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഒരുപാട് ആളുകൾ നരകത്ത് നിന്ന് രക്ഷപ്പെടുമായിരുന്നു. നമ്മളെ ഈ വായ മൂടിവെച്ചവരാവാതിരിക്കുക. മനസ്സിലായോ നിങ്ങൾക്കൊരു കാര്യം ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും തെറ്റാണെന്ന് നമ്മളെ നാട്ടിൽ നടക്കുന്നത്? അത് തെറ്റാന്ന് പറയേണ്ടടുത്ത് പറ, സ്നേഹത്തോടെ ബഹുമാനത്തോടെ, ഉമ്മയോടും ഉപ്പയോടും വേണ്ടപ്പെട്ടവരോടും. ഒരു കാര്യം നാട്ടിൽ നടക്കുന്നത് ശരിയല്ലെന്ന് തോന്നിയാൽ ആ ശരികേട് വിളിച്ചു പറയാ. ശരി ഉണ്ടാവേണ്ട ശരികളുണ്ടെങ്കിൽ അത് നടപ്പിൽ വരുത്താൻ വേണ്ടി പറയാ. വായ മൂടിക്കെട്ടി വരില്ല. അള്ളാഹ്ക്കത് ഭയങ്കര ഇഷ്ടാണ്. ഒന്നുകൂടി, അതിലവാ മരിച്ചാലോ ഫീലദ്ഖുലുൽ ജന്ന. അതാണ്. ഇയാൾ അള്ളാന്റെ മാർഗത്തിൽ ഒരു യുദ്ധം നടത്തിയോ? അങ്ങനെ പറഞ്ഞില്ല. ഇയാൾ ഈ സത്യം തുറന്നു പറഞ്ഞപ്പോ അയാൾക്ക് ലഭിച്ചതൊരു കൊലക്കയറായിരിക്കണം, ആളുകൾ അയാളെ കൊല്ലുകയായിരിക്കണം. അയാൾ നേരെ ചെല്ലുന്നത് പിന്നീട് സ്വർഗത്തിലേക്കാണ്. പിന്നെന്തിനാ? അതിന്റെ അർത്ഥം മുസ്ലിങ്ങൾ തമ്മിൽ സ്പർദ്ധയുണ്ടാക്കി തല്ലുണ്ടാക്കിയിട്ട് മരിച്ചു പോകണം എന്ന അർത്ഥത്തിലല്ല. പറയാ മാക്സിമം സംഭവിക്കാവുന്നതാണല്ലോ. മുല്ല ഉമർ, ഞാൻ അദ്ദേഹത്തെ ഉദ്ധരിക്കട്ടെ, ഒരു ഇതില്ലല്ലോ, ജീവിച്ചിരിക്കുന്ന പുണ്യപുരുഷന്മാരായി മനസ്സിലാക്കുന്നു നമ്മളവരെ. അങ്ങനെ തന്നെ ആവുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അപ്പൊ പറഞ്ഞ വാക്ക്, അഫ്ഗാനികളെ നമുക്ക് മാക്സിമം സംഭവിക്കാവുന്നത്, മുസ്ലിങ്ങളെ നമുക്ക് മാക്സിമം പരമാവധി സംഭവിക്കാവുന്നത് ഒരു മരണമാണ്. ആ മരണം അള്ളാന്റെ മാർഗത്തിലാണെങ്കിൽ അതിനേക്കാൾ വലിയൊരു മെച്ചം കിട്ടാനുണ്ടോ? അതുകൊണ്ട് ക്ഷമയോടെ മുന്നോട്ട് നീങ്ങുക നിങ്ങളെല്ലാവരും എന്ന് പറഞ്ഞുകൊണ്ട് അതിന് പ്രസ്താവനയുണ്ട് അഫ്ഗാനിലെ ജനങ്ങളോട്. ഇന്നത്തെ ജനങ്ങളോട് നടത്തിയ സത്യമാണത്. അപ്പോ അങ്ങനെ ഒരു മാർഗത്തിലൊരു സത്യം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ പരമാവധി സംഭവിക്കാവുന്നത് എന്താ?
പരമാവധി സംഭവിക്കാവുന്നത് അതാണ്. അപ്പോ ശബരിമലയിൽ കത്തിക്കുന്നത് വെറും കള്ളത്തരമാണ്, അത് മകരജ്യോതിയുമല്ല, ഒന്നുമല്ല, ഈ പാവങ്ങളെ പറ്റിക്കുകയാണ് എന്ന് പറയേണ്ടത് യുക്തിവാദികളല്ല, നമ്മളാ അത് പറയേണ്ടത്. നമ്മളെന്താ പറയാ, പുറത്ത് പറയാൻ മേടിക്കേണ്ടവൻ വെറുതെ ഇല്ലാത്തടങ്ങറ് വലിച്ചു വെക്കല്ലേന്നാ. അത് പറയണം, അത് പറയുന്നവനെ പിന്തുണക്കണോ? എന്നിട്ട് പറയണം വിവരക്കേട്, വെറുതെ മകരജ്യോതി എന്ന് പറഞ്ഞാൽ കുന്നിന്റെ മുകളിൽ എന്തൊക്കെ കൊണ്ട് കത്തിച്ചിട്ട് ആ പാവങ്ങളെ പറ്റിക്ക് അവിടെ ആ നേരത്തെ നക്ഷത്രം ഉദിക്കില്ല, ഒന്നും ഉണ്ടാവില്ല. അത് ശരിക്കും എന്ത് സുഖമുണ്ട്. സാറ്റലൈറ്റ് വാടകയ്ക്ക് എടുത്താൽ അവരെ തിരക്കിടില്ല. ആ സമയത്ത് കുറഞ്ഞ സമയത്തേക്കാണെങ്കിൽ പോലും നേർക്ക് നേരെ കാണിച്ചു കൊടുക്കാൻ സാറ്റലൈറ്റ് സമയം അങ്ങോട്ട് തിരിച്ചാൽ മതിയല്ലോ. അത് കാണിച്ചു കൊടുക്കാവുന്നതാണ് ആ സമയത്ത്. അത്ര എളുപ്പമാണ് ഇപ്പോഴത്തെ സംവിധാനങ്ങൾ. എന്നിട്ട് ലോകത്തിന് മുന്നിൽ പറയണം, ഈ ചൂഷണങ്ങളും ചതികളെയും പറ്റി ലോകത്തിന് മുന്നിൽ പറയണം. അതിനാണല്ലോ അള്ളാഹ് നമ്മളിവിടെ ഏൽപ്പിച്ചത്. എന്നിട്ട് ആ മാർഗത്തിൽ എന്ത് സംഭവിച്ചാല് അള്ളാഹ് അത് ഭയങ്കര ഇഷ്ടമായി ആ മനുഷ്യനെന്നാ പറഞ്ഞത്, സ്വർഗാവകാശികളായി തീരുകയും ചെയ്യുന്നു. ചുരുക്കത്തില് സൂറത്ത് യാസീൻ ഒരു ദുഃഖത്തിന്റെ മണ ഉണ്ടാക്കല് മരണത്തിന്റെ അല്ലേ. എന്നാ സൂറത്ത് യാസീന് ഒരു ചലനത്തിന്റെ, ഒരു ജിഹാദിന്റെ, പ്രബോധനത്തിന്റെ ശക്തിയുടെ പാടാ നൽകുന്നത് തിരിച്ചറിയാം. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയിൽ. അള്ളാഹ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മള് പിന്നെ ഒരു പ്രദേശത്തേക്ക് 3 നബിമാരെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച ആ സംഭവത്തെപ്പറ്റി പറയുന്ന ഭാഗമാണ് വായിച്ചു നിർത്തിയത്. അവിടെ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളെപ്പറ്റി പറഞ്ഞപ്പോൾ കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അവസാനം നമ്മൾ പറഞ്ഞു വെച്ചത് ആ ഓടി വന്ന മനുഷ്യൻ ആരാന്നുള്ളതിനെപ്പറ്റി അള്ളാഹു പറഞ്ഞിട്ടില്ല. അയാൾ ആ നാട്ടുകാരനാണോ അന്യനാട്ടുകാരനാണോ അതൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അയാളുടെ ആ പെരുമാറ്റം അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്നാണ് മനസ്സിലാകുന്നത്. കാരണം ആ സംഭവം അള്ളാഹ് ഖുർആനിലൂടെ എടുത്തു പറഞ്ഞു. പഠിക്കാനുള്ള പാഠം എന്താന്ന് പറഞ്ഞാൽ അള്ളാഹു നിയോഗിക്കുന്ന അമ്പിയാക്കന്മാര് അലൈഹിസ്സലാത്തു വസ്സലാം അവരെ സഹായിക്കുന്നത് അള്ളാഹുവിനേറെ ഇഷ്ടമാണ് എന്ന് പഠിച്ചു. അതുപോലെ തന്നെയാണ് നബിമാര് ജീവിച്ചിരിക്കാത്ത സമയത്ത് ഇപ്പോഴത്തെ പോലത്തെ കാലത്ത് അള്ളാന്റെ ദീനിനു വേണ്ടി നടത്തുന്ന ഒരു പ്രതികരണം അതൊരു ഒറ്റപ്പെട്ട ഒരു വാക്കാണെങ്കിൽ പോലും അത് അള്ളാന്റെ പക്കൽ വളരെ വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുക. നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളും അറിഞ്ഞ കാര്യങ്ങളും പറയേണ്ട സ്ഥലത്തും സന്ദർഭത്തിലും പറയുന്നതിലും മടി കാണിക്കാതിരിക്കാം. അവിടെ ആ കൂട്ടത്തിൽ ഞാൻ പറയാതെ സമയമില്ലാതെ വിട്ടേച്ച് പോയ 1-2 കാര്യങ്ങൾ പറയണം, ഇല്ലെങ്കിൽ ഖുർആനോട് നീതിയാവില്ല. ഒന്ന്, അയാൾ വന്ന് പറഞ്ഞ വാചകങ്ങളുടെ കൂട്ടത്തിൽ പറഞ്ഞ വാക്ക് ഇത്തബിയോ മല്ല യസ്അലുക്കും അജ്റൻ വഹു മുഹ്തദൂൻ എന്ന ആയത്ത്, 21-ാമത്തെ ആയത്ത്. 21 ഇത്തബിയോ നിങ്ങൾ പിൻപറ്റുക, മല്ല യസ്അലുക്കും അജ്റൻ നിങ്ങളോട് കൂലി ചോദിക്കാത്ത ആളെ നിങ്ങൾ പിൻപറ്റുക, വഹും മുഹ്തദൂൻ അവർ സന്മാർഗികളാണ് താനും, ഹിദായത്തിൽ എത്തിപ്പെട്ടവരാണ് താനും. അയാള് ഈ 3 നബിമാരെ പിൻപറ്റണമെന്ന് പറയാൻ വേണ്ടി ആളുകളോട് പറഞ്ഞ, ആളുകൾ ശ്രദ്ധയിൽ കൊണ്ടുവന്ന പ്രധാനമായ 2 പോയിന്റ്, 2 വിഷയം. ഒന്ന്, നബിമാര് ഈ പ്രബോധന പ്രവർത്തനം നടത്തുന്നതിന് നിങ്ങളോട് കൂലിയൊന്നും ചോദിക്കുന്നില്ല, പ്രതിഫലം ചോദിക്കുന്നില്ല, പ്രതിഫലം പറ്റുന്നില്ല എന്നുള്ളതാണ്. രണ്ടാമത് അയാൾ ചൂണ്ടിക്കാണിച്ച പോയിന്റ്, ഇവരുടെ ജീവിതം നോക്കൂ, ഇവർ സന്മാർഗികളാണല്ലോ, നല്ല നിലക്ക് ജീവിക്കുന്നവരാണല്ലോ എന്നതാണ്. അത് ദഅവത്തിന്റെ ഭാഗത്ത്, പ്രബോധനത്തിന്റെ ഭാഗത്ത് ഒരു വലിയ പാഠമാണ് ഖുർആൻ പഠിപ്പിച്ചു തരുന്നത്. ഒന്ന്, ആ പ്രബോധനം ചെയ്യുന്ന വ്യക്തി അയാൾ മറ്റുള്ളവർക്ക് കാണപ്പെടാൻ പറ്റും വിധം, ചൂണ്ടിക്കാണിക്കാൻ പറ്റും വിധമുള്ളവരായിരിക്കാം. പ്രകടമായ അമ്പിയാക്കന്മാർക്ക് തുല്യരാവാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. ഒരുപക്ഷെ സഹാബികൾക്ക് തുല്യരും പൂർണ്ണാർത്ഥത്തിലായിക്കൊള്ളുന്നില്ല. പക്ഷെ ആര് കണ്ടാലും ആര് കേട്ടാലും മോശമാണ്, തെറ്റാണ്, പാടില്ലാത്തതാണ് എന്ന് പറയാവുന്ന കാര്യങ്ങൾ പരസ്യമായി ബന്ധപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായിക്കൂടാ. പലപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെയൊക്കെ പ്രദേശങ്ങളിൽ മതപരമായ പ്രബോധന പ്രവർത്തനങ്ങളോട് ആളുകൾക്ക് വിമുഖത വരാനുള്ള ഒരു പ്രധാന കാരണം തന്നെ ദീനുമായി ബന്ധപ്പെട്ട് നിന്ന ഉമറാക്കളിലും ദാഴികളിലുമൊക്കെ ഉണ്ടായ ഈ ഒരു അനുഭവമാണ്. അവരെ സംബന്ധിച്ച് മുഹ്തദൂൻ എന്ന് പറയാൻ പറ്റാതെയായി. വളരെ വ്യക്തമായി കാണാൻ പറ്റും. നമ്മുടെ മിക്ക പല സ്ഥലങ്ങളിലെയും പള്ളിയുടെ ഭരണാധികാരം നിർവഹിക്കുന്ന ആളുകളിൽ നല്ലൊരു ശതമാനം ആൾക്കാർ, ഇപ്പോഴത്തേത് എനിക്ക് അറിഞ്ഞുകൂടാ, കേട്ടറിവേ ഉള്ളൂ, പലരും പള്ളിയിൽ പോവാത്തവരാണ്. സാമ്പത്തിക ശേഷിയോ ആ നാട്ടുപ്രമാണിത്വമോ ഒക്കെ പരിഗണിച്ചിട്ട് ഒരിക്കലും പള്ളിയിൽ വരാത്ത, അല്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ പള്ളിയിൽ വരുന്ന ആളുകളെയാണ് പലപ്പോഴും പല സ്ഥലങ്ങളിലും പള്ളിയുടെ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങൾ ഏൽപ്പിച്ചത്.
ഈ പലപ്പോഴും നാട്ടിലെ മതം പഠിപ്പിക്കേണ്ട അറിവുള്ള ആളുകള്, ആലിമീങ്ങൾ എന്ന് നമ്മൾ വിളിച്ച് ബഹുമാനിക്കുന്ന ആളുകള് ഈ പ്രമാണിമാരിൽ കാണപ്പെടുന്ന തെറ്റുകളെ സംബന്ധിച്ച് ഒരിക്കലും പരസ്യമായും രഹസ്യമായും പറയാതെയുമായി. ഇപ്പൊ സക്കാത്ത് ആരുടെയും മുഖം നോക്കാതെ പറയേണ്ട ഒരു കാര്യമാണ്, ഖുർആൻ പഠിപ്പിച്ച ഒരു കാര്യമാണ്. സത്യത്തിൽ ഒരു പള്ളിയിൽ ഒരു പ്രസംഗം നടന്നാൽ, ഒരു പ്രഭാഷണ പരമ്പര നടന്നാൽ, നിങ്ങളുടെ പഴയ കാലം ഓർമ്മിച്ചു നോക്കൂ. നിങ്ങൾ സക്കാത്തിനെ സംബന്ധിച്ച ഒരു ചർച്ച ആളുകളെ മുന്നിൽ എടുത്തിടുകയും അത് നൽകാത്തവനെ കുറിച്ചുള്ള ശിക്ഷയെക്കുറിച്ചുള്ള ഒരു വിശദമായ ബോധവും അത് ഈ പാവങ്ങളുടെ അവകാശമാണെന്നും അതിനുവേണ്ടി വാദിക്കാൻ ഉലമാക്കൾ കൂടെയുണ്ട് എന്നും വരുന്നൊരു ബോധം ഉണ്ടാക്കി തീർക്കാൻ കഴിഞ്ഞില്ലല്ലോ. അപ്പൊ എന്ത് സംഭവിച്ചു? ആ ഗ്യാപ്പിലാണ് പലരും മതത്തെ വിമർശിക്കുന്ന ആളുകൾക്ക് കയറി വരാൻ കഴിഞ്ഞത്. അവര് പറഞ്ഞു മതം എന്നൊക്കെ പറഞ്ഞാൽ ആളുകളെ പറ്റിക്കുന്നതാണ്. ഇത് ഈ മതത്തിന്റെ നേതാക്കന്മാരും നാട്ടുപ്രമാണിമാരും പണ്ഡിതന്മാരും എല്ലാവരും കൂടി നടത്തുന്ന ഒരു കോക്കസ്, ഒരു പറ്റിക്കലാണിത്. പാവപ്പെട്ടവന്റെ ആവശ്യങ്ങളെക്കുറിച്ച് പറയാൻ മതത്തിന്റെയും മതാധികാരികളെയും കാക്കണ്ട, അത് ഞങ്ങളെപ്പോലുള്ള ആളുകളെ കൊണ്ടേ നടക്കൂ എന്ന് പറഞ്ഞപ്പോ ആ വാദത്തിന് ചൂണ്ടിക്കാണിക്കാൻ അവർക്കുണ്ടായിരുന്നത് നമ്മുടെ സമൂഹത്തിലെ മത നേതൃത്വത്തെയും പണ്ഡിത വിഭാഗങ്ങളെയുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരിക്കലും ഇത് കാണാൻ കഴിയില്ലല്ലോ. ഉബൂനി ഫീ ളുഅഫായിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നിങ്ങളുടെ ദുർബലന്മാരുടെ കൂട്ടത്തിൽ എന്നെ തിരയുക എന്നാ. അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾക്ക് നാളെ മഹ്ശറയിൽ സ്വർഗത്തിൽ എന്റെ കൂടെ കഴിയണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ സമൂഹത്തിലെ ദുർബലന്മാരായ ആളുകളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുക. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ വാക്കുകളൊക്കെ, പ്രസിദ്ധമായ വാക്കുകൾ. അനാഥകളെ സംരക്ഷിക്കുന്നവരും ഞാനും സ്വർഗത്തിൽ ഇതുപോലെ ഒരുമിക്കും. ചിലപ്പോൾ പറഞ്ഞു വിധവകളെ സംരക്ഷിക്കുന്നവരും ഞാനും സ്വർഗത്തിൽ ഇതുപോലെ ഒരുമിക്കും എന്നൊക്കെ പറഞ്ഞ സന്ദർഭങ്ങൾ. സമൂഹത്തിന്റെ നേതാവായി നിൽക്കുന്ന ആ മഹാനായ മനുഷ്യൻ മദീനയിലെ പള്ളിയിലിരുന്ന് ക്ലാസ് എടുക്കുകയും പറയുകയും ചെയ്യുന്ന നേരത്ത് അടിമ സ്ത്രീകളായ പെണ്ണുങ്ങൾ പള്ളിയിൽ കടന്നു വന്നിട്ട് ആ നബിയുടെ കൈ പിടിച്ച് നബിയെയും പിടിച്ചുകൊണ്ട് പോകാറുണ്ടായിരുന്നു എന്നും നബി കൂടെയുള്ളവരോട് ഇവിടെ ഇരിക്കൂ, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ആ സ്ത്രീകളുടെ കൂടെ പോയി അവർക്ക് പറയാനുള്ള അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് പരിഹരിച്ച് തിരിച്ചു വരികയും ചെയ്യാറുണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ വായിക്കാം. നമ്മുടെ മസാല അവിടെ നമ്മൾ ആ വിഷയം കേൾക്കുമ്പോൾ നമ്മുടെ ചിന്ത പോകല് നബി ചെയ്ത പ്രവർത്തനത്തിന്റെ മഹത്വത്തെക്കാളേറെ ഒരു പെണ്ണിന് നബിയെ പിടിക്കാമോ തൊടാമോ തുടങ്ങിയ കാര്യങ്ങളിലേക്കാണ്. ഇത് അടിമ സ്ത്രീകളാണ്. അവർക്ക് അവരുടേതായ കുറെ പരിധികളും കുറെ വിട്ടുവീഴ്ചകളും ദീനിന്റെ കാര്യത്തിലുണ്ട്. നബിയും അവരുമായി താരതമ്യം ചെയ്യുമ്പോൾ അവരുടെ പ്രായം വളരെ ചെറുപ്പമാണ്, കുട്ടികളുടെ അത്രേ ഉണ്ടാവുള്ളൂ. അപ്പൊ ആ സ്ത്രീകൾക്ക് വീട്ടിലുണ്ടാകുന്ന ദുരിതങ്ങൾ പറയാനും ഉള്ളവര് പിന്നെ കോടതിയാണ് നബി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ അവർ കടന്നു വന്നിട്ട് നബിയെ കൂട്ടിക്കൊണ്ടുപോകാ ചെയ്യാറ്. ഒരു മടിയും പറയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ പോകാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ കാണുന്നു. എന്തിനാണിത് പറഞ്ഞത്? ദീനിന്റെ ഭാഗം, ദീനുമായി ബന്ധപ്പെട്ട സ്ഥലം, ദീനിന്റെ പ്രബോധന രംഗം എന്നൊക്കെ പറയുന്നിടത്ത് നമുക്കിതായിത്തീരാൻ സാധിക്കണം. സക്കാത്ത് തുടങ്ങിയുള്ള സാധുക്കളായ ആളുകൾക്ക് വേണ്ടി പറഞ്ഞ അവകാശങ്ങളെപ്പറ്റി പറയാനും പ്രചരിപ്പിക്കാനും പഠിപ്പിക്കാനും ആവണം. പിന്നെ ജീവിതത്തിൽ ആ അർത്ഥത്തിലുള്ള ഒരു സന്മാർഗ രീതി കാണിക്കാൻ പറ്റണം. മറ്റൊന്ന് നമ്മൾ സാധാരണ കാണാറ്, നാട്ടിൽ വലിയ വയലുപരമ്പരയും മതപ്രബോധനം സംഘടിപ്പിക്കുന്ന, ഞാൻ എല്ലാവരും കുറ്റം പറയില്ല, ഒരു വിലയിരുത്തൽ നടത്താലോ കാണപ്പെടുന്ന ഒരു രംഗം പറയാണ് ചിലപ്പോഴൊക്കെ. എല്ലാം കൂടി കഴിഞ്ഞ അവസാനം നമ്മൾ കേൾക്കുന്നത് ആ വയൽ സംഘടിപ്പിച്ച ആള് ആ നാട്ടിലെ ഏറ്റവും വലിയ കൈക്കൂലിക്കാരനാണ് എന്നാണ്. അപ്പൊ അയാൾ ഈ ദിവസങ്ങൾ മുഴുവൻ അയാളുടെ ജോലി സ്ഥലത്തോ പിന്നെ അയാളുടെ സ്ഥാപനത്തിൽ ജോലിക്കാരെ വെച്ചിട്ടോ ഇഷ്ടം പോലെ കൈക്കൂലി വാങ്ങിക്കൂട്ടുന്ന ഒരു മനുഷ്യനാണ് ഒരു മതപ്രഭാഷണ പരിപാടിക്ക് സ്വാഗതം പറയുന്നതോ അധ്യക്ഷസ്ഥാനം വഹിക്കുന്നതോ അല്ലെങ്കിൽ പ്രസംഗിച്ച മതപണ്ഡിതന് ഭക്ഷണം നൽകുന്നത് അയാളുടെ വീട്ടിലും ആയാലെങ്കിൽ മതി. അങ്ങനെയെങ്കിലും സംഭവിക്കുമ്പോൾ ആളുകൾ എന്താ കണക്കൂട്ടുക? അത് ശരി, ഇതൊക്കെയാണ് ദീന്, ഇതൊക്കെയാണ് ദീനിന്റെ സാഹചര്യമല്ലേ. ഇത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന വിധത്തിലുള്ള ഒരു മാറ്റവും ഒരു സ്വാധീനവും പലപ്പോഴും സമൂഹത്തിലെ പല അംഗങ്ങളിൽ നിന്നും ഈ ദീനോട് കിട്ടാത്തത്. അവർ ദീനായിട്ട് ബന്ധമില്ലാത്തവരാണെന്ന് ഞാൻ പറയില്ല, പക്ഷേ ദീനിന് അവർക്ക് വേണം, സ്നേഹമാണ്. പക്ഷേ ഈ കാട്ടിക്കൂട്ടികൾ പലതിനോടും സഹിക്കാൻ അവർക്ക് പറ്റുന്നില്ല. അതെങ്ങനെ പ്രകടിപ്പിക്കണമെന്നവർക്ക് ശക്തിയുമില്ലാത്തതുകൊണ്ട് അവരിങ്ങനെ ഒരു താളം തെറ്റി നിൽക്കുന്നു എന്നുള്ളതാണ്. ഈ മനുഷ്യൻ ഈ ജനങ്ങളുടെ മുന്നിൽ ഈ പ്രവാചകന്മാരെ സ്വീകരിക്കണമെന്ന് ചൂണ്ടിക്കാണിച്ചത് ഇവർ സന്മാർഗികളാണല്ലോ, ഇവരിൽ എന്ത് പൊഴുക്കുത്താ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്, പിന്നെ നിങ്ങൾ എന്തിനിവരെ വിട്ടേച്ചു പോകണം എന്നതും. രണ്ടാമത് പറഞ്ഞത് ഇവരുടെ പ്രബോധന പ്രവർത്തനത്തിന് ഇവർ സാമ്പത്തികമായ ലാഭമൊന്നും ഉദ്ദേശിക്കുന്നില്ലല്ലോ എന്നാണ്. നമ്മൾ മനസ്സിലാക്കി വെക്കുക, ദഅവത്ത് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങൾ ജീവിതത്തിന്റെ വരുമാന മാർഗങ്ങളായിക്കൂടാ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വന്നിട്ട് പറഞ്ഞു, ബാങ്ക് വിളിക്കാൻ വേണ്ടി നിങ്ങൾ തെരഞ്ഞെടുത്ത് നിശ്ചയിക്കുന്നത് ബാങ്ക് വിളിക്കുന്നതിന് കൂലി വാങ്ങാത്ത ഒരാളായിരിക്കണം. അത് ഭാവിയെപ്പറ്റി അള്ളാഹ് അറിയിച്ചു കൊടുക്കാഞ്ഞിട്ടോ അല്ലെങ്കിൽ അറിയാഞ്ഞിട്ടോ അല്ലല്ലോ പറയുന്നത്. എന്താണ് ഉദ്ദേശിച്ചത്? ഇതൊക്കെ ഒരുതരം കൂലിപ്പണി എന്നതിനേക്കാൾ കവിഞ്ഞ് ഒരു സമൂഹത്തിന്റെ പരസ്പരമുള്ള ബന്ധവും ബാധ്യതയുമായി തീരേണ്ടതാണ് എന്നാണ് ഉദ്ദേശിച്ചത്. മറിച്ചെന്തായി, ഇതൊക്കെ ഒരു ശമ്പളത്തിന്റെ പണിയായി മാറിയപ്പോ എത്ര ശക്തമായ പ്രസംഗം ഖുതുബയിൽ കേട്ടാലും ആളുകൾ എഴുന്നേറ്റ് പോകുമ്പോൾ എന്താ പറയാ, അത് പറയല അയാള് ജോലിയല്ലേ, അത് അയാള് പറഞ്ഞു. അത് സ്വീകരിക്കാതിരിക്കല് നമ്മളെ സ്വഭാവമല്ലേ, നമ്മളത് തുടരുന്നു. ഇതാണല്ലോ സമൂഹത്തിന് പലപ്പോഴും ഉണ്ടാകുന്ന ചിത്രം. നമുക്ക് നിവൃത്തിയില്ല, ജീവിതത്തിൽ ചുറ്റുപാടുകളും സാഹചര്യങ്ങളും മാറി മാറി വരുമ്പോ അത്തരം ആളുകൾക്ക് വളണ്ടറിയായി ജോലി ചെയ്യാൻ പറ്റാത്ത ചുറ്റുപാടുകളുണ്ടാവും, ശമ്പളം കൊടുക്കേണ്ടി വരാം. പക്ഷെ അപ്പോഴും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു രീതി മനസ്സിലാക്കുക. ഖലീഫയായി തെരഞ്ഞെടുത്ത പിറ്റേ ദിവസം അദ്ദേഹം രാവിലെ ചന്തയിലേക്ക് പോവാണ്, മദീനയിലെ ചന്തയിലേക്ക് കച്ചവടമാണുള്ള പണിന് പോവാണ്. അപ്പൊ സഹാബികൾ ചോദിച്ചു, എങ്ങോട്ടാങ്ങൾ രാവിലെ തന്നെ? ഞാൻ എന്റെ ജോലിക്ക് പോകുന്നു, എന്റെ മക്കൾക്കും ബാക്കിയുള്ളവർക്കും ചെലവ് കഴിയണ്ടേ, ഞാൻ പോകുന്നു. നിങ്ങൾ ഇന്ന് അമീറാണ്, ഖലീഫയാന്നുള്ള വിവരം നിങ്ങൾക്കില്ലേ? ഖലീഫയാണ്, ആ കാര്യങ്ങൾ ഞാൻ നിർവഹിക്കും, അത് വേറെ, ഇതെന്റെ ജീവിതമാർഗം, എനിക്കിതില്ലാതിരുന്നാൽ പറ്റുമെന്നാ. അപ്പോഴാണ് പ്രധാനികളായ സഹാബികൾ ആലോചിച്ചിട്ട് പറഞ്ഞത്, മുസ്ലിങ്ങളുടെ പൊതുവായ പ്രശ്നങ്ങൾ ആലോചിക്കുകയും തീരുമാനിക്കുകയും ഒരുപാട് കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യേണ്ട, തീരുമാനമെടുക്കേണ്ട വ്യക്തിയാണ് ഖലീഫ. അദ്ദേഹം തന്റെ ജീവിതാവശ്യത്തിന് വേണ്ടി ഓടി നടക്കാൻ പോയാൽ അത് തടയാൻ പറ്റില്ല. പക്ഷെ അതിന് പോയാൽ എന്താ ഉണ്ടാവുക? ഇവിടെ കുറെ സമയത്തേക്ക് ആളില്ലാതെ വരില്ലേ? അതുകൊണ്ട് എന്താണ് പരിഹാരം? പൊതു ഖജനാവിൽ നിന്ന് എന്തെങ്കിലും തുക അദ്ദേഹത്തിന് ശമ്പളമായി നൽകുക എന്ന് പറഞ്ഞു. ഒരു വലിയ തുക അമീറുൽ മുഅ്മിനീൻ ഖലീഫക്ക് ആവശ്യപ്പെടാം, പക്ഷെ നാമമാത്രമായ ഒരു തുക കൊണ്ട് അത് തന്നെ വളരെ നിർബന്ധിച്ച് ഏമിച്ച് പിടിച്ചേൽപ്പിച്ചപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് ഏറ്റെടുക്കാൻ തയ്യാറായത്. പകരം ഇവിടെ ഇരിക്കുന്നതിന് പകരം അമീറായി, ഖലീഫയായി, മറ്റ് തന്റെ കച്ചവടം എന്നുള്ള ജീവിത തൊഴിലും നിർത്തിവെക്കേണ്ടി വന്നു. അതിന് പകരമായ ഒരു നാമമാത്രം. ഇത്രയേ ഉള്ളൂ. ഈ പള്ളിയിലെ ഖുതുബകളായാലും പള്ളിയിലെ ഇമാമത്തുകളായാലും തറാവീഹിന്റെ ഇമാമത്തായാലും അതെ, നിങ്ങളൊന്നും വിഷമിക്കണ്ട, ഇതൊക്കെ ഒരു തരം ഭക്തിയുടെയും അള്ളാഹിനോട് ചെയ്തു കൂട്ടുന്ന ഒരു ഇബാദത്തിനേക്കാളും അധികം അപ്പുറം ഇതൊക്കെ ഒരു തരം വരുമാന മാർഗമാക്കി നമ്മൾ മാറ്റുന്നു ലേലം വിളിച്ചിട്ട്. ഇത് ലേലം വിളിച്ച് നടത്തേണ്ട ഒരു സംഗതി അല്ലെന്ന് തിരിച്ചറിയാം. നിങ്ങളെ നാട്ടില് 4 പയ്യന്മാർ കൂടിയിട്ട് റമദാനിലെ തറാവീഹ് ഇമാമത്ത് നിൽക്കാൻ പറ്റുമെങ്കിൽ ആ പയ്യന്മാരെ പ്രോത്സാഹിപ്പിക്കുക, അവർ മാറി മാറി നിന്ന് ഇമാമത്ത് നിൽക്കട്ടെ. മറ്റുള്ളവർ കുറ്റകരമായ അർത്ഥത്തിനല്ല ഞാൻ ഈ പറയുന്നത്. അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ദൂരവ്യാപകമായ ഫലമുണ്ട്, ഒരു ദൂഷ്യഫലം, അതുണ്ടായിക്കൂടാന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന്റെ ബാക്കി തന്നെയാണ് മതസംഘടനകളിൽ പ്രതിനിധികളായി വരുന്ന ആളുകളൊക്കെ അവരുടെ കമ്മിറ്റി മീറ്റിങ്ങുകൾക്കൊക്കെ പണം എഴുതി വാങ്ങാന്നൊക്കെ പറഞ്ഞാലോ. എന്താ നിങ്ങളുമായി പങ്കുവെക്കുന്ന ചോദിച്ചാൽ നമ്മുടെ ചിത്രം ഇതാണ്. ഇപ്പോഴ് ആരും ഒരു പ്രത്യേക വിഭാഗം മാറ്റിയല്ല ഞാൻ ഈ പറയുന്നത്. പല കേരളത്തിലൊക്കെ പ്രവർത്തിക്കുന്ന പല മതസംഘടനകളുടെയും സംസ്ഥാന സമിതിയുടെയോ ജില്ലാ സമിതിയുടെയോ കമ്മിറ്റി യോഗങ്ങൾക്ക് പോയാൽ ആ പോയതിന് TADA കിട്ടും. നിങ്ങളൊരു ദിവസം മെനക്കെട്, ഇതിന്റെ പേരാ ദീനീ പ്രവർത്തനം എന്ന് പഠിച്ചു വെക്കുക അള്ളാനെ വിചാരിച്ചിട്ട്. അത് ഒരു മനുഷ്യന് ജീവിതത്തിൽ വേറെ മാർഗ്ഗങ്ങളില്ലാതിരിക്കുന്ന ഒരു സമയത്ത് ഒരു പക്ഷേ ഇത്തരം കാര്യങ്ങൾ ബന്ധപ്പെടേണ്ടി വരുന്നതിന് പകരമായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിടിച്ചേൽപ്പിച്ച പോലെ ചിലപ്പോൾ എന്തെങ്കിലും പറ്റേണ്ടി വന്നേക്കാം. അപ്പോഴും നമ്മൾ മനസ്സിലാക്കുക, ഇതൊന്നും സ്വീകരിക്കാത്ത ഒരു ജീവിതമാണ് തനിക്ക് നല്ലത് എന്ന് സ്വയം തീരുമാനിക്കുക. ബാക്കിയുള്ളവർ മുഴുവൻ പഴച്ചവരാണെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല, ആ പാഠം ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞതാ. ഇത് എന്റെ ജീവിതമാർഗമല്ല, ഈ നബിമാരുടെ ജീവിതമാർഗമല്ല, ഇതൊന്നും പ്രതിഫലം ആഗ്രഹിക്കുന്നില്ല. ഇവരാണെങ്കിൽ ജീവിതത്തിൽ പുഴുക്കുത്തുകളില്ലാത്തവരുമാണല്ലോ എന്നാണ് അയാൾ ചൂണ്ടിക്കാട്ടിയ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കാം. മറ്റൊരു ഭാഗം അയാളുടെ വാചകം തന്നെയാണ്. വമാലിയ ലാ അഅ്ബുദു, ഞാൻ എങ്ങനെ ആരാധിക്കാതിരിക്കും, എനിക്ക് എന്തു പറ്റി എന്നാ വമാലിയ എന്ന് പറഞ്ഞാൽ. ലാ അഅ്ബുദു, നമ്മൾ മലയാളത്തിലൊക്കെ പറഞ്ഞ ഈ ശൈലിയുണ്ടല്ലോ, ഞാൻ എങ്ങനെ ആരാധിക്കാതിരിക്കും, എങ്ങനെ എനിക്കിത് ചെയ്യാതിരിക്കാൻ പറ്റും, എന്ത് ആരാധിക്കാതിരിക്കാൻ പറ്റും? ആരെ? അല്ലദീ ഫതറനി, എന്നെ സൃഷ്ടിച്ചവനെ, വഇലൈഹി തുർജഊൻ, നിങ്ങളൊക്കെ അവങ്കിലേക്കാണ് മടക്കപ്പെടുകയും ചെയ്യുന്നത്. എനിക്കത് ചിന്തിക്കാനേ പറ്റുന്നില്ല എന്ന് അയാൾ പറയുന്നത്. ഞാൻ എങ്ങനെ അള്ളാഹനെ ആരാധിക്കാതിരിക്കും? 2 കാരണം. 1, അവനാണ് എന്നെ സൃഷ്ടിച്ചത്. 2, നിങ്ങളൊക്കെയും മടക്കപ്പെടുന്നത് ആ റബ്ബിലേക്കാണ്. അടുത്ത ആയത്ത് കൂടി, അത്തഹിദു, ഞാൻ സ്വീകരിക്കുകയോ, മിൻ ദൂനിഹി, അവന് പുറമെ, ആലിഹ, ആരാധ്യന്മാരെ, ഈ യുരിദിന റഹ്മാൻ, കാരുണ്യവാൻ ഉദ്ദേശിച്ചാൽ, ബിദുരിൻ,
യുരിദിനി എനിക്ക് ഉദ്ദേശിച്ചാൽ കാരുണ്യവാൻ ബിദുറിൻ എന്തെങ്കിലും ദുർറ് ഉപദ്രവം ദ്രോഹം ഉദ്ദേശിച്ചാൽ ലാ തുഗ്നിയന്നി പ്രയോജനപ്പെടുകയേയില്ല ശഫാഅത്തുഹും ഈ ആരാധ്യന്മാരുടെ ശുപാർശ യാതൊരു ഉപകാരവും ചെയ്യില്ല വലാ യുൻഖിദൂൻ അവരെന്നെ രക്ഷിക്കുകയുമില്ല. ഞാൻ എങ്ങനെ എന്നെ സൃഷ്ടിച്ച നമ്മളൊക്കെയും തിരിച്ചു ചെല്ലേണ്ട റബ്ബിനെ ആരാധിക്കാതിരിക്കും? ഞാൻ ആ റബ്ബിന് പുറമെ വേറെ ആരാധ്യന്മാരെ സ്വീകരിക്കുകയോ? എന്റെ റബ്ബ് എനിക്ക് എന്തെങ്കിലും ദ്രോഹം ഉദ്ദേശിച്ചാൽ ഈ പറയുന്നവരുടെ ഒരുത്തന്റെയും ഒരു ശുപാർശ കൊണ്ടും ഒരു ഉപകാരവും കിട്ടില്ല, അവർക്കുമൊന്നും എന്നെ കാക്കാനും പറ്റില്ല, രക്ഷിക്കാനും പറ്റില്ല എന്നയാൾ പറഞ്ഞു. ആ ആയത്ത് പഠിച്ചു വെക്കണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. നമുക്ക് എന്താ വെച്ചാൽ ഖുർആനിലെ എല്ലാ ആയത്തും പഠിക്കേണ്ടത് തന്നെ. ചില ആയത്തുകൾ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യുന്ന എന്തിനാന്ന് പറഞ്ഞാൽ ആ ആയത്തുകളുടെ ആശയത്തിന് നമ്മുടെ ജീവിതവും കാലഘട്ടവുമായി ബന്ധമുള്ളതാണ്. കുറെ കൂടി എന്താണ് അവിടുത്തെ പ്രത്യേകതകൾ? ആലിഹത്ത് എന്ന വാക്കിനെയാണ് ശ്രദ്ധിക്കേണ്ടത്. ആലിഹത്ത് എന്ന വാക്ക് ഇലാഹ് എന്ന വാക്കിന്റെ ബഹുവചനമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇലാഹ് എന്ന വാക്ക് നമുക്ക് മറക്കാൻ പറ്റാത്ത വാക്കാ. കാരണം നമ്മൾ അതാണ്, അത് പഠിച്ചവരാ. ലാ ഇലാഹ ഇല്ലല്ല പഠിച്ചവരാ. അല്ല മാത്രമാണ് ഇലാഹ് എന്ന് പഠിക്കുകയും അതിനുവേണ്ടി ജീവിക്കുകയും ചെയ്തവരാണ് നമ്മൾ. അപ്പൊ ഇലാഹ് എന്നുള്ള വാക്കിന്റെ അർത്ഥം സാധാരണ നമ്മൾ മലയാളം പറയാറ് ആരാധ്യൻ, ആരാധിക്കപ്പെടുന്നവെന്നാണ്. ഇന്ന് ഏത് മുസ്ലിമായ മനുഷ്യനോടും ചോദിച്ചു നോക്കൂ, നിനക്ക് എത്ര ഇലാഹുണ്ട്? ഒരൊറ്റ ഇലാഹേ ഉള്ളൂ എന്നവർ സമ്മതിക്കും. പൊതുവെ ഇലാഹുകൾ കൂടുതലുണ്ടെന്ന് മുസ്ലിങ്ങൾ പറയാൻ മെനക്കെട്ടിട്ടില്ല. അള്ള സഹായിച്ചിട്ട് എല്ലാവരും ഇലാഹ് ഒന്നേ ഉള്ളൂ എന്ന് പറയും. ഒരൊറ്റ ആരാധനയുള്ളൂ, അതും അള്ള മാത്രമാണ്. എന്നാലോ നിങ്ങൾക്കറിയാം, നമ്മുടെ സമൂഹത്തിലെ നല്ലൊരു വിഭാഗം ആളുകൾ അള്ളാഹു അല്ലാതെ മരിച്ചുപോയ മഹാന്മാരായ ആളുകളോട് പിന്നെ തേടുകയും നേർച്ച വഴിപാടുകൾ നടത്തുകയും അവരോട് സഹായാഭ്യർത്ഥന നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത് ചെയ്യുമ്പോൾ അവരുടെ വിചാരം എന്താണ്? അവരുടെ മനസ്സിലിരിപ്പ് എന്താണ്? ഈ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന മശായിഖന്മാരും ഔലിയാക്കന്മാരും ഒക്കെ സ്വന്തമായി എന്തെങ്കിലും കഴിവുള്ളവരാണ്, സിദ്ധിയുള്ളവരാണെന്നാണോ? ഏയ്, അങ്ങനെയൊന്നും അവർ കരുതുന്നില്ല. പിന്നെ എന്താണ്? അവർ ഈ കാര്യം അള്ളാഹിനോട് ശുപാർശ പറഞ്ഞ് നേടിത്തരും. ഇതാണ് അവരുടെ ചിന്തയുടെ പ്രധാന ഭാഗം. ശരിയല്ല ഞാൻ ഈ പറയുന്നത്? ഏതൊരു മുസ്ലിമിനോട് ചോദിച്ചു നോക്കൂ, വിളിച്ചു തേടുന്ന പ്രാർത്ഥിക്കുന്നവനോട്, ഞാനൊരിക്കലും അയാൾ അള്ളയാണെന്ന് വിളിച്ചിട്ടും തേടിയിട്ടൊന്നുമില്ല, റബ്ബാന്ന് വിചാരിച്ചിട്ടും സൃഷ്ടാവാന്ന് വിചാരിച്ചിട്ടും കഴിവുണ്ടെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. ഞാൻ മാക്സിമം എത്രേ വിചാരമുള്ളൂ. എന്തെന്നറിയോ? അള്ള അവർക്ക് കൊടുത്ത കഴിവിനാൽ ഞാൻ ഈ വിളിക്കുന്നവർ കേൾക്കും. കേട്ടിട്ട് അവരത് അള്ളഹാനോട് ശുപാർശ പറഞ്ഞ് ശരിയാക്കി തരും. അപ്പൊ അള്ളാന്റെ പക്കൽ ശുപാർശ പറഞ്ഞ് ശരിയാക്കി തരുമെന്ന് ആരെക്കുറിച്ച് കരുതുന്നുവോ അവൻ ഇലാഹാണ് എന്നാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത്. ശ്രദ്ധിച്ചോ നിങ്ങള്? ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്നോ ശക്തിയിൽ നിന്നോ അയാൾ ശുപാർശ പറഞ്ഞ് ജീവിച്ചിരിക്കുന്ന വ്യക്തിയോട് നേർക്ക് നേരെ പറഞ്ഞ അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞല്ല. അയാൾ മരിച്ചുപോയ ഒരു മഹാൻ, അയാളോട് നമ്മൾ പ്രാർത്ഥിക്കുകയോ ആവശ്യപ്പെടുകയോ ചെയ്യുമ്പോൾ നമ്മളെ മനസ്സിലിരിപ്പ് അയാൾ അള്ളാഹിനോട് ശഫാഅത്ത് പറഞ്ഞ് ശരിയാക്കി തരുമെന്നാണെങ്കിൽ ആരിൽ നിന്നും നമ്മൾ ഈ തരത്തിൽ ശഫാഅത്ത് പ്രതീക്ഷിക്കുന്നുവോ അവൻ ഖുർആന്റെ ഭാഷത്തിൽ, ഖുർആന്റെ വീക്ഷണത്തിൽ അവൻ ഇലാഹാണ്. എങ്ങനെ മനസ്സിലായെന്നറിയോ? ഈ ആയത്തിന്റെ കൂടെ നോക്ക്. അത്തരിതു മിൻ ദൂനിഹി ആലിഹത്തൻ എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ പുറമെ ഞാൻ ഇലാഹുകളെ സ്വീകരിക്കുകയോ എന്ന് പറഞ്ഞിട്ട് തൊട്ട പിന്നാലെ അയാൾ പറയുന്ന വാക്ക് ശ്രദ്ധിക്ക്. ഈ യുരിദിന് റഹ്മാൻ, പടച്ചവൻ എനിക്ക് ഉദ്ദേശിച്ചാൽ ബിലുറിൻ, എന്തെങ്കിലും ലുർ ഉദ്ദേശിച്ചാൽ, എനിക്ക് എന്ന് ഞാൻ അർത്ഥം പറഞ്ഞത് യുരിദിനീനാണ് ആ വാക്ക് ശരിക്ക്. അത് ഖുർആന്റെ പ്രയോഗത്തിൽ യുരിദിനി എന്നായി വരും. തെറ്റല്ലാത്ത പ്രയോഗമാണ്. ഖുർആനിൽ തെറ്റ് പറയേണ്ടവരല്ലോ നമ്മൾ, ഭാഷാപരമായി ശരിയാണത്. യുരിദിനി എനിക്ക് ഉദ്ദേശിച്ചാൽ, റഹ്മാൻ അള്ളാഹ്. എന്തുദ്ദേശിച്ചാൽ ബിലുറിൻ, ഒരു ഉപദ്രവം ഉദ്ദേശിച്ചാൽ, ലാ തോനി അന്നീ ശഫായത്തുഹും ചെയ്യ, അവരുടെ ശഫായത്ത്. ആരുടെ? മുകളിൽ പറഞ്ഞ ആ ആലിഹത്തിന്റെ ശഫായത്ത്. അപ്പൊ ഇവർ പറയുന്ന ആലിഹത്ത് ആരാണ്? റഹ്മാനായ റബ്ബ് വേറെയുണ്ട്. പിന്നെ ഇവരെന്തേ പ്രതീക്ഷിക്കുന്നുള്ളൂ? ഈ ആലിഹത്തിൽ നിന്ന് ശഫായത്ത് മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ. ശഫായത്തുഹും, അവരുടെ ആ ആലിഹത്തിന്റെ ശഫായത്ത്. ലാ തോനി അന്നീ ശഫായത്തുഹും ചെയ്യ, അവരുടെ ശുപാർശ എനിക്കൊരു ഉപകാരവും ചെയ്യില്ല. ആരുടെ ശുപാർശ? ആ ആലിഹത്തിന്റെ ശുപാർശ. അപ്പൊ അവർ ആലിഹത്താണെന്ന് കണക്കാക്കപ്പെട്ടത് എന്തുകൊണ്ടാ? അവരിൽ നിന്ന് ഇവർ ശുപാർശ പ്രതീക്ഷിച്ചു എന്നതുകൊണ്ടാണ്. അല്ലാതെ അള്ളാനെ പോലത്തെ അതേ തുല്യശക്തിയുള്ള കുറെ റബ്ബുകളെ അവർ കണക്കാക്കിയത് കൊണ്ടല്ല ആലിഹത്തെന്ന് വിശേഷിപ്പിച്ചത്. ഇതിവിടെ മാത്രമല്ല, ഖുർആനിലൂടെ അങ്ങനെ കടന്നു പോകുമ്പോൾ ഖുർആൻ ഇലാഹ് എന്ന് ഉപയോഗിച്ച സ്ഥലങ്ങൾ, ആലിഹത്ത് എന്ന് ഉപയോഗിച്ച സ്ഥലങ്ങൾ പരിശോധിച്ചാൽ അറിയാം,
ആരോടാണ് ഈ അർത്ഥത്തിലുള്ള ഒരു മനോഭാവം ഉണ്ടാകുന്നത്? അതിന് ഖുർആന്റെ ഭാഷയിൽ ഇലാഹ ആലിഹത്ത് എന്ന് പറയും. നമ്മളത് വിചാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതായി മാറുന്നു എന്നുള്ളതാണ് അതിന്റെ സത്യം. അതുകൊണ്ട് സ്വമേധയാ ഇവർക്കാർക്കും കഴിവില്ല. അള്ളാഹുവിന്റെ പക്കൽ ശുപാർശ പറഞ്ഞ് ചെയ്യാനുള്ള കഴിവും ഇവർക്കാർക്കുമില്ല. അതുണ്ടെങ്കിൽ ഏറ്റവും അത് ലഭിക്കേണ്ടത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. അതുണ്ടെങ്കിൽ അതിൽ ചെയ്യേണ്ട ഏറ്റവും മഹാന്മാരായ ആളുകൾ നബിയുടെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ അടക്കം നബിയുടെ ബാക്കി വേണ്ടപ്പെട്ട ആൾക്കാരാണ്. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറമാടിയത് നബിയുടെ വീട്ടിലാണ്, ആയിഷ റളിയല്ലാഹുവിന്റെ വീട്ടിലാണ് മറമാടിയത്. ആ വീട്ടിന്റെ ഒരു ചുമരിപ്പുറമാണ് ആയിഷ റളിയല്ലാഹു അൻഹ മരിക്കുവോളം ജീവിക്കുന്നത്, താമസിക്കുന്നത്. സംഭവത്താൽ പലപ്പോഴായി ആയിഷ റളിയല്ലാഹു അൻഹ രാഷ്ട്രീയമായ വലിയ പ്രശ്നങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് അവർ പല സമയത്തും. നിങ്ങൾക്കറിയാം, ഒരു ഭാഗത്ത് ആയിഷ റളിയല്ലാഹു അൻഹയും സഹാബികളും താബിഈങ്ങളും, അപ്പുറത്ത് അലിയും റളിയല്ലാഹു അൻഹുവും സഹാബികളും താബിഈകളുമായി ജമൽ യുദ്ധം നടന്നിട്ടുണ്ട്. ഒരു യുദ്ധം, ആളുകൾ നമ്മുടെ ആരുടെങ്കിലും ഒരാളെ മുന്നിൽ നിന്ന് കുറെ മുസ്ലിങ്ങൾ, അപ്പുറത്തെ ഒരു നേതാവിന്റെ മുന്നിൽ നിന്ന്, മുസ്ലിമായ നേതാവിന്റെ മുന്നിൽ നിന്ന് കുറെ മുസ്ലിങ്ങൾ തമ്മിലുണ്ടാകുന്ന ഒരു യുദ്ധം എത്രത്തോളം വേദനാജനകം ആലോചിച്ച് നോക്കൂ. അതുണ്ടാക്കുന്ന മാനസിക സംഘർഷവും പ്രയാസവും എത്രത്തോളം ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ആ പ്രയാസം രണ്ടുപേരും അനുഭവിച്ചിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹു അനുഭവിച്ചിട്ടുണ്ട്, ആയിഷ റളിയല്ലാഹു അൻഹ അനുഭവിച്ചിട്ടുണ്ട്. രണ്ടുപേർക്കും ഒരു മനസ്താപം തോന്നിയിട്ടുണ്ട്. ഇതിൽ ആരുടെ ഭാഗത്ത് ശരി തെറ്റെന്ന് സാധാരണ നമ്മളൊക്കെ ചെയ്യാറും, നമ്മളെക്കാൾ ഇതിൽ വിവരമുള്ളവർ എഴുതി പറഞ്ഞു വെച്ച ഫത്വയും നമ്മളൊരു വിധി പറയാൻ പോകണ്ട, അവരിൽ ആര് ശരി തെറ്റ് എന്ന് പറയണ്ട. അവരെല്ലാവരും നബിയുടെ സഹാബിമാരും മറ്റുമൊക്കെ ആണല്ലോ. അതുകൊണ്ട് വല്ല അബദ്ധങ്ങളും ആരുടെയെങ്കിലും ഭാഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ റബ്ബ് അവർക്ക് പുറത്തു കൊടുത്തിട്ടുണ്ടാവും, കൊടുക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും നല്ലത് വിചാരിക്കുകയും ചെയ്യാം. ഞാൻ പറഞ്ഞത് ആയിഷ റളിയല്ലാഹു അൻഹ എന്ന അവരുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന മനോവിഷമത്തിന്റെ രംഗമാണ്. പക്ഷെ ആ രംഗം മുഴുവൻ നമ്മൾ വായിച്ചു വരുമ്പോൾ പോലും ഒരിടത്ത് പോലും ആയിഷ റളിയല്ലാഹു അൻഹ തൊട്ടപ്പുറത്തെ മുറിയിലേക്ക് ചൂണ്ടിയിട്ട് എന്റെ ഭർത്താവല്ല നിങ്ങൾ ഇവിടെ കിടക്കുന്നതല്ലേ, നിങ്ങൾ ഇതൊക്കെ കാണുകയും അറിയുകയും ചെയ്യുന്നില്ലേ, എനിക്കൊരു വഴി പറഞ്ഞു തരൂ, നിങ്ങൾ എന്ത് ചെയ്യണമെന്ന്, നിങ്ങൾ എനിക്കൊരു മാർഗം പറഞ്ഞു തരൂ, എനിക്കൊരു വിജയം തരൂ നിങ്ങൾ എന്ന് പറയുന്ന ഒരു സന്ദർഭം പോലുമില്ല. ഒരു സന്ദർഭമുണ്ടെന്നൊരു കഥ പോലും ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല. ഇനി പറഞ്ഞുണ്ടാക്കിയിട്ട് വേണം, ഇതുവരെ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ കഴിവുണ്ടെങ്കിൽ സ്വമേധയായോ അള്ളാഹിനോട് ശുപാർശ പറഞ്ഞിട്ടോ ചെയ്യാൻ പറ്റുമെങ്കിൽ നബി അത് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് ആർക്കാന്നറിയോ? ആയിഷ റളിയല്ലാഹു അൻഹ. കാരണം അത്രയ്ക്ക് സ്നേഹമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവരെ. അവരുടെ ആ പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള താല്പര്യത്തിന് നബി പലപ്പോഴും പ്രകീർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ തന്റെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ഇത്തരം സംഭവം ഉണ്ടായിട്ട് സ്വമേധയാ നബി ഒന്നും ചെയ്തില്ല, ചെയ്യൂല, നമുക്കറിയാം. ഇനി ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് പറയാൻ തോന്നാഞ്ഞത് എന്തേ? ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് കിട്ടിയ പാഠം അത് നടക്കില്ല, അള്ളാഹിനോടാണ് പറയേണ്ടതെന്ന്. വർഷങ്ങൾ കുറച്ച് കഴിയുമ്പോൾ നബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരക്കുട്ടികളിലെ ഒരു പേരക്കുട്ടി ഹുസൈൻ റളിയല്ലാഹു അൻഹു നിത്യവും രാവിലെയും വൈകുന്നേരം ആ വീട്ടിൽ പോവാറുണ്ട്. ആ കുട്ടികളെ കൊഞ്ചിക്കാറുണ്ട്. ആ കുട്ടികൾക്ക് വേണ്ടി പിന്നെ നമ്മൾ കളിക്കുന്ന മാതിരി ഇങ്ങനെ മുട്ടുകുത്തി കടന്നു കൊടുക്കും. എന്നിട്ട് ആ കുട്ടികളോട് പുറത്ത് കയറിയിരിക്കാൻ പറയും. എന്നിട്ട് ആ കുട്ടികളെ പുറത്ത് കയറ്റി ഇരുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നടക്കും. കുട്ടികൾ പുറത്തിരുന്നിട്ട് ഇങ്ങനെ ആർത്തട്ട് ചിരിക്കും രസകരമായിട്ട്. ഇതൊക്കെയാണ് ഉപ്പാപ്പ. ആ ഹുസൈൻ റളിയല്ലാഹു അൻഹു അധിക ദൂരല്ല. മക്ക, മദീന, കർബല എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ നിന്ന് ചിന്തിക്കുമ്പോഴാണ് കർബല, മദീന ദൂരം പോലെ തോന്നുക. മദീന അറേബ്യ, ഇറാഖ് തൊട്ടടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളാണ്. അടുത്താണ് കർബലയൊക്കെ ഉള്ളത്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരക്കുട്ടിയും ഒരു കുടുംബവും ബാക്കിയെല്ലാം കൂടി വെള്ളം കിട്ടാതെ വളരെ ദാരുണമായ വിധത്തിൽ കൊല ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. സ്വമേധയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും ചെയ്തിട്ടില്ല അവരെ രക്ഷിക്കാൻ വേണ്ടി. തീർന്നില്ല. ഇവരാരെങ്കിലും ആ സമയങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ അരികത്ത് പോയിട്ട് പ്രവാചകരെ, നിങ്ങൾ ഉപ്പാപ്പയല്ലേ, അല്ലെങ്കിൽ ഞങ്ങളെ കുടുംബത്തിന്റെ നേതാവല്ലേ, നിങ്ങൾ എന്താ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കാത്തത്, നിങ്ങൾ അഹ്ലു ബൈത്തല്ലേ ഈ നശിപ്പിക്കപ്പെടുന്നു എന്ന് പറയുന്ന ഒരു സന്ദർഭം പോലും ഉണ്ടായിട്ടില്ല, ഒരു കഥ പോലും പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പൊ ആ നിലക്ക് ആ കാര്യം മനസ്സിലാക്കാൻ ശ്രമിച്ച എളുപ്പമാണ്. എന്താ കിട്ടിയ പാഠം? ഇലാഹ ആക്കിയിട്ടില്ലല്ലോ, ഇലാഹ അല്ല മാത്രമാണ്. പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ചില ശുപാർശയൊക്കെ ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് അത്രയുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം രക്ഷപ്പെടില്ല എന്നും ഇവിടെ അള്ളാഹു ആലിഹത്തെന്ന് ഉപയോഗിച്ചത് ശഫാഅത്തിന് കഴിവുള്ള ആളുകളെ സംബന്ധിച്ചാണെന്നും തിരിച്ചറിയാം. ഓക്കെ, ബാക്കി ഭാഗം. ഇന്നി ഇദൻ ലഫീ ലലാലിൻ മുബീൻ. ഇന്നി, അയാൾ പറയാണ്, ഇന്നി തീർച്ചയായും ഞാൻ ഇദൻ എങ്കിൽ ലഫീ ലലാലിൻ വഴികേടിലാണ്, മുബീൻ വ്യക്തമായ. അങ്ങനെ ഞാൻ ചെയ്താൽ, ഇവർക്കൊക്കെ ശുപാർശക്ക് അധികാരമുണ്ടെന്ന് ഞാൻ കരുതിയാൽ ഞാൻ വലിയ ദുർമാർഗിയായി തീരും എന്നും അയാൾ പറഞ്ഞു.
എന്നിട്ട് അയാളെ തുടരാണ് സംസാരം. ഇന്നി തീർച്ചയായും ഞാൻ ആമൻതു ബി റബ്ബിക്കും നിങ്ങളെ നാഥനിൽ വിശ്വസിച്ചവനാണ്. ഫസ്മഊനി എന്ന് പറഞ്ഞാൽ ഫസ്മഊനി നിങ്ങൾ എന്നെ കേൾക്കുക, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുക എന്നാൽ പറഞ്ഞു. നിങ്ങളുടെ നാഥനെ, നിങ്ങളുടെ എല്ലാവരുടെയും നാഥനായ റബ്ബിനെയാണ് ഞാൻ വിശ്വസിച്ചത്, നിങ്ങൾ എന്റെ ഉപദേശം ഒന്ന് കേൾക്കുക എന്നയാൾ പറഞ്ഞു നോക്കി. എന്നിട്ട് എന്തുണ്ടായെന്ന് പിന്നെ ഖുർആൻ പറഞ്ഞ ഖീല പറയപ്പെട്ടു, ഖീല ദുഖുലിൽ ജന്ന സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് പറയപ്പെട്ടു അദ്ദേഹത്തോട്. ആ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാകുന്നത് അദ്ദേഹത്തെ ആളുകൾ കൊന്നു എന്നും അദ്ദേഹം ഷഹീദായി മാറിയെന്നും ആ ഷഹീദുകൾക്ക് ലഭിക്കപ്പെടുന്ന സ്വർഗീയ ജീവിതത്തിൽ ആ മനുഷ്യനോട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ വേണ്ടി അള്ളാഹു മലക്കുകളിലൂടെ അറിയിക്കുകയും ചെയ്തു എന്നാണ്. അത്രേ ഖുർആൻ പറഞ്ഞത്. ഖീല അദ്ദേഹത്തോട് പറയപ്പെട്ടു, ഖീല ദുഖുലിൽ ജന്ന സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് അയാളോട് പറയപ്പെട്ടു. അപ്പൊ ആ ആളുകൾ ഇയാളുടെ ഉപദേശം സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല അയാളെ കൊല്ലുകയും ചെയ്തു, അയാൾ ഷഹീദായി. കാല അപ്പൊ അയാൾ പറഞ്ഞു, യാ ലൈത്ത ഖൗമി യഅലമൂൻ എന്റെ ജനങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ലൈത്ത എന്ന വാക്ക് അറബിയിൽ ഉപയോഗിക്കാറ് നടക്കാത്ത ആശകൾ പറയാനാണ്. ഒരിക്കലും സംഭവിക്കാത്ത ആശകൾ, ആഗ്രഹങ്ങൾ പറയല്ലോ, ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, അതിനാണ് യാ ലൈത്ത പറയാം. ആ കുട്ടിക്കാരൊന്ന് വന്നിട്ട് കിട്ടിയെങ്കിൽ എന്നൊക്കെ പറയില്ലേ, അതിനാണ് ലൈത്ത പറയാം. യാ ലൈത്ത എന്ന് ഉപയോഗിക്കലും അതേ പ്രയോഗമാണ്, നന്നായിരുന്നേനെ എന്നുള്ള അർത്ഥം. യാ ലൈത്ത ഖൗമി യഅലമൂൻ എന്റെ ജനങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എന്ത്? ബിമാ ഗഫറ ലി എനിക്ക് പുറത്തു തന്നു എന്നത്, റബ്ബി എന്റെ നാഥൻ, വജഅലനി എന്നെ ആക്കിയിരിക്കുന്നു അവൻ, മിനൽ മുക്റമീൻ ആദരിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലാക്കിയിരിക്കുന്നു എന്ന വിവരവും എന്റെ ജനങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ എന്നയാൾ ആശിച്ചുപോയി. ഈ ഷഹീദായി വന്ന മനുഷ്യൻ എനിക്ക് ലഭിച്ച സുഖസൗകര്യങ്ങളും എന്നോട് എന്റെ തെറ്റുകൾ സകലവും എന്റെ റബ്ബ് പുറത്തു തന്നിരിക്കുന്ന ആ മഹാഭാഗ്യത്തെക്കുറിച്ചും എന്റെ ജനങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് അയാൾ പ്രതീക്ഷിക്കുകയും ചെയ്തു, ആശിക്കുകയും ചെയ്തു. അത് അയാൾക്ക് ഇവിടെ വന്ന് പറയാൻ കഴിയാത്തൊരു കാര്യമാണ്. അതാണ് അള്ളാഹ് വിവരം ഖുർആനിലൂടെ അറിയിച്ചു തരികയും ചെയ്തു. അപ്പൊ എന്തായി? ഇനി ബാക്കി ആ 3 നബിമാർക്ക് എന്ത് സംഭവിച്ചു അതിനെപ്പറ്റി ഖുർആൻ വിശദീകരിക്കുന്നില്ല. എന്നാൽ തുടരെ ആ സമൂഹത്തിന് എന്ത് സംഭവിച്ചു അത് ഖുർആൻ താഴെയുള്ള ആയത്തുകളിൽ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ നൽകുന്ന പാഠം എന്താണെന്നറിയോ? ഷഹീദുകൾക്ക് കഴിഞ്ഞുപോയ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുന്നു എന്നാണ് ഹദീസിലുള്ള സന്തോഷ വാർത്ത, ഷഹീദായി മാറുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെയാണ് ഷഹീദാവാൻ കൊതിക്കുന്ന ആളുകൾക്ക് ആ തരത്തിലുള്ള സന്തോഷം അവർ അനുഭവിക്കുകയും ചെയ്യുന്നു. ആത്മാർത്ഥമായത് വിശ്വസിച്ച ആളുകൾക്ക് ഒരിക്കലും ഒരു വേവലാതി തോന്നാറില്ല, അവർ സന്തോഷത്തോടെ തന്നെയാണ് നിൽക്കാറുള്ളത്. ഇദ്ദേഹത്തിന് കിട്ടിയത് തന്നെയാണ് ജീവിതത്തിലെ തന്റെ സകലമാന തെറ്റുകളും അള്ള പുറത്തു കൊടുത്തു എന്ന സന്തോഷ വാർത്ത അറിയിച്ചു. ഇയാളിപ്പോ ഇവിടെ ഉണ്ടായതെന്താ? ഒരു സത്യം തുറന്നു പറഞ്ഞു, ഈ നബിയെ പിൻപറ്റുക എന്ന സത്യം. അതിന്റെ പേരിൽ അയാൾക്ക് നഷ്ടപ്പെട്ടത് ജീവനാണ്. നമുക്ക് ജീവനൊന്നും നഷ്ടപ്പെടാൻ സാധ്യതയില്ല സാധാരണഗതിയിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവഹേളിക്കുമ്പോ, ഖുർആൻ അവഹേളിക്കുമ്പോ, ഇസ്ലാമിന്റെ ഒരു ആചാരത്തെ അവഹേളിക്കുമ്പോ, അള്ളാഹുവിനെ പുലഭ്യം പറയുമ്പോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തിത്വത്തെ തേജോബദ്ധം ചെയ്യുമ്പോഴേ അത് പറയുന്നത് ആരാ നോക്കേണ്ടതില്ല, അതിനെതിരെ പറയാൻ കൽപ്പിക്കപ്പെട്ട ആളുകളാണ് നമ്മള്. ഞാനെന്ത് പറയാനാ, ഞാനിങ്ങ് പോന്നൂന്നല്ല. നമ്മളതാ പലപ്പോഴും ആയിത്തീരുന്നു ഒരുതരം വല്ലാത്ത ഭീരുത്വം. എന്താണ് നിങ്ങളൊക്കെ ഭീരുക്കൾ എന്ന് വിളിക്കല്ല, ഞാൻ തെറ്റിദ്ധരിക്കണ്ട, അറിയാം. പക്ഷെ പലപ്പോഴും നമ്മുടെ സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള ചിത്രമാണ് ഈ പറയുന്നത്. ഉമ്മ പറയും, നീ മാത്രമേ ഉള്ളൂ ഈ സമൂഹത്തിൽ അത് പറയാൻ. ഭാര്യ പറയും, നിങ്ങൾ മാത്രമേ ഈ സമൂഹത്തിലും, നിങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ, നിങ്ങളൊന്നായിട്ടല്ലേ പറഞ്ഞത്, നിങ്ങൾക്കെന്താ? നബിയെ പറഞ്ഞത് നിങ്ങൾക്കെന്താ, നിങ്ങൾ മാത്രമാണോ? അങ്ങനെ എല്ലാ അമ്മമാരും പറഞ്ഞു, എല്ലാ ഭാര്യമാരും പറഞ്ഞപ്പോ ആരും ഇളകിയില്ല. അങ്ങനെ എല്ലാവരും കൂടി മിണ്ടാണ്ടിരുന്നു. പറയാൻ വിചാരിച്ചവൻ പലതും പറയുകയും ചെയ്തു. ചെറിയ ഡോസുകൾ ആദ്യം അവരൊക്കെ പറഞ്ഞു നോക്കിയത്, അന്നേരം മൗനം പാലിച്ചപ്പോ പലരും പിന്നെ അത് പറയലൊരു ശീലമാക്കി മാറ്റി. മരണപ്പെട്ടു പോയ ചില മഹാന്മാരായ നേതാക്കന്മാരെ ഞാൻ മറ്റൊന്നും കൊണ്ടല്ല, അവർ ഈ സമൂഹത്തിന് ചെയ്തൊരു വലിയ ഉപകാരം അതായിരുന്നു. ഒരുത്തനെയും ഈ അർത്ഥത്തിൽ വായ തുറക്കാൻ സമ്മതിക്കാതെ അങ്ങനെ വല്ലവരും പറഞ്ഞെങ്കിൽ അവനത് അർഹിക്കുന്ന വിധത്തിലുള്ള പ്രതികരണം പിറ്റേന്ന് പുലർച്ചയ്ക്ക് തന്നെ നൽകുന്ന കുറെ നല്ല മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അള്ളാഹു അവർക്ക് അനുഗ്രഹം നൽകുമാറാവട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കാനേ പറ്റും. അതുണ്ടാവണം, അത് പിന്തുണക്കാവുന്ന ഒരു സാഹചര്യം നമ്മിലുണ്ടാവണം. നമ്മൾ ആരോടും കയർക്കാനും തല്ലൂടാനും പോകേണ്ടയില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയൊക്കെ അനാവശ്യവും പുലഭ്യവും പറയുന്ന ഒരു സന്ദർഭവും സാഹചര്യവും ഉണ്ടാവുമ്പോൾ അത് കണ്ടില്ല കേട്ടില്ല എന്ന് അടിക്കേണ്ടവരല്ല നമ്മൾ ഇന്ന് തിരിച്ചറിയാം. അതിന്റെ പേരിൽ ഉണ്ടാകുന്ന നഷ്ടം അത് സാരല്ല എന്ന് വിചാരിക്കുക, അള്ള തരുന്നതാണെന്ന് തീരുമാനിച്ചേക്കത്ര തന്നെ. ബാക്കി വമാ അൻസൽന, അള്ളാഹു ആ സംസാരം തന്നെ തുടരാണ്. വമാ അൻസൽന, നാം ഇറക്കിയിട്ടില്ല, അലാ ഖൗമിഹി അദ്ദേഹത്തിന്റെ ജനതയ്ക്കുമേൽ, മിൻ ബഅദിഹി അദ്ദേഹത്തിന്റെ ശേഷം, മിൻ ജുന്ദിൻ ഒരു സൈന്യത്തെയൊന്നും ഇറക്കേണ്ടി വന്നില്ല, മിനസ്സമായി ആകാശത്തു നിന്ന്. ജുന്ദ് സൈന്യം,
വമാ അൻസൽനാ അലാ ഖൗമിഹി മിൻ ബഅദിഹി മിൻ ജുൻദിൻ മിനസ് സമാഇ. അദ്ദേഹം മരണപ്പെട്ടു പോയല്ലോ. അദ്ദേഹത്തിന്റെ ശേഷം അദ്ദേഹത്തിന്റെ ജനതയ്ക്കുമേൽ നാം ആകാശത്തുനിന്നൊരു സൈന്യത്തെയൊന്നും ഇറക്കേണ്ടി വന്നിട്ടില്ല. അല്ല, വമാ കുന്നാ മുൻസിലിൻ, നമ്മളങ്ങനെ ഇറക്കാറുമില്ല. വമാ കുന്നാ മുൻസിലിൻ ഇറക്കുന്നവര്, നമ്മളങ്ങനെ ഇറക്കുന്നവരുമല്ലല്ലോ. നമ്മൾ അങ്ങനെ ചെയ്യാറുമില്ലല്ലോ സാധാരണഗതിയിൽ. പിന്നെ ഇൻകാനത്ത് ഇല്ല സ്വൈഹത്തം വാഹിദ ഫൈദാഹും ഖാബിദൂൻ, ഒരു ഘോര ശബ്ദം മാത്രമേ ഉണ്ടായുള്ളൂ, അപ്പോഴേക്ക് അവരൊക്കെയും കെട്ടടങ്ങി കഴിഞ്ഞിരുന്നു. ഹമദ എന്ന വാക്കിന് അറബിയിൽ അർത്ഥം തീ കെട്ടടങ്ങുന്നതിനാണ് അറബിയിൽ ആ വാക്ക് ഉപയോഗിക്കുക. ഹമദ എന്ന് പറഞ്ഞാൽ കെട്ടടങ്ങി എന്ന വാക്കിനർത്ഥം. ഹാമിദൂൻ എന്ന വാക്കിന് പിന്നെ വേറൊരു അർത്ഥം തരേണ്ടയില്ല. അതിന് അതിന്റെ അർത്ഥം കെട്ടുപോയവർ, കെട്ടടങ്ങിയവര്. ഒരു തീ കെട്ടണയും പോലെ കെട്ടടഞ്ഞവർ, നശിച്ചു എന്നർത്ഥത്തിനാണ് ആർക്കും മനസ്സിലാവുക അർത്ഥം. ഹാമിദൂൻ എന്ന പദത്തിന്റെ അർത്ഥം കെട്ടടങ്ങിയവർ, തീ കെട്ടണങ്ങി അടഞ്ഞുപോയി എന്നർത്ഥത്തിൽ. സ്വൈഹത്ത് എന്ന് പറഞ്ഞാൽ ശബ്ദമാണ്, അതിഭയങ്കര ശബ്ദത്തിനാണ് സ്വൈഹത്ത് പറയാം. അപ്പൊ ഇൻകാനത്ത് ഇല്ല സ്വൈഹത്തം വാഹിദ, ആ എന്ന് പറഞ്ഞാൽ മാ എന്നർത്ഥത്തിന് ഉപയോഗിക്കുന്ന, ഇല്ല എന്നർത്ഥത്തിന് ഉപയോഗിക്കുന്ന വാക്ക്. ഒരു ഘോര ശബ്ദം മാത്രമേ ഉണ്ടായുള്ളൂ. ഇൻകാനത്ത് ഉണ്ടായിരുന്നില്ല, ഇല്ല സ്വൈഹത്തം വാഹിദ ഒരു ഘോര ശബ്ദമല്ലാതെ. ഉണ്ടായിരുന്നില്ല, ഇല്ല സ്വൈഹത്തം വാഹിദ ഒരു ഘോര ശബ്ദമല്ലാതെ, ഒരു ഘോര ശബ്ദം മാത്രമേ ഉണ്ടായുള്ളൂ. ഫൈദാഹും, അപ്പോഴേക്കഥ അവർ ഹാമിദൂൻ എല്ലാവരും കെട്ടടങ്ങിപ്പോയിരുന്നു. യാ ഹസ്രത്തൻ അലൽ ഇബാദ്, ഈ മനുഷ്യന്റെ കാര്യം ഭയങ്കര കഷ്ടം തന്നെ, ദുഃഖകരമാണ്. മാ യതീഹിം മിർ റസൂലിൻ, ഏത് ദൂതൻ അവർക്ക് വന്നാലും ഇല്ല കാനൂ ബിഹി യസ്തഹ്സിഊൻ, ആ ദൂതന്മാരെ അവർ പരിഹസിക്കുന്നു കാണാം. ആ ചർച്ച, ആ കഥയുടെ ആ സംഭവങ്ങൾ ആയത്ത് പറഞ്ഞുകൊണ്ട് അള്ളാഹു അവസാനിപ്പിക്കുന്നു. യാ ഹസ്രത്ത് എന്നൊക്കെ പറഞ്ഞാൽ വല്ലാത്തൊരു കഷ്ടായിപ്പോയി, വല്ലാത്തൊരു ദുഃഖമായിപ്പോയി, പരിതാപകരമായി പോയി എന്നൊക്കെ പറഞ്ഞ് ഉപയോഗിക്കുന്ന വാക്കാണ് യാ ഹസ്രത്ത് എന്നല. യാ ഹസ്രത്ത് എന്നല്ല ഇബാദ്, ഇബാദ് അടിമകള്, മനുഷ്യന്മാര്. ഈ അടിമകളുടെ കാര്യം, ഈ മനുഷ്യന്റെ കാര്യം ഭയങ്കര ദുഃഖകരം തന്നെ, ഭയങ്കര കഷ്ടം തന്നെ, ദുഃഖകരം തന്നെ, പരിതാപകരം തന്നെ. യാ ഹസ്രത്തൻ എന്താണ്? ഇസ്തഹസ എന്ന് പറഞ്ഞാൽ പരിഹസിച്ചുന്ന. മാ യതീഹിം മിർ റസൂലിൻ ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ, ഏത് ദൂതൻ അവർക്ക് വന്നാലും അവർ അദ്ദേഹത്തെ പരിഹസിക്കുന്നു. എന്താ പറഞ്ഞത്? ഒരു വൻ സൈന്യ വ്യൂഹത്തെ, ആ സൈന്യം മലക്കുകളാണ്, ഈ ജനതയെ അള്ളാഹു ശിക്ഷിച്ചു എന്ന് പറയണം അള്ളാഹ്ക്ക്, അതാണ് പഠിപ്പിക്കുന്നത്. പക്ഷെ ഇത് പറയുമ്പോഴും പറയാൻ ഉപയോഗിക്കുന്ന രീതി എന്താണെന്നറിയോ? ആ ജനതയെ നശിപ്പിക്കാൻ എനിക്കത്ര സമയം ബുദ്ധിമുട്ടൊന്നും വേണ്ടി വന്നിട്ടില്ല. ആകാശത്ത് ഒരു കൂട്ടം മലക്കുകളൊന്നായിട്ട് ഇറങ്ങി വന്ന് നശിപ്പിച്ചൊന്നുമില്ല. ഒരു ചെറിയ ശബ്ദം, ഒരു ഘോര ശബ്ദം, അത് മതി ആ സമൂഹം ഒന്നായി നശിച്ചു പോവുകയും ചെയ്തു എന്നാണ്. എന്താണ്? അള്ളാഹുവിന്റെ ഒരു സമൂഹത്തെ ശിക്ഷിക്കുക എന്ന് അള്ളാഹ് ഉദ്ദേശിച്ചാല് അത് അള്ളാഹ്ക്ക് വളരെ എളുപ്പമാണ്. ഈ മനുഷ്യനുണ്ടല്ലോ, അഹങ്കാരിയായ മനുഷ്യൻ, അവൻ മരിച്ചു വീഴാൻ അത്ര നേരമൊന്നും വേണ്ട. സാധാരണ പരിധി കവിഞ്ഞ ലേശൊരു ശബ്ദം കൂട്ടിക്കൊടുത്താൽ മതി, എന്നാൽ തന്നെ ബാലൻസ് തെറ്റി മനുഷ്യൻ വീഴും. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ബാലൻസ് സ്ഥിതി ചെയ്യുന്നത് ഈ ചെവിക്കുള്ളിലുള്ള ഈ ഭാഗത്താണ്. അതുകൊണ്ടാണ് ചെവി അടക്കി തല്ല് കിട്ടിയാൽ മനുഷ്യൻ താഴെ വീഴുന്നത്. എത്ര തടിയുള്ള മനുഷ്യനായാലും ആരോഗ്യവാനായ മനുഷ്യനായാലും ചെവി അടക്കിയിട്ട് ഒരു അടി കൊടുത്താൽ ബാലൻസ് തെറ്റി താഴെ വീഴുന്നത്. ബാലൻസ് ക്രമീകരിക്കുന്ന ഭാഗങ്ങൾ ഈ ചെവിക്കുള്ളിലുള്ള ഈ ചുരുങ്ങിയ ഈ ഭാഗത്താണുള്ളത്. അപ്പൊ ശബ്ദം കടന്നു പോകുന്നതും അവിടെ തന്നെയാണ്. അതുകൊണ്ട് സാധാരണ പരിധിയിൽ കവിഞ്ഞ ശക്തിയുള്ള ഒരു ശബ്ദം മനുഷ്യന് കിട്ടിയാൽ മനുഷ്യന്റെ ബാലൻസ് തെറ്റുക. പിന്നെ ആ വീഴ്ചയിൽ അത് മതിയാവും ചിലപ്പോൾ അവന്റെ അവസാനമാവാൻ. അത്രയുള്ള മനുഷ്യനാണ്. അത് നമ്മൾ കാണാറുണ്ട്. വെറുതെ എന്തെങ്കിലും ചെറിയ ഗ്യാസ് ലൈൻ പൊട്ടിയെന്നോ ഗ്യാസ് പൈപ്പ് പൊട്ടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ ഇത് കേട്ടപ്പോ നമ്മളാൾക്കാർ വെറുതെ ഓടി മരിച്ചിരുന്നു നാട്ടിലൊക്കെ, ഇല്ലേ? പിന്നെ വ്യവസായ മേഖലയിലൊക്കെ ഉണ്ടായ സമയത്ത്. അപ്പോ മനുഷ്യന്റെ ഉള്ളിലെ പേടി അത് അങ്ങനെ വല്ലാത്തൊരു പേടിയാണ്. അത് വരാൻ തുടങ്ങിയാൽ നമുക്കൊക്കെ അറിയുന്ന കാര്യങ്ങളാണിത്. നമ്മൾ വലിപ്പമുണ്ട്, വമ്പന്മാരാണെന്നൊക്കെ പറയുമെങ്കിലും മരണത്തെക്കുറിച്ചുള്ള ഭയവുമുണ്ട്. ശിക്ഷയെ എതിർക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളെക്കുറിച്ചുള്ള അവ്യക്തമായിരിക്കുന്ന ശത്രുക്കളെക്കുറിച്ച് ഭീഷണികളെക്കുറിച്ച് നമ്മൾ വല്ലാതെ പേടിക്കുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് ഖുർആൻ വളരെ നിസ്സാരമായിട്ടാണ് സംസാരിക്കുന്നത്. എനിക്കവരെ ശിക്ഷിക്കാൻ ഒരുപാട് സൈന്യങ്ങളെയൊന്നും ആകാശത്തുനിന്ന് അയക്കേണ്ടി വന്നില്ല. ഒരു ഘോര ശബ്ദമേ ഉണ്ടായുള്ളൂ. അപ്പോഴേക്ക് അവർ മുഴുവൻ കെട്ടടങ്ങുകയും മറ്റും ചെയ്തു തീരുകയും ചെയ്തു.
എന്നിട്ട് അവസാനത്തെ ഒരു വാക്ക്, ഈ മനുഷ്യന്റെ കാര്യം ഭയങ്കര ദുഃഖകരമാണ്. ആലോചിച്ച് നോക്കിയാൽ എന്താ ദുഃഖകരം? ഏത് നബിമാരെ പറഞ്ഞയച്ചാലും അവർ കാണാൻ നബിമാരെ പരിഹസിക്കാൻ മെനക്കെടണം. എന്തിനവർ അതിന് മെനക്കെടണം? അതുകൊണ്ടല്ലേ അവസാനം ശിക്ഷിക്കേണ്ടി വരുന്നത്. ഇവിടെ ഒരു ചോദ്യം ഉത്ഭവിക്കുന്നത്, അള്ളാഹ് നീതിമാനാണല്ലോ, ഈ മനുഷ്യന്മാര് മുഴുവൻ അള്ളാന്റെ സൃഷ്ടികളുമാണല്ലോ. അപ്പൊ നീതിമാനിൽ നീതിമാനായ റബ്ബ് സുബ്ഹാനഹു വ തആല എന്തിനാണ് ഈ ശിക്ഷിക്കുന്നത് ഈ മനുഷ്യനെ? ഇനി അഥവാ അങ്ങനെ അള്ളാഹു ശിക്ഷിക്കുന്നുണ്ടെങ്കിൽ തന്നെ എന്തുകൊണ്ടാണ് അള്ളാഹു എല്ലായ്പ്പോഴും ഈ ശിക്ഷ എടുത്ത് പ്രയോഗിക്കാത്തത്? നാം പല വൃത്തികേടുകളും പിന്നെ നിറഞ്ഞു നിൽക്കുന്നതായി ലോകത്തിന്റെ പല ഭാഗത്തും കാണുന്നു. അവിടെയൊന്നും ഒരു ശിക്ഷയും വരാറില്ല, അതങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു അത്തരം തെറ്റുകൾ. എന്താ ഇതിലുള്ള അവസ്ഥ? ആദ്യം നമ്മൾ തിരിച്ചറിയാം, ആരെ ശിക്ഷിക്കണം, എപ്പോ ശിക്ഷിക്കണം എന്നുള്ളതിന് തീരുമാനം അള്ളാന്റെ കയ്യിലാണ്. അപ്പൊ അതിന്റെ യുക്തിയും അതിന്റെ തത്വവും നമ്മൾ തെരഞ്ഞാൽ കിട്ടൂല. ഒന്ന്. മറ്റൊന്ന്, ഈ സമൂഹത്തിന്, അതായത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷമുള്ള ഈ ജനതയെ ഒന്നായിട്ട് നശിപ്പിക്കരുതെന്നൊരു തേട്ടമുണ്ട് നബിയുടെ. അതാ റഹ്മത്തുൽ ആലമീൻ എന്ന് നബിയെക്കുറിച്ച് പറയുന്ന ആയത്തിന്റെ അർത്ഥവും ലോകത്തിന് അനുഗ്രഹിയാണ്, കാരുണ്യവാനാണെന്ന് പറയുന്ന അർത്ഥം എന്താ പറഞ്ഞാൽ, മുമ്പൊക്കെയുള്ള അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ നബി വരിക, ആ നബി പ്രബോധനം നടത്തുക, ജനങ്ങൾ സ്വീകരിക്കാതെ അവസാനത്തെ ക്ഷമയും തീരുമ്പോ അള്ളാഹ് ആ ജനതയെ ശിക്ഷിപ്പിച്ച് തീർക്കുക, നശിപ്പിക്കുക. ഇങ്ങനെയൊരു സമ്പ്രദായമുണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ചെയ്തിട്ടില്ല. നബി തനിക്ക് കിട്ടിയ സാഹചര്യം ഉണ്ടായപ്പോൾ പോലും പറഞ്ഞത്, നബി ഇനി എന്തിനാ കാത്തിരിക്കുന്നത്? ഇത്രയൊക്കെ ആയിട്ട് സഖീഫ് ഗോത്രക്കാർ വിശ്വസിച്ചില്ലല്ലോ. സഖീഫ് മക്കാ ഫതഹും കഴിഞ്ഞിട്ടാണ് സഖീഫ് ഗോത്രക്കാർ യുദ്ധത്തിന് വരുന്നത്. ഒക്കെ കഴിഞ്ഞ് എല്ലാം നെല്ലൊക്കെ തിരിഞ്ഞാണ്, അക്കംപാത്തിലൊക്കെ തെളിഞ്ഞ ആൾക്കാർക്ക്. ആ സമയത്താണ് അവർക്ക് ദുഷ്ടത ഉണ്ടായിട്ട് അവര് പിന്നെ നബിയെ ആക്രമിക്കാൻ വേണ്ടിയിരുന്നത്. അങ്ങനത്തെ കൊടും ക്രൂരത ചെയ്തപ്പോ സഹാബികൾ ചിലർ പറഞ്ഞു, ഒന്ന് ദ്വാരനോട് നിങ്ങൾക്ക്, ഇനിയിപ്പോ നമ്മൾ ആയുധവും ബുദ്ധിമുട്ടൊക്കെ വേണോ? നിങ്ങൾക്ക് ദ്വാരനോട് പ്രവാചകരെ സഖീഫിനെ നശിപ്പിക്കണമെന്ന് അവർക്ക് ഉറപ്പാണ്. അത് അത്രക്ക് ഉറപ്പാണ് അവർക്ക് നബി പ്രാർത്ഥിച്ചാൽ നടക്കുന്നത്. അതുകൊണ്ട് അവരങ്ങനെ പറഞ്ഞു. കാരണം കുറെ കാലമായി, കുറെ കൊല്ലങ്ങളായി മക്കയടക്കം വിജയിച്ചു കഴിഞ്ഞപ്പോ ഇനി അറേബ്യയുടെ ഭാഗത്തുനിന്നൊരു ശത്രുത അവർ പ്രതീക്ഷിക്കുന്നില്ല, പുറത്തുനിന്നുണ്ടായേക്കാമെങ്കിലും. അന്നേരം നബി പ്രാർത്ഥിച്ചു, ഞാൻ പ്രാർത്ഥിക്കാം, അള്ളാഹു മിഹിദി സഖീഫ്, അള്ളാഹു സഖീഫ് ഗോത്രത്തിൽ നിന്ന് ഹിദായത്ത് നൽകണേ, അവർക്ക് ചിന്തിക്കാൻ പഠിക്കാനുള്ള പേരുണ്ടാക്കി തീർക്കണേ. ഞാന് ജനങ്ങളെ ശപിച്ചൊതുക്കാൻ വേണ്ടി വന്നൊരുത്തനല്ല. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തതും എനിക്കിഷ്ടമില്ലാത്തതും ഒക്കെ ചെയ്യുമ്പോ അവരെ ശപിച്ചും ശിക്ഷിച്ചും തീർക്കാൻ അള്ളാഹിനോട് ദ്വാരക്കാൻ വേണ്ടി വന്നവനല്ല ഞാൻ ആളുകൾക്ക് റഹ്മത്തിന് വേണ്ടി വന്നവനാ. ഞാൻ ഇതിനു വേണ്ടി അല്ലാതെ അപ്പുറം ദ്വാരക്കൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഈ പല ദുഷ്ടതകളും നടന്നു നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കുക, എന്താ അള്ളാഹ് ശിക്ഷ വരാത്തത്? അള്ളാഹ് ശിക്ഷിക്കരുത് ഈ സമൂഹത്തെ നബി ഉപയോഗിക്കുമ്പോ നമ്മൾ മുസ്ലിങ്ങൾ അർത്ഥത്തിനല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മത്താണ്. അവിടെ ശേഷം ഇവിടെ ലോകാവസാനം വരെ വരുന്ന എല്ലാം നബിയുടെ ഉമ്മത്താണ്, ജനതയാണ്, നബിക്ക് അയക്കപ്പെട്ട ജനങ്ങളാണ്. ഈ നബി നമ്മുടെ നബി ഇവരിലേക്ക് അയക്കപ്പെട്ട നബിയാണ്. അപ്പൊ അതുകൊണ്ട് ഒന്നായിട്ട് ശിക്ഷിക്കൂലെന്ന് പറഞ്ഞു. പിന്നെ എന്തിനാണ് അള്ളാഹ് ഈ ശിക്ഷ എങ്ങനെ ഉപയോഗിക്കുന്നത് എപ്പോഴും? അതെന്തിനാന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ ചിലപ്പം വല്ലാണ്ട് പൊറുതി മുട്ടിയിട്ട് ഈ അക്രമികളായ ആളുകളുടെ അഹങ്കാരവും പിന്നെ ദ്രോഹവും പെരുകിയിട്ട് മനുഷ്യന്മാര് മുഴുവൻ നിസ്സഹായരായി തീർന്നിട്ട് അവസാനം മനുഷ്യന്മാര് തമ്മ പറയും, ദൈവം ഒന്ന് ഇടപെട്ടെങ്കിൽ, ദൈവം ഇവരെ കൂടെ തന്നെ ആയിപ്പോയോ എന്നൊക്കെയുള്ള പറയാൻ പാടില്ലാത്ത വാക്കുകൾ, അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനത്തെ വാക്കുകളൊക്കെ മനുഷ്യൻ പറഞ്ഞു പൊറുതി മുട്ടിച്ച്. അതായത് മനുഷ്യനെ കൊണ്ട് ഇവരുടെ ദുഷ്ടതയും ശത്രുതയും അടക്കാൻ മനുഷ്യനെ കൊണ്ട് കഴിയാതെ മനുഷ്യൻ നിസ്സഹായനായി തീരുന്ന സമയം വരാണ്ട് ഫിറോന്റെ കാര്യത്തിൽ സംഭവിച്ചതാ. എല്ലാം കഴിഞ്ഞ ആളുകൾ നാട് വിട്ട് ഓടിപ്പോകുമ്പോ എന്നാ ഒഴിഞ്ഞു പോകട്ടെ എന്നല്ല വിചാരിക്കണം. അത്രയും ദ്രോഹം കാണിച്ചിരുന്ന മനുഷ്യന്മാരോട് ഒരു തലമുറയുടെ ആ മക്കളെ ജീവിക്കാൻ സമ്മതിക്കാതിരിക്കാന്നൊക്കെ പറഞ്ഞാൽ ചില്ലറ ദുഷ്ടമൊന്നുമല്ലല്ലോ. മോനെ കാണാൻ പൂതിണ്ടായിട്ട് മോൻ പ്രസവിച്ച ജീവനോട് കൊണ്ട് തല്ലിക്കൊല്ലാന്ന് പറഞ്ഞാല് അതൊരു ദിവസവും ഒരു വർഷമല്ലല്ലോ, കുറെ വർഷങ്ങൾ അനുഭവിക്കേണ്ടി വന്നൊരു ജനത. ആ ദുഷ്ടത എത്ര കാലം ഫിറോൻ ചെയ്തു എന്നറിയോ? അന്നൊന്നും അള്ളാഹുവനൊന്നും ചെയ്തില്ലല്ലോ. പിന്നെ മൂസാ നബി അലൈഹി സ്വലാം വന്നു, പ്രബോധനം നടത്തി, ഈ ജനങ്ങൾ വിശ്വാസത്തിലേക്ക് വന്നു, പരീക്ഷണങ്ങൾ തുടർന്ന് കൊടുത്തു. അങ്ങനെ കാലം പോവാണ്. 1-2 ദിവസം കൊണ്ടൊന്നും അള്ളാഹ് ശിക്ഷിക്കാനും തീരുമാനമെടുക്കാനും പോയില്ല. എല്ലാം കഴിഞ്ഞ് ഈ ജനങ്ങൾക്കൊരു പാലായനവും നിശ്ചയിച്ചു പോയപ്പം അതിന്റെ പിന്നാലെയും പിടികൂടാൻ വേണ്ടി വന്നപ്പോ എന്നാ പിന്നെ ഇനി കാത്തിരിക്കണ്ടെന്നാണ് അള്ളാഹിന്റെ തീരുമാനം. അവിടെ വെച്ച് അള്ളാഹ് അവസാനിപ്പിച്ചു. അപ്പോഴേക്ക് ഏതാണ്ട് ആളുകളുടെ മനസ്സുകൾ എന്താണെന്നറിയോ, ഇനി ആരെ കൊണ്ട് അവനെ തടയാൻ പറ്റുക, ഇനി ആരെ കൊണ്ട് അവന്റെ ശത്രുത നിർത്താൻ പറ്റുക എന്നൊരു പരുവത്തിലേക്ക് എത്തിച്ചേരുമ്പോഴാണ് ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ സംഭവം പറഞ്ഞത് ഖുർആനിൽ കാണാം. ആ ജനങ്ങൾ, വൃത്തികെട്ട ജനങ്ങൾ, അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്ന മലക്കുകളെ കുട്ടികളാൻ തെറ്റിദ്ധരിച്ചിട്ട് തോന്നിയാസ ചിന്തയുമായി വന്നല്ലോ.
അപ്പൊ അദ്ദേഹം ലൂത്ത് നബിയുടെ നിസ്സഹായ അവസ്ഥ ഖുർആൻ പറയുന്നുണ്ട്. അലൈസ മിൻകും റജുലുർ റഷീദ് എന്നൊരു ചോദ്യമുണ്ട് ഖുർആനിൽ. അദ്ദേഹം ചോദിച്ചു, ഒരു വിവേകമുള്ള മനുഷ്യനെങ്കിൽ ഈ കൂട്ടത്തിൽ ഇല്ലടോ, ഒരു വകതിരിവുള്ള മനുഷ്യനെങ്കിൽ എന്റെ പെമ്മക്കളെ ഞങ്ങൾക്ക് കെട്ടിച്ചു തരടാ. എത്ര നിസ്സഹായമായിട്ടാ സംസാരിക്കുന്ന അദ്ദേഹം. അത് വിഷമിച്ചിട്ടാണെന്ന്. എന്റെ വീട്ടിൽ വന്ന വിരുന്നുകാരെ അവഹേളിക്കല്ലേ, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ പെൺമക്കളെ, എനിക്ക് ഇഷ്ടമല്ല എന്റെ പെൺമക്കളെ നിങ്ങൾക്ക് കെട്ടിച്ചു തരാൻ, അത്ര വൃത്തികെട്ടവരാ നിങ്ങൾ, പോവട്ടെ, നിങ്ങൾ ഇങ്ങനെ കിടന്ന് ചാട്ടിപ്പെടുന്നുവെങ്കിൽ എന്റെ പെൺമക്കളെ നിങ്ങൾക്ക് കെട്ടിച്ചു തരാം, എന്നാലും വേണ്ടില്ല എന്റെ വീട്ടിൽ വന്ന അതിഥികളെ നിങ്ങൾ അപമാനിക്കല്ലേ എന്നെല്ലാം കൂടി പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, അലൈസ മിൻകും റജുലുർ റഷീദ്, ഒരു ബുദ്ധിയില്ല, ഒരു ചിന്തിക്കുന്ന, ഒരു വകതിരിവുള്ള ഒരു മനുഷ്യങ്ങളെ കൂട്ടത്തിലില്ലേ. അപ്പോഴാണ് അവർ പറഞ്ഞത്, ലൂത്ത് താങ്കൾ ഭയപ്പെടണ്ട, അവർക്ക് ഞങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾ നിങ്ങളൊരു പ്രധാന കാര്യം പറയാൻ വേണ്ടി വന്നതാ, പുറപ്പെടണം പ്രഭാതത്തിന് മുമ്പേ, തിരിഞ്ഞു നോക്കരുത് നിങ്ങളാരും, നിങ്ങളും നിങ്ങളെ കുടുംബത്തിൽപ്പെട്ടവരും വിശ്വാസികളും, നിങ്ങളെ ഭാര്യ കൂട്ടണ്ട, ബാക്കിയുള്ളവർ പുറപ്പെട്ടോളൂ, പ്രഭാതം ഇവർക്ക് കാണാൻ കഴിയില്ല, അതിനു മുമ്പേ ശിക്ഷിക്കാൻ ഏൽപ്പിക്കപ്പെട്ടവരാ ഞങ്ങള്. അപ്പൊ എന്താ, ഒരു സമൂഹം ദുഷിച്ചങ്ങ് പോയിട്ട് തോന്നിയാസവും വൃത്തികേടും ചെയ്തിട്ട് അതിൽ ഒരുത്തൻ പോലും ഒരു വകതിരിവുള്ളവനും ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് കണ്ട് എത്തുക, അത്രയ്ക്ക് കണ്ട് വേരുറക്കുക. അത്തരം സമയത്ത് അള്ള എന്ത് ചെയ്യുന്നറിയോ? അള്ളാഹിനെ ശിക്ഷ ഇറക്കും. അപ്പൊ മനുഷ്യന്മാരെന്താ പറയാ, ആശ്വാസപ്പെടാ ചെയ്യും മനുഷ്യന്മാരാവും, ആ ഷർറൊന്ന് ഒഴിഞ്ഞു കിട്ടിയും. അപ്പോ അള്ളാഹുവിന്റെ ശിക്ഷ യഥാർത്ഥത്തില് ശിക്ഷകളല്ല, ശരിക്കതൊരു ആശ്വാസമാണ് മനുഷ്യ സമൂഹത്തിന്. അത് വല്ലാത്തൊരു വാക്കാണ് അങ്ങനെ കേൾക്കുമ്പോൾ. ശിക്ഷ ഒരു ആശ്വാസം, അത് ശിക്ഷ ഒരു ആശ്വാസം പലപ്പോഴും പലരെയും അള്ളാഹ് നിയന്ത്രിച്ച് നിർത്തുന്നത് അതുകൊണ്ടാണ്. മരണവും അതേമാതിരിയാണല്ലോ. എന്താ അങ്ങനെ പറഞ്ഞേ? മരിക്കാതെ ഇങ്ങനെ മനുഷ്യന്മാരെല്ലാരും കൂടി ഇങ്ങനെ ബാക്കിയായുള്ള അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. ആരും മരിക്കുന്നില്ല, കുറച്ചു കാലത്തേക്ക് ഇനി മരണമില്ല, അങ്ങനെ സങ്കല്പിക്കുക. നമ്മളെന്താവുക? വയസ്സന്മാരെ കൊണ്ട് പൊറുതിമുട്ടിയിട്ട്, വേറെ വയസ്സന്മാരല്ല, നമ്മളൊക്കെ തന്നെ, നമ്മളെ കൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടങ്ങറായിട്ട്, ഈ മരിച്ചില്ലടാ, ഇല്ല നിങ്ങളും മരിച്ചില്ലല്ലേ, ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പാപ്പാന്റെ പാപ്പയും ബാക്കിയായാൽ എവിടെ കൊണ്ടുപോയിട്ട് അതിനിരുത്തുക? ആലോചിച്ച് നോക്കൂ നിങ്ങള്. ഇയാള് സ്വയം പറയും, വളരെ വയസ്സായ പല ആൾക്കാരെ നമ്മൾ കാണാൻ ചെല്ലുമ്പോൾ പോലും പറയും, അള്ളാനെ മറുത്ത് പറയല്ല, ഇനിയൊന്നും ചെയ്യാനില്ല ഭൂമിയിൽ, ഇപ്പൊ ഈമാനൊക്കെ നേരെന്ന് തോന്നുന്നുണ്ട്, ബോധമുണ്ട്, നിസ്കാരമുണ്ട്, ഈ ഒരു സമയത്ത് അങ്ങ് പോകാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു. കൊതിക്കാണ് യാത്രക്ക്. അത് സന്തോഷത്തോടെ ഇരിക്കുന്നവര് മരണം വന്നു കിട്ടിയാൽ സന്തോഷമാണ്. കാരണം നാം കാണുന്നു മക്കളും പേരക്കുട്ടികളും ഒക്കെ എവിടേക്കും പോകാൻ വയ്യ, അവർക്ക് അതാക്കാൻ വയ്യ, ഉണ്ടല്ലോ പാപ്പ ഉണ്ടല്ലോ എന്ന് ഇങ്ങനെ പറയുന്നത്, അങ്ങനെ തുറന്ന് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. അത് മനസ്സിലാക്കുന്ന ആൾക്കാർ ബുദ്ധിയോടുകൂടി തന്നെ എല്ലാം മനസ്സിലാവുന്നു. ആൾക്കാർക്കും വിഷമം വെറുപ്പൊന്നുമില്ല, പക്ഷെ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടും ഭാരം പോലെയൊക്കെ ആയി, പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, ഒന്നും ചിന്തിക്കാനുമില്ല. കൂടെയുള്ളവരൊക്കെ പോയി, അതാ പിന്നെ പറയാ, കൂടെയുള്ളവരൊക്കെ പോയി, ഇനി ഞങ്ങൾ കുറച്ച് ആൾക്കാരെ ആ കൂട്ടത്തിൽ ബാക്കിയുള്ളൂ. അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു അവസ്ഥയിൽ മരണം ഒരു അനുഗ്രഹമാണ്, ശിക്ഷയായിട്ട് കാണേണ്ടയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, ഔദുബിക മിന്നൻ ഉറദ്ദയില അറുതലിൽ ഉമർ, വയോവൃദ്ധനാവുന്നതിൽ നിന്ന് റബ്ബെ ഞാൻ നിന്നോട് രക്ഷപ്പെടുന്നു. വയോവൃദ്ധനാവുക, പൂർണ്ണമായി മറ്റുള്ളവരെ ആശ്രയിച്ചിട്ടല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു പ്രായാധിക്യമുണ്ടല്ലോ, അവിടേക്ക് എത്തരുത് റബ്ബെ എന്ന് ആർക്കാനായിരുന്നു സാന്ദർഭികമായി പറഞ്ഞതേയുള്ളൂ. അതേമാതിരി മരണം ഒരു അനുഗ്രഹമാണ് അർത്ഥത്തിൽ. അതുപോലെ ശിക്ഷയും എന്തിനല്ല ശിക്ഷിക്കുന്നു എന്ന് ചോദിച്ചാൽ കൂട്ടരെ അത് ആവശ്യമാണ് എന്നർത്ഥം, അത് ആവശ്യമാണ്. പിന്നെന്താ എപ്പോഴും ചെയ്യാത്തത്? അള്ള ഈ ഭൂമിയിലെ സുഖസൗകര്യങ്ങൾക്ക് ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും കൊടുത്തിട്ടില്ല. പിന്നെ ഇത് മാത്രമല്ലല്ലോ, ഈ ശിക്ഷാരക്ഷയുടെ തീരുമാനങ്ങൾ എടുക്കുന്ന സ്ഥലം, മറ്റൊരു ജീവിതമുണ്ടല്ലോ. അതുകൊണ്ട് കഴിയുന്നിടത്തോളം ദുഷ്ടതകളും ശത്രുതയും പെരുകി അള്ളാഹ്ക്ക് വെറുപ്പുള്ള കാര്യങ്ങൾ ചെയ്തു കൂട്ടട്ടെ, അതിന് മാത്രം ശാശ്വതമായ ശിക്ഷയായിരിക്കുമല്ലോ പിന്നീട് അവർക്ക് ലഭിക്കുന്നത്. ആ അർത്ഥത്തിൽ കാത്തിരിക്കുകയും ചെയ്യാന്നുള്ളതാണ്. അപ്പോ നീതിമാനായ റബ്ബെന്തിനെ ശിക്ഷിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിന്റെ ലക്ഷ്യം ഇതാണെന്ന് മനസ്സിലാക്കുക. അതോടൊപ്പം എന്ത് പറയാറുണ്ടെന്നറിയോ? ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന് നൽകിയ ശിക്ഷയൊക്കെ നൽകിയിട്ട് പറഞ്ഞു, ആ കല്ലുകൾ കൊണ്ട് അവർ എറിഞ്ഞു, അല്ലെ, ചുട്ടുപഴുത്ത കല്ലുകൾ കൊണ്ട് എറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അള്ള പറഞ്ഞു, അത് അക്രമികളിൽ നിന്ന് ആ കല്ലുകൾ ദൂരെയാണ് നിങ്ങൾ കരുതേണ്ടതില്ലട്ടോ, ഏത് നേരത്തും വരാവുന്നതാണ് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ ആ താക്കീത് ഉണ്ടെങ്കിൽ മാത്രമേ മനുഷ്യർക്ക് ഒരു സ്വാഭാവികമായൊരു നിയന്ത്രണം വരുള്ളൂ എന്നുള്ളതാണ് അത് ചെയ്യുന്നത്. മക്കയിലെ മുശ്രിക്കുകളോടാണ് ഖുർആൻ ഈ ആയത്തിലെ സംസാരം. നമ്മളത് ശ്രദ്ധിക്കുക, അള്ളാഹ്ക്കത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് സമൂഹത്തിൽ നടക്കുന്ന തിന്മകളും തെറ്റുകളും ഒന്നും നമുക്ക് ബാധകമല്ല എന്നുള്ള മട്ടിൽ തെക്കുവടക്ക് നടക്കരുത്. അതാണ് നമ്മളുണ്ടായാല്, നമ്മളെന്തിനാ നല്ല ആൾക്കാർ, നമ്മളെന്തിനാ ചിന്തിക്കുന്നത്? അങ്ങനെയല്ല. ശിക്ഷ വരുമ്പോഴേ ഒരു സമൂഹത്തിൽ അത്തരം തെറ്റുകൾക്കും തിന്മകൾക്കും എതിരെ നിൽക്കുന്നവരായ പലപ്പോഴും സമൂഹത്തിൽ ഒരുതരം ഒറ്റപ്പെട്ടവരായി മാറിയെന്ന് വരും.
ഞാൻ പറയുന്ന വാക്കുകൾ മനസ്സിലാകുന്നുണ്ടാവുമല്ലോ. അപ്പൊ നമ്മളെ നാട്ടിലും നമ്മളെ വീട്ടിന്റെയും കുടുംബത്തിന്റെയും വീടുകൾക്കിടയിൽ ഒരു വൃത്തികെട്ട പെണ്ണ് താമസിച്ചുകൂടാ. നമ്മളവിടെ ഒഴിഞ്ഞു പോകാൻ മെനക്കെടല വേണ്ടത്. ആ പെണ്ണോട് താമസിക്കാതെ സാഹചര്യം ഉണ്ടാവുക എന്നുള്ളതാ. പള്ളിയിലേക്ക് പോകുന്ന വഴിയിൽ ഒരു ബാറ് ഒരു തുറക്കുക, സ്കൂളിന്റെ അടുത്ത് ഒരു കള്ളിഷാപ്പ് തുറക്കുക, അതൊക്കെ കണ്ടാലും ഒന്നുമില്ലാന്ന് വിചാരിച്ചിരിക്കേണ്ടവരാ നമ്മള്. അതിനെതിരെ കിട്ടാവുന്നവരൊക്കെ കൂട്ടിപ്പിടിച്ചിട്ട് ഇല്ലാതാക്കാൻ ശ്രമിക്കണോ? അതിന് അള്ളാഹ് അയച്ച ആൾക്കാരാ നമ്മള്. അത് നമ്മൾ പഠിക്കേണ്ടത്. ഇല്ലെങ്കിൽ എന്തിനാ നിങ്ങളത് തലയിടുന്നത്? ഇതാരെങ്കിലും ഇത് പറഞ്ഞില്ലെങ്കിൽ അള്ളാഹ് ശിക്ഷ വരൂടെ. ശിക്ഷ വരുമ്പോ ആ ശിക്ഷയിൽ എല്ലാരും കൂടി പെടുക ചെയ്യുക. ഈ ബോധം ഉണ്ടാക്കി തീർക്കാനാ ഖുർആൻ ഇത് പറഞ്ഞത്. യാ ഹസറത്തൻ ലിൽ ഇബാദ്. അവസാനത്തെ വാക്ക്, മനുഷ്യരുടെ അവസ്ഥ ദുഃഖകരമാണ്. അവർക്ക് എന്ത് നബിമാര് വന്നാലും അവർ അവരെ പരിഹസിക്കുന്നു. നമുക്ക് ഈ ആയത്ത് സമാധാനത്തോടെ ഓതാ. എന്തുകൊണ്ടെന്നറിയോ? നബിമാരില്ല ഇപ്പോഴും, അല്ലേ? നബിയില്ല, പക്ഷെ അള്ളാഹ് കിതാബുണ്ട് ഇവിടെ. ഈ കിതാബിനെ എപ്പോഴും പരിഹസിച്ചിട്ടുണ്ടോ നമ്മള്? പരിഹസിച്ചോ ഈ കിതാബിനെപ്പോഴും എപ്പോഴെങ്കിലും? ഇല്ല, ഉറപ്പാണ്. അൽഹംദുലില്ലാഹ് ഖൈറ്, പരിഹസിച്ചിട്ടില്ല. പക്ഷെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അള്ളാന്റെ കണക്കില്, അള്ളാന്റെ അളവില് ഒരു പരിഹാസമായി തീരും വിധം ഈ ഖുർആനോട് പെരുമാറിയോ? എങ്കിൽ യാ ഹസ്രത്തൻ. നേരെ പറഞ്ഞാലേ ഖുർആനെ ഒരു നിലക്കും പരിഹസിക്കുന്ന, അള്ളാഹ് ബഹുമാനിക്കുകയും ചിഹ്നമാക്കി വെക്കുകയും ചെയ്ത അടയാളങ്ങളാക്കി വെച്ചതിനെയും പരിഹസിക്കുന്ന ഒരു ഭാവവും നമ്മുടെ അടുത്ത് ഉണ്ടായിക്കൂടാ. നമ്മൾ വെറുതെയെങ്കിലും പറയും പിന്നെയും മൊല്ലാക്ക തുടങ്ങി, ഇല്ലേ? ഇതേതായി മൊല്ലാക്കാന്നറിയോ? ബിലാലാണ് റളിയല്ലാഹു അൻഹു, അല്ലേ? അനന്തരാവകാശിയാ. അയാളെ വിളിക്കുന്നത് വേണ്ടപ്പെട്ട കാര്യത്തിനൊന്നല്ല, നിസ്കരിക്കാൻ വരുന്നതാണ് കേട്ടാ നിങ്ങളെ തിരക്കിന്റെ ഇടയിൽ. എന്നിട്ട് നമ്മുടെ പ്രതികരണം എന്താ അറിയങ്ങള്? നമ്മൾ പറയാൻ പാടുണ്ടോ ഇത്? അത് മഞ്ഞ മതസ്ഥരുടെ മുന്നിൽ വെച്ച് പറയും നമ്മള്. അപ്പൊ അവരും കൂടി കളിയാക്കും, അല്ലെങ്കിൽ അയാൾക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ, അല്ലേ? നമ്മളായി പറയിപ്പിച്ചതല്ലേ. ഈ മുല്ല എന്ന വാക്കിന് നല്ല ബഹുമാനപ്പെട്ട അർത്ഥമുണ്ട്. ഉസ്താദ്, ഗുരുനാഥൻ എന്ന പേർഷ്യൻ വാക്കാണിത്. നമ്മളെ നാട്ടിൽ ആ വാക്കാ പണ്ട് ഉപയോഗിച്ചത്. പക്ഷെ എല്ലാരും കൂടി പറഞ്ഞും ചിത്രീകരിച്ചും കഥ എഴുതിയും നാടകം എഴുതിയും പറഞ്ഞു വഷളാക്കിയിട്ട് അതൊരു തരം വൃത്തികെട്ട കോലമാക്കി മാറ്റി നമ്മൾ, അല്ലേ? പള്ളിയിലെ മൊല്ലാക്കാന്ന് പറഞ്ഞാൽ അയാൾ എന്തോ ഒരു വല്ലാത്തൊരു മോശപ്പെട്ട ഭാഗത്തിന് ചിത്രീകരണമാക്കി മാറ്റി. അതുകൊണ്ട് തന്നെ അയാൾ ചെയ്യുന്ന ബാങ്കിനോടും അതേ പുച്ഛമാണ് സമൂഹത്തിനുണ്ടായത്. ഒരാളോട് ബാങ്ക് കൊടുക്കാൻ പറഞ്ഞു തൽക്കാലത്തിന്, അയാളിനോട് ബാങ്ക് കൊടുക്കാൻ പറഞ്ഞ് ഒരു ഭയങ്കര മോശം പറഞ്ഞ മാതിരി കണക്കാക്കുക, അല്ലേ? നാട്ടു നടപ്പങ്ങളിൽ പറഞ്ഞാലോചിച്ചോ നിങ്ങള്. ഈ മൊല്ലാക്ക ഈ ബാങ്ക് കൊടുക്കുന്ന ആൾക്ക് എന്തോ ഒരു അസുഖം മറ്റോ വന്നിട്ട്, അല്ലെങ്കിൽ എന്തൊരു ആവശ്യത്തിന് ഒരാളോട് പറഞ്ഞേക്കാം, നാട്ടിലെ പ്രധാനിയോട്, പള്ളി കാണുന്നൊരു മനുഷ്യനോട് തന്നെ, ഞാൻ അസറിന് ഉണ്ടാവില്ല, നിങ്ങളൊന്ന് അസറിന് 10 മിനിറ്റ് നേരത്തെ വന്നത് ബാങ്ക് കൊടുക്കണട്ടോ എന്നെങ്ങാനും പറഞ്ഞു പോയാൽ അതൊക്കെ സൗൽ മൂപ്പിക്കാത്ത ചെയ്ത മാതിരി കണക്കാക്കണം. എന്തുകൊണ്ട്? ഇതിങ്ങനെയാ പോയത്. ഈ കർമ്മം ചെയ്യുന്നവൻ അങ്ങനെ ആരുണ്ടാക്കി തീർത്തത്? നമ്മള്. ഇത് അള്ളഹാനോടുള്ള ഒരു പരിഹാസമായി കണക്കാക്കും ഉറപ്പ്? ഒരു സംശയമില്ല, അള്ള കണക്കാക്കും. കാരണം അള്ള ബഹുമാനിച്ച ചിഹ്നങ്ങളാണ് ഈ ബാങ്ക്, പള്ളി, റമളാൻ മാസം എന്നൊക്കെ പറയുന്നതൊക്കെ. നമ്മളതിനെ പരിഹസിക്കാനും പുച്ഛിക്കാനും പാടില്ല. അത് തന്നെയാണ് ഖുർആന്റെ കൂടെ ഉള്ളതും. ഇത് പൊടി തട്ടുമ്പോൾ ഒരു സ്ഥലത്ത് എടുത്തുവെച്ച് ഖുർആനെ കൊണ്ട് കുടുങ്ങി എന്നുള്ള മറ്റൊരു അവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്തുവെച്ച് നമ്മളെ വീട്ടിലെ ഖുർആന്റെ ഒരു കളിയുണ്ട്, അല്ലേ? മുസാഹിബുണ്ട്, ഓതേണ്ടതാണ്, ബഹുമാനിക്കേണ്ടതാണ്. കേട് വന്നാലോ കീറിപ്പോയാലോ നന്നാക്കാൻ പറ്റില്ലെങ്കിലോ ഒന്നുകിൽ മണ്ണിൽ കുഴിച്ചിടുക, അല്ലെങ്കിൽ ചുട്ടുകരിക്കുക. അല്ലാതെ അത് അവഹേളനത്തോടെയല്ല, അതിന് സുരക്ഷിതമായി വെക്കാൻ കഴിയാത്തത് കൊണ്ട് ചെയ്യുന്നൊരു പരിഹാരമാണത്. അല്ലാതെ കയറിപ്പറഞ്ഞ് അവിടെ കച്ചറയിലും മറ്റുള്ളിടത്തും ചാടിക്കളയേണ്ടതാ ഖുർആൻ അല്ലല്ലോ. ഒരു ബഹുമാനത്തോടെ സ്നേഹത്തോടെ നമുക്ക് വേണ്ടപ്പെട്ട കിതാബാണ്. അതാ ഒരു വേണ്ടപ്പെട്ട കിതാബ് അതിന് കാണിക്കുന്നുണ്ട്. ഇതിന് പരിഭാഷകൾ മലയാളമാവാം, ഇംഗ്ലീഷ് ആവാം, ഏത് ഭാഷയിലാവാം, ഖുർആന്റേതാണിത്. അതിനോടും അതിന്റേതായ ഒരു ബഹുമാനവും സ്നേഹം കാണിക്കുക. അത് ബാഹ്യമായ വശാണത്, പുറമെ കാണുന്ന വശം. എന്നാല് പിന്നെ അതിലെ ആയത്തുകളോടോ അള്ള ഒരുപാട് സ്ഥലത്ത് താക്കീതോടെ പറഞ്ഞു. നമുക്കിപ്പോ ഇതിങ്ങനെ കുറഞ്ഞ പൈസക്ക് ബുക്ക് കിട്ടും, ശരിയാ. പക്ഷെ ഇത് റബ്ബിന്റെ വാചകങ്ങളാണല്ലോ. ആ റബ്ബിന്റെ വാചകങ്ങളെ നമ്മൾ വാക്കുകൊണ്ട് പരിഹസിക്കുന്നെങ്കിലും പ്രവൃത്തി കൊണ്ട് പരിഹസിച്ചാലോ? ഉദാഹരണമായിട്ട് അള്ള പറഞ്ഞു, നിങ്ങൾക്ക് ഭാര്യയെ തെരഞ്ഞെടുക്കാൻ പറ്റുന്ന തലാക്ക് 2 തവണയാണ്. ആ തലാക്ക് മറത്താന് 2 തവണയാണ്. 3ാമത്തെ തവണ നിങ്ങൾ തലാക്ക് ചൊല്ലുന്നുവെങ്കിൽ നിങ്ങൾ രണ്ടാലൊരു തീരുമാനം എടുത്ത് ചെല്ലാൻ മതി. എന്താണ്? ഇനി ഒരിക്കലും സാധാരണഗതിയിൽ അവൾ നിങ്ങളിലേക്ക് തിരിച്ചു വരില്ല എന്ന തീരുമാനം. അത്തലാഖു മറത്താനി എന്നാ ഖുർആനെ വെച്ച്, അത്തലാഖു തലാക്കാനി എന്നല്ല. തലാക്കാനി എന്ന് പറഞ്ഞാൽ 2 തലാക്കുന്ന, മറത്താനി എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യമായിട്ടിന്ന. എന്നിട്ട് അള്ളാനെ തിരുത്തപ്പോ നമ്മൾ 3 കൂടി ചൊല്ലിയിട്ട് അള്ളാഹ് അറിയില്ലായിരുന്നു ഈ 3 കൂടി പറയാൻ. ഉമർ ഖത്താബ് റളിയല്ലാഹു ഖുർആനെതിരായ ഒരു കാര്യം ചെയ്തതല്ല. അദ്ദേഹം അമീർ എന്ന നിലയ്ക്ക്, ഒരു നാട്ടിലെ ഭരണാധികാരി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് നാട്ടിൽ വളർന്നു വന്ന ഒരു സ്വഭാവ ദൂഷ്യത്തെ തിരുത്താൻ വേണ്ടി അദ്ദേഹം പറഞ്ഞു. ദേഷ്യം പിടിച്ച് 3 ചൊല്ലി ഇവിടെ വന്ന് അമീർ പിന്നെ കോടതിയിൽ വന്നിട്ട് പറയും, ഞാൻ 3 ഉദ്ദേശിച്ചില്ല, 1 ഉദ്ദേശിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് എനിക്ക് എന്റെ ഭാര്യയെ തിരിച്ചെടുക്കാൻ അനുവാദം വേണമെന്ന് കോടതിയിൽ വന്ന് പരാതി പറയും.
ഇതൊരു സമ്പ്രദായമായി വളർന്നു വരാൻ തുടങ്ങിയപ്പോൾ ഉമർ താക്കീതോടുകൂടി പറഞ്ഞു, ഇനി മേലാലൊരുത്തനും ഈ കാര്യം പറഞ്ഞ് ഇങ്ങോട്ട് വരരുത്. എന്താ ഉദ്ദേശിച്ചത്? 3 ചൊല്ലിയാൽ 3 മാവും എന്ന് പറഞ്ഞത് മേലാൽ അങ്ങനെ പറഞ്ഞോളൂ എന്ന് പറയാനല്ല, അങ്ങനെ പറയല്ലേ എന്ന് പറയിപ്പിക്കാനാ. അങ്ങനെ പറയല്ലേ, അത് ചെയ്യാനുള്ള അനുവാദം അമീറന്മാർക്കുണ്ട്, നാട്ടിലെ ഭരണാധികാരികൾക്കുണ്ട്. സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാൻ അനുവാദമുണ്ട്. പക്ഷെ സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാനുള്ള അനുവാദം ദുരുപയോഗപ്പെടുത്തപ്പെടുന്നു എന്ന് വ്യക്തമായി കഴിഞ്ഞാൽ താൽക്കാലിക നിയന്ത്രണം വരുത്താൻ അമീറിന് അനുവാദമുണ്ട്. രാത്രി നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ആളുകൾക്ക് പള്ളിയിൽ വരാം, ഇശാ നമസ്കാരത്തിന് ശേഷം തഹജ്ജുദ് നിസ്കരിക്കാൻ പള്ളിയിൽ വരാം. പക്ഷെ ആ പള്ളിയിൽ വരാനുള്ള ചാൻസ് നാട്ടിലെ കുഴപ്പക്കാരോ കള്ളന്മാരോ കൊള്ളക്കാരോ ആയ ആളുകൾ ദുരുപയോഗപ്പെടുത്തുന്നത് കണ്ടാൽ താൽക്കാലികമായി അതിനെ നിർത്തിവെക്കാൻ ഖലീഫക്ക് അധികാരമുണ്ട്, അമീറിന് അധികാരമുണ്ട്. ഇതാ ഇന്നൊരു പീരീഡ് വരെ കർഫ്യൂ ആണ്, ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ പുറത്തിറങ്ങാൻ പാടില്ല, ഇശാ നിസ്കരിച്ച് പോയാൽ വീട്ടിൽ നിസ്കരിച്ചോളൂ, പള്ളിയിലേക്ക് പിന്നെ വരാൻ പാടില്ല. ഇങ്ങനെയൊക്കെ ഉത്തരവുകൾ ഇടാം. നിങ്ങൾ കണ്ടിട്ടില്ല നമ്മുടെ ടൗണുകളിൽ മിക്ക പള്ളികളും രാത്രി പ്രത്യേക സമയം കഴിഞ്ഞാൽ അടക്കുമല്ലോ, ഇവിടങ്ങളിൽ അടക്കുമല്ലോ. അതെന്താ? പള്ളി തുറന്നു നടക്കണ്ടേ? എപ്പോഴും ആളുകൾക്ക് വന്നൂടെ? ശരിയാ. പക്ഷെ എന്തിനാ പള്ളി അടക്കുന്നത്? അത് മറ്റു നിലക്ക് ദുരുപയോഗപ്പെടുത്തപ്പെട്ടു കൂടാ എന്ന സൂക്ഷ്മതക്കാണ് ആ അത്തരം ഉത്തരവിടാൻ. അമീറന്മാർ ഭരണാധികാരികൾ കുറ്റക്കാരല്ല. ആ അർത്ഥത്തിലുള്ള ഒരു ഉത്തരവ് മാത്രമാണ് ഖലീഫ് ഉമർ റളിയല്ലാഹു അൻഹു ചെയ്യുന്നത്. അത് കാലാകാലത്തേക്ക് ഒരു പാഠമായി തീരാൻ ഖുർആന് വിരുദ്ധമായ ഒരു തീരുമാനമെടുത്തതല്ല അദ്ദേഹം. ആ തീരുമാനം എടുക്കുമ്പോഴും ഖുർആന് വിരുദ്ധമല്ലത്. എന്താ നാട്ടിലുണ്ടായത്? ദേഷ്യം പിടിച്ച് വികാരത്തിനടിപ്പെട്ട് 3 ചൊല്ലും അല്ലേ? എന്നിട്ട് അവസാനം നാണം കെട്ട ഒരു ചടങ്ങ് നിൽക്കുന്ന ഏർപ്പാടിന് വേണ്ടി പിന്നാലെ പോവുകയും ചെയ്യും. ഖുർആൻ ആയത്തോ തെറ്റിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തോ തെറ്റിച്ചു, ശാപമായി പറഞ്ഞ പ്രവാചകന്റെ ഒരു വാക്ക്, ഒരു പ്രവൃത്തി സമൂഹം ഒരു പുണ്യകർമ്മം പോലെ ഏറ്റെടുത്ത് നടക്കുകയും ചെയ്തു. ഇതിന്റെ പേര് പരിഹാസം എന്നല്ല. ഖുർആൻ ആ സംഭവങ്ങളൊക്കെ പറഞ്ഞ ഭാഗത്ത് പറഞ്ഞൊരു വാചകമുണ്ട്, ഇത് അള്ളാന്റെ അതിർത്തികളാണ്. തിൽക ഹുദൂദുള്ള ആ ആയത്തുകൾ ഇങ്ങനെ വായിച്ചു നോക്കിയാണ്ടല്ലോ കുറച്ച് സമയം ഇരുന്നിട്ട് തലാഖിനെ പറ്റിയും കുട്ടികൾക്ക് മുല കൊടുക്കുന്നതിനെ പറ്റിയും തലാഖ് ചെല്ലപ്പെട്ട പെണ്ണിനും വിഭവം കൊടുക്കുകയും ചെലവിന് കൊടുക്കുകയും ചെയ്യേണ്ട സംഭവങ്ങളെ പറ്റിയും പറയുന്ന സൂറത്തുൽ ബഖറയിലെ ആയത്തുകളെ പിന്നാലെ നിന്ന തടി വിറച്ചു പോവും. അത്ര പേടിപ്പിച്ചിട്ടാ പറഞ്ഞു. ഓരോ ആയത്ത് അവസാനിപ്പിക്കുമ്പോഴും തിൽക ഹുദൂദുള്ള, ഇത് അള്ളാഹ് നിശ്ചയിച്ച അതിർത്തികളാണ്. വമൻ യതഅദ്ദ ഹുദൂദല്ല, ആരെങ്കിലും അള്ളാന്റെ അതിർത്തികൾ ലംഘിക്കാൻ മെനക്കെട്ടാൽ അക്രമികളാണ്, പരിധി വിട്ടവരാണ് എന്ന താക്കീതോടുകൂടിയാണ്. ആരുടേതാ വാക്ക്? റബ്ബിന്റെതാ. ആ തരം താക്കീതിലൊരു മനുഷ്യണ്ടല്ലോ, ഭാര്യ എങ്ങാനും തലാഖ് ചെയ്യേണ്ടി വന്നാൽ ഓക്ക് കൊടുത്ത ഒരു സാധനം തിരിച്ചു വാങ്ങൂല. മഹറല്ല ഒന്നും സന്തോഷപൂർവ്വം ജീവിച്ചിരിക്കുന്ന സമയത്ത്, ദാമ്പത്യ ജീവിതത്തിന്റെ സമയത്ത് സന്തോഷപൂർവ്വം ഭാര്യയ്ക്ക് കൊടുത്ത് ഒന്നും തിരിച്ചു വാങ്ങാൻ പാടില്ല. എങ്ങനെ നിങ്ങൾ തിരിച്ചു വാങ്ങും? നിങ്ങൾ പരസ്പരം ഒന്നൊന്നായി ചേർന്നതല്ലേ എന്നാ ഖുർആൻ ഉപയോഗിച്ച വാക്ക്. ഒക്കെ അഫ്ലാ ബാദുക്കും ബാദ്, നിങ്ങൾ പരസ്പരം ലോകത്ത് മറ്റാരുമില്ലാത്ത വിധം ഒന്നൊന്നായി ചേർന്നവരല്ലേ, പിന്നെ നിങ്ങൾ എങ്ങനെ അവൾക്ക് കൊടുത്ത് തിരിച്ചു വാങ്ങുന്നൊക്കെ ചോദിച്ചു ഖുർആൻ. നമ്മളെന്താ ചെയ്യല്? നാട്ടില് അവൾക്ക് വാങ്ങിക്കൊടുത്ത പൊന്നിന്റെയും അതിന്റെ ഇതിന്റെയൊക്കെ പിന്നെ ഗ്രാമിന്റെ കണക്ക് പറഞ്ഞ് വാങ്ങിക്കില്ലേ? ഖുർആനോട് പരിഹാസമല്ല അതൊന്നും. അപ്പോഴേ സമാധാനത്തോടെ ആയത്തോ ഓതണ്ട, അതാ പറഞ്ഞതിന്റെ അർത്ഥം. എന്താ അറിയോ? യാഹസറത്തനൽ ലിബാസ്, ഒരു കൂട്ടം അടിമകൾക്ക് എത്ര ദുഃഖം, അവരുടെ അവസ്ഥ എന്ത് പരിതാപകരം. മായേതീഹിം മിർ റസൂലിൻ, ഏത് ദൂതൻ അവർക്ക് വന്നാലും ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ, ആ ദൂതന്മാരെ അവർ പരിഹസിച്ചിരുന്നു. ഇന്ന് ദൂതൻ ഇല്ല, ജീവിച്ചിരിക്കുന്നില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുണ്ട്, വിശുദ്ധ ഖുർആന്റെ ആയത്തുകളുണ്ട്. അവയെ പരിഹസിക്കുന്ന ഒരു ജീവിത രീതി ഒരു കാരണവശാലും ഉണ്ടാവേണ്ടതില്ല എന്ന് മനസ്സിലാക്കാം. എങ്കിൽ പിന്നെ നമ്മുടെ ഭാര്യമാരൊക്കെ ശരിക്കും മറച്ചു നടക്കണം. ഈ സമ്പന്നത മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന നാട്ടിലും സുഖം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന നാട്ടിൽ അവർക്ക് അവരുടെ ഭാര്യമാരുടെ മുഖമടക്കം മറപ്പിക്കാൻ ഒരു മടിയുമില്ല. അത് സ്വമേധയാ ചെയ്യാൻ ആ സ്ത്രീകൾ പലരും മിക്കവരും സന്നദ്ധരാണ്. അത് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നതിനെപ്പറ്റി ഒരു ദീർഘമായ ചർച്ചയുണ്ട്. അതിൽ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കിയുള്ള ഭാഗങ്ങൾ മറച്ചു വെച്ചാൽ മതിയെന്ന. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കുന്നത് എല്ലാം നിറഞ്ഞ് ഈ ലോകത്ത് സകലതും പുറത്ത് കാണിക്കണമെന്ന് വിചാരിച്ച് നടക്കുന്ന ഒരു തീവ്രതയുള്ള കാലത്ത് ഞങ്ങളുടെ ശരീരത്തിന് ഒരു ഭാഗവും കാണിക്കാൻ ഞങ്ങൾ സന്നദ്ധരല്ല എന്ന് പ്രഖ്യാപിക്കുന്ന ആ പൂർവികതയുടെ പാരമ്പര്യത്തിന്റെ ആ പാഠം അതുപോലെ പിൻപറ്റുന്ന ഒരു തലമുറയുണ്ട്. ആ അഫ്ഗാനിലെ സ്ത്രീകളൊക്കെ കണ്ടില്ല നിങ്ങൾ? വടക്കേ ഇന്ത്യയിലൊക്കെ പോയാൽ നമുക്ക് അന്യമതസ്ഥരായ ഹിന്ദുക്കളായ സ്ത്രീകളെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാ. അവർ മുസ്ലിങ്ങൾ ഒരേ വേഷ പെണ്ണുങ്ങള്, ആ കുർത്തയും പൈജാമയും എല്ലാം കൂടി. എന്നിട്ട് അവസാനം തൊട്ടുകൊണ്ട് മാത്രമേ തിരിച്ചറിയാൻ പറ്റുള്ളൂ പലരും. സ്ത്രീകൾ ഇപ്പോഴും കൈക്ക് വരെ ഗ്ലൗസ് ഇട്ട സാധനം ഇതിൽ പുറത്തുണ്ടാവുക. ഇനി ബാക്കിയുള്ളവരിൽ ഇത് പൊട്ടുകൊണ്ട് മാത്രം തിരിച്ചറിയും, അല്ലെങ്കിൽ ഒരേ വേഷമാണ്. നമ്മളെ നാട്ടിലൊരു കൂട്ടം ആൾക്കാർ മാത്രം വയറ് കാണിക്കുന്ന രീതിയുള്ളത്. ലോകത്ത് നിങ്ങൾ ഏതെല്ലാം ജാതി പെണ്ണുങ്ങൾ ഏതെല്ലാം സന്ദർഭത്തിൽ അവരുടെ ചിത്രങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മെനക്കെട്ടിട്ടല്ല, സാന്ദർഭികമായി അറിയുന്ന താല്പര്യത്തിൽ അല്ലെ കണ്ട് അറിഞ്ഞു പോയിട്ടുണ്ടാവും. ഏതെങ്കിലും സ്ഥലത്ത് വയറ് കാണിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടാവും. അത് നമ്മുടെ നാട്ടിലുള്ളത്. ആർക്ക്? നമ്മൾ പട്ടികജാതി എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ജാതി ആയതുകൊണ്ടല്ല, അവരങ്ങനെ ആ നാട്ടിൽ വിളിക്കാറ്. അവരുടെ സംസ്കാരമാണത്. അത് വേറെ ആരൊക്കെയോ കടമെടുത്തിട്ട് ഇപ്പം മാപ്പിളാരുടെ സംസ്കാരം അതായി മാറി എന്ന് പറഞ്ഞാൽ
ഇത്രയും കാലമായിട്ട് നമ്മുടെ കെട്ടിയുള്ള നേരെ നടത്താൻ നമ്മളെ കൊണ്ടായില്ലേ? ഇന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളെ ഭാര്യയിൽ തല്ലുവിടാൻ പറഞ്ഞതല്ല ഞാൻ, പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെയല്ല എന്ന് എനിക്കറിയില്ല, ഞാൻ സംഭവങ്ങൾ അറിയില്ല. പക്ഷെ പലപ്പോഴും ഉണ്ടാവാറുണ്ട് അതിഭക്തരായ ആളുകൾ, ശരിക്കും ഭക്തരായി ജീവിക്കുന്ന പുരുഷന്മാര്, അവരെ ഭാര്യമാരെയും മക്കളെയും ഒക്കെ കണ്ടാല് പലപ്പോഴും അത്ഭുതം തോന്നുന്നു. എന്തേ, ഇതൊന്നും അള്ളാന്റെ ആയത്തല്ലേ? വല്യറിബിന ബിഹുമിരിഹിന്ന ജീവബിന. എത്ര സ്ഥലത്താ റബ്ബി ആയത്ത് പറഞ്ഞത്, ഈ ആശയം പറഞ്ഞത്? റബ്ബിനെ വെറുതെ പറഞ്ഞതാ? അപ്പം അള്ളാന്റെ ആയത്തിനോട് നമ്മൾ കൂറുണ്ട് പരിഹസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അറിയോ? എനിക്ക് അള്ളാന്റെ ആയത്തിനെ പേടിയാ, എന്നെ പേടിക്കുന്നതിനേക്കാളേറെ. അതുകൊണ്ട് നിങ്ങൾ ഇപ്പം ഒരു നല്ല മനുഷ്യനായി മാറിയിരിക്കണം. അങ്ങനെ ഒരുപാട് പറയും സ്ത്രീകൾ. ശരിയാ, സ്നേഹപൂർവ്വം അവരോട് പറഞ്ഞു കൊടുക്കുക, ഇത് നമ്മുടെ എല്ലാവരുടെയും വിജയത്തിന്റെ ഭാഗമാണ്, മാർഗമാണെന്ന് പറഞ്ഞു കൊടുത്തിട്ട് നല്ല നിലയ്ക്ക് ഒരു പ്രശ്നമുണ്ടാക്കാത്ത വിധം അവരെ ഈ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. അതായത് സ്വമേധി അവർക്കതൊരു സന്തോഷം തോന്നുന്ന വിധത്തിൽ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. എന്തിന്? അള്ളാന്റെ താക്കീതുണ്ട്. പരിഹസിച്ചാൽ എന്താ സംഭവിക്കാന്ന് പറയാൻ കഴിയില്ല. എന്ത് മാറ്റമാണ് ഏതവസ്ഥയിലുണ്ടാവുക എന്ന് പറയാൻ കഴിയില്ലല്ലോ. ബാക്കി അലം യറവും, അവർ കണ്ടിട്ടില്ലേ? കം അഹിലക്കിന, എത്രയാണ് നാം നശിപ്പിച്ചത്, ഖബലഹും അവർക്ക് മുമ്പ്, മിനൽ ഖുറൂൻ തലമുറകളെ, അന്നഹും അവരൊന്നും, ഇലൈഹിം അല്ലെ ലാ യർജൂൻ ഇവരിലേക്ക് തിരിച്ചു വരുന്നേയില്ല എന്നവർ കാണുന്നില്ലേ? കർണ് എന്നൊരു അറബി പദത്തിന്റെ ബഹുവചനമാണ് ഖുറൂൻ എന്ന വാക്ക്. വ്യത്യസ്ത അർത്ഥങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു വാക്കാണിത്. കർണ് നൂറ്റാണ്ട് എന്ന അർത്ഥത്തിന് ഉപയോഗിക്കും. കർണ് എന്ന വാക്ക് കൊമ്പ് എന്ന അർത്ഥത്തിന് കുട്ടിക്കാലത്ത് പഠിച്ചിട്ടുണ്ടോ? മൃഗത്തിനൊക്കെ കൊമ്പിന് കർണ് എന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ തലമുറ എന്ന അർത്ഥത്തിന് ഖുർആൻ ഉപയോഗിക്കും, അറബിയിൽ ഉപയോഗിക്കും കർണ്. ഇവിടെ തലമുറ, സമൂഹം എന്ന അർത്ഥത്തിനാണ് കർണ് ഉപയോഗിച്ചിരിക്കുന്നത്. കർണ്, ഖുറൂൻ, തലമുറകൾ. അഹിലക്ക മലയാള വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് നശിപ്പിച്ചു. കം അഹിലക്കിന, എത്രയാ നമ്മൾ നശിപ്പിച്ചത്, ഖബലഹും അവർക്ക് മുമ്പ്, മിനൽ ഖുറൂൻ തലമുറകളെ. എത്ര തലമുറകൾ ഇവിടെ നശിച്ചുപോയി. അന്നഹും അവരൊന്നും, ഇലൈഹിം ഇവരിലേക്ക് ലാ യർജൂൻ തിരിച്ചു വരുന്നില്ല എന്നിവർ കാണുന്നില്ലേ? പക്ഷെ വൈൻ കുല്ലുൻ തീർച്ചയായും അവരൊക്കെയും, ലമ്മ ജമീഉൻ മുഴുവനായും, ലദൈന നമ്മുടെ പക്കൽ, മുഹ്ളറൂൻ ഹാജരാക്കപ്പെടുന്നവരുമാകുന്നു. മുഹ്ളറൂൻ ഹാജരാകും. ഇന്നിവർ തിരിച്ചു വന്നിട്ടില്ലെങ്കിലും ഇവരൊക്കെയും കൂടി ഹാജരാക്കപ്പെടുന്ന ഒരു ദിവസം നാളെ മഹ്ശറിൽ ഉണ്ടാകാൻ പോകുന്നുണ്ട്. വൈൻ കുല്ലുൽ ലമ്മ ജമീഉൽ ലദൈന മുഹ്ളറൂൻ, മുഹ്ളറൂൻ ഹാജരാക്കപ്പെടുന്നവര്. കുല്ല് ജമീഉ എന്ന് പറഞ്ഞാൽ എല്ലാം, സർവം. അവരൊക്കെയും സർവവും എല്ലാവരും അള്ളാന്റെ പക്കൽ ഹാജരാക്കപ്പെടുകയും ചെയ്യുന്നവരാകുന്നു. എന്താ പറഞ്ഞത്? ശിക്ഷ എന്നൊക്കെ പറഞ്ഞാല് അതിപ്പോ അങ്ങനെയൊക്കെ പറയാറുണ്ട്, പക്ഷെ അങ്ങനൊന്നും ഉണ്ടാവില്ല. എങ്ങനെയും കൂടി ഒരു മട്ടാണ് പലപ്പോഴും ഉണ്ടാവുക. അതിനാണ് ഖുർആൻ ചോദിക്കുന്ന ചോദ്യം. നശിപ്പിക്കപ്പെട്ടിട്ട് തിരിച്ചു വരാനൊരു ചാൻസ് ഇല്ല, പിന്നെ നിങ്ങൾ ഈ നാശത്തെ കൊതിക്കുന്ന അർത്ഥമില്ലല്ലോ. നശിപ്പിക്കപ്പെട്ടാൽ ഒരു ശിക്ഷ വന്നു കഴിഞ്ഞാൽ നമ്മളെ നാട് കേരളം ഇപ്പൊ ശരിക്കും പേടിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ്. നമ്മൾ പണ്ട് പലയിടത്തും നടന്നു വായിക്കുകയും പത്രവാർത്തയിൽ കാണുകയും ചെയ്യാറുള്ള സംഭവങ്ങളൊക്കെ നമ്മളെ നാട്ടിലുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കൂ. ഏതായിരുന്നാലും ശരി, മനുഷ്യന് പുണ്യമായിട്ടും ഒരു അനുഗ്രഹമായിട്ടും അല്ലപ്പാ നടക്കണമൊക്കെ എന്ന് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. അവനാ നിൽക്കണതിന്റെ അപ്പുറത്തൊരു കുഴി ഉണ്ടാവുക, അപ്പുറത്തുള്ളൊരു കുഴി പെട്ടെന്ന് മൂടിപ്പോവുക, കിണറ്റിലെ വെള്ളം തിളക്കുക, പിന്നെ ഭൂമിക്ക് ഇടക്കിടക്ക് ചലനുണ്ടാവുക. ഇതൊന്നും ഒരു അനുഗ്രഹമല്ലല്ലോ. എങ്കിൽ പിന്നെ ഏത് മനുഷ്യനും മനസ്സിലാവും ഇതൊരു തമാശ കളിയല്ല, ഇതിന്റെ പിന്നിൽ ഒരു ശക്തിയുടെ പിന്നെ തീരുമാനമുണ്ട്, അത് റബ്ബാണെന്നും ആ റബ്ബിന്റെ തീരുമാനമാണെന്നും റബ്ബിന്റെ ഒരു മുന്നറിയിപ്പാണെന്നുള്ളത് യാതൊരു സംശയമില്ല. ഒരു പ്രവാചകൻ ജീവിച്ചിരുന്നെങ്കിൽ അതിനേക്കാൾ കവിഞ്ഞ കുറച്ച് അർത്ഥങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കി തരുമായിരുന്നു. ഇന്നതാണടാ, ശ്രദ്ധിക്ക് എന്നൊക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ശക്തമായ കാറ്റടിച്ചാല് നബിയുടെ മുഖത്ത് ബേജാറുണ്ടാവുന്നു. അത് നബി ഭീരുമായതുകൊണ്ടല്ല, നഅൂദുബില്ല, ഒരിക്കലുമല്ല. പകരം കാറ്റ് അനുഗ്രഹത്തിനും വരാം, ശിക്ഷയ്ക്കും വരാം. ഈ അടിക്കുന്ന കാറ്റ് എന്തിനു വേണ്ടിയാ റബ്ബ് തീരുമാനിച്ചത്? കാരണം എപ്പോഴും നബിയുടെ മുന്നിൽ വിശ്വാസികളായ ഒരു അനുയായി വൃന്ദമുള്ളപ്പോൾ ശത്രുക്കളായ നബി എതിർത്ത് നിന്നൊരു വിഭാഗം എപ്പോഴും ഉണ്ടല്ലോ. അള്ളാന്റെ തീരുമാനം മുഴുവനൊന്നും അള്ളാഹ് നബിക്ക് അറിയിച്ചു കൊടുത്തിട്ടൊന്നുമില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബേജാറ്, പടച്ചവനെ ശക്തിയായി കാറ്റടിക്കുന്നല്ലോ, ഇത് വല്ല ശിക്ഷയുടെ മുന്നോടിയായിട്ടാണോ എന്നിങ്ങനെ പേടിക്കാറുണ്ട്. പടച്ചവനൊന്നും സംഭവിക്കരുത് എന്ന് പ്രാർത്ഥിക്കാറുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര പേടിയില്ല നബി ഉണ്ടാവാറ്. അപ്പൊ ആ അർത്ഥത്തിൽ ഈ കാണപ്പെടുന്ന സംഭവങ്ങളൊക്കെ, ആ സംഭവങ്ങളൊക്കെ കണ്ടു 1-2 ദിവസം ബേജാറായി, 3-ാം ദിവസം വാർത്തയായി, 4-ാമത്തെ ദിവസം വെടിയും കൂടി ഉണ്ടായാൽ 4 ആൾ വെടിയും വരുമല്ലോ എന്നുള്ള തോന്നലായി. നമ്മളെ മലയാളിന്റെ പോക്കാണ് ഇപ്പൊ ഒക്കെ അങ്ങനെയായി. പിന്നെ അതൊരു ശീലമായി. എന്തെങ്കിലും മാറ്റം സമൂഹത്തിൽ ഈ കാര്യത്തിൽ ഉണ്ടായോ? എന്തെങ്കിലും ഒരു മാറ്റം? ഒറ്റപ്പെട്ട വ്യക്തികളിലെവിടെയെങ്കിലും എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, എനിക്കറിയില്ല. പക്ഷെ ഒരു സമൂഹം, ഒരു വിശ്വാസങ്ങൾ, മറ്റുള്ളവരെ നമ്മൾ വിടുക,
മുസ്ലിങ്ങൾ എന്ന് പറയുന്നൊരു വിഭാഗം ജീവിക്കുന്ന ഒരു പ്രദേശത്ത് ഈ പ്രശ്നത്തെ മുസ്ലിം സമൂഹത്തിന് വേണ്ടി അള്ളാഹ് നൽകുന്ന ഒരു മുന്നറിയിപ്പോ താക്കീതോ ആയി കണ്ടിട്ട് നമ്മുടെ ജീവിത ഘടനകളിലും ചുറ്റുപാടുകളിലും മാറ്റങ്ങൾക്കും പരിവർത്തനങ്ങൾക്കും ഉണ്ടാവേണ്ടതാണ് എന്നൊരു ബോധമോ ഒരു ചിന്തയോ. മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുമ്പോൾ പറഞ്ഞെന്താ അറിയോ? ഇമാമ് 2-3 ദിവസം ആളുകളോട് എന്ത് പറയണമെന്നറിയോ? നിങ്ങൾ നോമ്പ് നോൽക്കാനും എല്ലാ പരസ്പരമുള്ള കച്ചറകളൊക്കെ തീർക്കാനും പ്രശ്നങ്ങളൊക്കെ തീർക്കാനും തൗബ ചെയ്യാനൊക്കെ പറയണം. എന്നിട്ട് പഴകിയ വസ്ത്രങ്ങളും ഇട്ടുകൊണ്ട് ഒരിടത്ത് ഒരുമിച്ച് കൂടണം. എന്നിട്ട് അള്ളാഹുവിനോട് ദ്വാരക്കണം. എപ്പം മഴ പെയ്യുന്ന അള്ളാഹ് സ്വീകരിക്കുന്നു. പശ്ചാത്താപം ഭാവം കൊണ്ടല്ല, ശരിക്ക് ജീവിതത്തിൽ പെരുമാറി കാണിച്ചിട്ട് അള്ളാഹുവിനോട് ദ്വാരക്കാൻ ശ്രമിക്കുന്ന, മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന വാക്കതാണ്. അപ്പൊ അത് ഒരു ഉൾക്കൊള്ളാന്റെ ആളുകളാണ് നമ്മൾ സത്യത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗ്രഹണം വരുമ്പോൾ നിസ്കരിച്ചിട്ട് അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഉണ്ടായിട്ടുണ്ടാവും, പറഞ്ഞവരുണ്ടാവും. പക്ഷെ എന്തിനാ മാറ്റം വന്നത്? നമ്മളെ ആ പണ്ട് കാട്ടിക്കൂട്ടിയ ശിർക്കം ഖുറാഫാത്ത് പരിപാടികളൊക്കെ ആണെങ്കിൽ അതൊക്കെ തന്നെ അങ്ങനെ നിലനിൽക്കുന്നു. വേണ്ടാത്ത ആചാരങ്ങളും ദുരാചാരങ്ങളാണെങ്കിൽ മത്സരിക്കാണ് ഓരോരുത്തർ പ്രചരിപ്പിക്കാനും ബാക്കിയുള്ളതിനും വേണ്ടിയിട്ട് എല്ലാം അങ്ങനെ നിൽക്കുന്നു. അതല്ലല്ലോ വേണ്ടത് എന്ന് തിരിച്ചറിയാം. അതിന് വേണ്ടിയിട്ടാണ് ഖുർആൻ പറഞ്ഞത്. കാരണം നാശം അതൊരിക്കലേ സംഭവിക്കൂ, പിന്നീട് തിരിച്ചു വരാനുള്ള സാഹചര്യം ഉണ്ടാവുന്നില്ലല്ലോ. മക്കൾക്കാർക്ക് ആ താക്കീത് നൽകി ഖുർആൻ കുറെ വർഷങ്ങളോളം അവർ പരിഹസിച്ചു. പക്ഷെ അന്നൊന്നും സംഭവിച്ചില്ല. അവർ വിചാരിക്കാത്തൊരു സമയത്ത്, അതാണ് എന്റെ പ്രത്യേകം, വിചാരിക്കാത്തൊരു സമയത്ത് ആട്ടും പാട്ടും കൂത്തുമായി അവർ ബദറിൽ വന്നിറങ്ങി. അവര് സന്തോഷിക്കാനാ വന്നതല്ലേ. അബൂജഹൽ എന്താ പറഞ്ഞത്? എന്തായാലും തിരിച്ചു പോകണ പ്രശ്നമില്ല, യുദ്ധം വേണ്ടി വരില്ല എന്ന് ഉറപ്പായി. അബൂ സുഫിയാൻ രക്ഷപ്പെട്ടു എന്നുള്ള സന്തോഷമായി. ശരി, നമ്മൾ ബദർ വരെ പോകും, എന്നിട്ട് അവിടെ 2 ദിവസം തങ്ങും, എന്നിട്ട് ആടും പാടും സന്തോഷിക്കും, എന്നിട്ട് നമ്മൾ തിരിച്ചു വരും. ഇനി ഒരിക്കലും ഞങ്ങളുടെ കച്ചവട സംഘത്തെ എതിർക്കാൻ ഒരാൾക്ക് തോന്നരുത്. ഒരുത്തൻ പോലും ഒരു ഏറ്റുമുട്ടലിന്റെ ശക്തമായ പ്രതീക്ഷ അത് പോയില്ല. തുടക്കത്തിലുണ്ട്, ഒരുങ്ങുമുണ്ട്. പിന്നെ അബൂ സുഫിയാന്റെ വിവരം കിട്ടി ഞങ്ങൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞപ്പോ പലരും പറഞ്ഞു ഇനി പോകണ്ടെന്ന് പറഞ്ഞപ്പോൾ അബൂജാഹലിന്റെ ശാഠ്യം കൊണ്ട് അവർ മെനക്കെട്ടപ്പോൾ ഒരു യുദ്ധം പ്രശ്നത്തിൽ ആടിപ്പാടി വന്ന് ചത്തൊടുക്കി. അതുണ്ടായത്. ഇതാണ് അള്ളാന്റെ ശിക്ഷന്റെ അവസ്ഥ. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കും. ഖുർആൻ ചോദിച്ചല്ലോ, ഉച്ചക്ക് രാവിലെ നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത്, വൈകുന്നേര സമയത്ത്, രാവിലെ സമയത്ത്, രാത്രിയിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ എപ്പോഴാണ്, എന്ത് വിധത്തിലാണ് അള്ളാഹുവിന്റെ ശിക്ഷകൾ വരാമെന്നതിനെ പറ്റി നിങ്ങൾക്ക് എന്ത് ഉറപ്പാണുള്ളത്? അപ്പൊ അത് നമ്മിലേക്ക് തിരിയാ. മറ്റുള്ളവർക്ക് തിരിയുന്നതിന് മുമ്പ് അള്ളാഹ് ഇതുവരെ ആയുസ് നൽകി, ചിന്തിക്കാനുള്ള സന്ദർഭം നൽകി, തെറ്റുകൾ തിരുത്താനുള്ള സമയങ്ങളും നൽകി. ഇനിയും നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ തെറ്റുകളുമായി തുടരാനാണോ ഭാവം? അല്ലെന്നാ നമ്മുടെ തീരുമാനം. എന്ത് ചെറുതായാലും വലുതായാലും കുറേ വലുതുണ്ടാവുമ്പോ ചെറുത് നിസ്സാരമായി തോന്നും. ആ വലുതൊക്കെ കൊണ്ട് ഒഴിവാക്കി വരുമ്പോ ഉള്ള ചെറുത് വരെ അയാൾക്ക് വലുതായി തോന്നും. അതുകൊണ്ട് ഒഴിവാകാൻ ശ്രമിക്കുക. കാരണം എന്തായാലും റബ്ബിന്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് സത്യമാണല്ലോ. ശ്രദ്ധിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അലം യറൗ കമ്മ അഹ്ലക്നാ ഖബലഹും മിനൽ ഖുറൂനി അന്നഹും ഇലൈഹിം ലാ യർജൂൻ വഇൻ കുല്ലുൽ ലമ്മാ ജമീഉൽ ലദീന മഹ്ദറൂൻ. 31 ആയത്തുകൾ, 31-32 ആയത്തുകൾ, പേജ് നമ്പർ 442, 442. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഈ ഭാഗം പറഞ്ഞാണ് നിർത്തിയത്. ആ ആയത്ത് വിശദീകരിക്കപ്പെട്ടില്ല എന്ന് തോന്നണ്ടെന്ന് വിചാരിച്ചിട്ട് ഒന്നുകൂടി പറയാണ്. അലം യറൗ, അവർ കാണുന്നില്ലേ, കം അഹ്ലക്ന, എത്രയാണ് നാം നശിപ്പിച്ചത്, ഖബലഹും, ഇവർക്ക് മുമ്പ്, മിനൽ ഖുറൂനി, തലമുറകളെ, എത്ര തലമുറകളെയാണ് നാം ഇവർക്ക് മുമ്പ് നശിപ്പിച്ചത് എന്നവർ കണ്ടിട്ടില്ലേ? ആ നശിപ്പിക്കപ്പെട്ടവയൊന്നും, അന്നഹും, അവയൊന്നും, ഇലൈഹിം, ഇവരിലേക്ക്, ലാ യർജൂൻ, തിരിച്ചു വരുന്നില്ല എന്നവർ കാണുന്നില്ലേ? പൂർണ്ണമായിട്ടാണ് എന്റെ അർത്ഥം പൂർണ്ണമാവുന്നത്. അവയൊന്നും തിരിച്ചു വരുന്നില്ല എന്ന കാര്യം അവർ കാണുന്നില്ലേ? വൈൻ കൊല്ലുൻ ലമ്മ ജമിയുൽ ലദൈന മുഹ്ദറൂൻ, അവയെല്ലാം തന്നെ നമ്മുടെ പക്കൽ ഹാജരാക്കപ്പെടുന്നവരുമാണ്. കുല്ല് എന്ന് പറഞ്ഞാലും ജമിയ എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമാണ്. എല്ലാം, മുഴുവൻ, സർവവും അർത്ഥം. മുഹ്ദറൂന എന്ന് പറഞ്ഞാൽ ഹാജരാക്കപ്പെടുന്നവർ. അപ്പൊ ഈ ഭൂമിയിൽ അവ ഇനി ഒരിക്കലും ഹാജരാക്കപ്പെടുകയില്ല, തിരിച്ചു വരില്ല. അള്ളാഹുവിന്റെ മുമ്പിൽ അവയൊക്കെ ഹാജരാക്കപ്പെടുന്നവരാണ് താനും. ഒരു നേരത്തെ തുറന്നു വന്നൊരു സംസാരത്തിന്റെ പൂർത്തീകരണമായിരുന്നു അത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഒരു പ്രദേശത്തേക്ക് 3 നബിമാരെ നിയോഗിച്ചിട്ട് ആ ജനങ്ങൾ വിശ്വസിക്കാതെ വന്നപ്പോ അള്ളാഹുവിന്റെ ശിക്ഷ ഒരു ഘോര ശബ്ദമായി അവർക്ക് ലഭിച്ചു. അതോടുകൂടി ആ ജനങ്ങളുടെ നാശം സംഭവിച്ചു. അപ്പോ എന്നിട്ട് ഖുർആൻ പറഞ്ഞു, ഈ മനുഷ്യരുടെ കാര്യം വളരെ കഷ്ടമാണ്. അള്ളാഹു എന്തെല്ലാം ആയത്തുകൾ കാണിച്ചു കൊടുത്താലും ചിന്തിക്കുന്നതിന് പകരം അത് പരിഹസിക്കാൻ ആളുകൾ മെനക്കെടുന്നത് എന്നും പറഞ്ഞു നിർത്തി. പിന്നെ ചിന്തിക്കാൻ വേണ്ടി, ആലോചിക്കാൻ വേണ്ടി ഒരു കാര്യം പറയാണ്. നമുക്ക് മുമ്പ് നമ്മുടെയൊക്കെ നാട്ടിൽ, നമ്മളൊക്കെ താമസിക്കുന്ന പ്രദേശങ്ങളിൽ ഒരുപാട് തലമുറകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്.
ചിലതൊക്കെ സ്വാഭാവികമായി മരിച്ചു പോവുകയാണ് ഉണ്ടായതെങ്കിൽ ചിലതൊക്കെ നശിപ്പിക്കപ്പെടുകയാണ് ഉണ്ടായത്. അതില്ലാത്തൊരു പ്രദേശവും ഉണ്ടാവില്ല. പലരും കഥ പറയാറുണ്ട്, ക്ഷയിച്ചുപോയ തറവാടുകളുടെയും കുടുംബങ്ങളുടെയും ഒക്കെ എല്ലാം അള്ളാഹുവിന്റെ ശിക്ഷയാണ് എന്ന് വിധി പറയല്ല. പക്ഷെ നാട് ഭരിച്ചിരുന്ന രാജകുടുംബങ്ങൾ, നാട്ടിൽ കൊല്ലും കൊലക്കും അധികാരമുണ്ട് എന്ന് മട്ടിൽ വിളിക്കപ്പെട്ടിരുന്ന, അംഗീകരിക്കപ്പെട്ടിരുന്ന വലിയ കുബേര കുടുംബങ്ങളും സ്വാധീനമുള്ള കുടുംബങ്ങളും തറവാടുകളുമൊക്കെ തളർന്ന് ക്ഷയിച്ച് അവസാനം അതിലെ പിൻതലമുറക്കാര് നാട്ടിൽ മറ്റുള്ളവരുടെ മുന്നിൽ ജീവിതവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുന്ന, നിത്യവൃത്തിക്ക് വേണ്ടി കാവലിരിക്കുന്ന, യാചിക്കുന്ന ചിത്രങ്ങളില്ലാത്ത ഒരു നാടുമില്ല. പറയാറുണ്ട്, പണ്ട് ഭയങ്കര ഒക്കെ കഴിഞ്ഞുകൂടിയ ആൾക്കാരാണ്, ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ കണ്ടില്ലേ എന്നിങ്ങനെ ആളുകൾ ചൂണ്ടിക്കാണിച്ചു തരുന്ന ആളുകൾ മിക്ക സ്ഥലത്തുണ്ടാവും. ആ വേദനിക്കുന്ന ആളുകളെ കുറ്റപ്പെടുത്തിയിട്ട് അതൊരു ആയത്ത് പഠിക്കാനുള്ള വഴിയാക്കി എടുക്കല്ല ഞാൻ. പക്ഷെ അതിൽ പലതും ഒരു ശിക്ഷയായി ഗണിക്കപ്പെടേണ്ടവ ഉണ്ടാവും. അതിൽ എല്ലാം ശിക്ഷയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഉണ്ടാവും. ഇതെന്തിനു വേണ്ടി അള്ളാഹു ബാക്കി വെക്കുന്നു എന്ന് ചോദിച്ചാൽ, നേരത്തെ മുന്നിൽ തന്നെ കാണുന്ന അല്ലെങ്കിൽ നമ്മളെക്കാളും തൊട്ട് മുമ്പ് ജീവിച്ചവർ പറഞ്ഞു തരുന്ന ആ സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കാനും പഠിപ്പിക്കാനും കാരണമാവണം എന്നതിനാണ്. അതാണ് ഖുർആൻ ഈ കാര്യം സൂചിപ്പിച്ചത്. മുമ്പ് എത്ര തലമുറകൾ നശിപ്പിക്കാൻ അള്ളാന്റെ ശിക്ഷ വന്ന് ഒതുങ്ങിപ്പോയി, അവരാരും പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടില്ല എന്ന കാര്യം നിങ്ങൾ എന്താണ് ആലോചിക്കാത്തത്? എന്തിനാണ് ആ വാക്ക്? ആളുകളോട് നമ്മൾ ശിക്ഷയെപ്പറ്റി നമ്മളോട് തന്നെ സംസാരിച്ചു നോക്കൂ. അപ്പൊ എന്താ ഉണ്ടാകുന്ന പ്രതികരണം എന്നറിയോ? എന്നങ്ങനെ കുറെ കാലമല്ല അള്ളാഹുവിന്റെ ശിക്ഷ എന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട്, എന്താ അത് വരാത്തത്, എന്താ അത് സംഭവിക്കാത്തത് എന്നിങ്ങനെ ഒരുതരം ധൃതി കൂട്ടുന്നൊരു ചോദ്യമുണ്ടാവും. അതിനാണ് ഖുർആൻ മറുപടി പറയുന്നത്. നിങ്ങളെങ്ങനെ ധൃതി കൂട്ടി അള്ളാഹിന്റെ ശിക്ഷയെപ്പറ്റി ചോദിച്ച് വിളിച്ചു വരുത്തിയിട്ട് പിന്നെ നിങ്ങൾക്കൊരു ചാൻസ് കിട്ടില്ല. അത് അവസാനത്തേതാണ്. നിങ്ങൾ കണ്ടിട്ടില്ല എത്ര എണ്ണം നശിപ്പിക്കപ്പെട്ടു, അവരാരും പിന്നെ തിരിച്ചു വന്നിട്ടില്ലല്ലോ. പിന്നെ നിങ്ങൾ എന്ത് ബുദ്ധിമോശമാണ് ഈ പറയുന്നത്, ശിക്ഷ വേഗത്തിൽ വരട്ടെ എന്ന് അങ്ങനെ പറയല്ലേ. അപ്പൊ പിന്നെ ആൾക്കാർക്ക് സമാധാനം ഉണ്ടാവും. ശിക്ഷിക്കപ്പെട്ടാൽ അത് അവസാനമാണെങ്കിൽ അത് അവസാനമല്ല. മുഹ്ദറൂൻ, അള്ളാഹുവിന്റെ പക്കൽ ഹാജരാക്കപ്പെടുന്ന ദിവസം വരാനുണ്ട്, അത് മറക്കുകയും ചെയ്യേണ്ടതില്ല. ആ ആയത്തുകളൊക്കെ പഠിച്ചു പോകുമ്പോൾ നമ്മളെ പാഠം എന്താന്ന് പറഞ്ഞാല്, നമ്മളോട് പാലിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന ചില കടമകളുണ്ടല്ലോ, അതിപ്പോ അള്ളാന്റെ ഭാഗത്തുള്ള കാര്യങ്ങളായിരുന്നാലും ശരി, സക്കാത്ത് പോലെ ഹജ്ജ് പോലെയുള്ള കാര്യങ്ങളായാലും ശരി, ആളുകളോട് പാലിക്കാൻ വേണ്ടി പറഞ്ഞ കടപ്പാടുകളുണ്ട്. ഉമ്മാനോടും ഉപ്പാനോടും ഭാര്യയോടും മക്കളോടും ഒക്കെ ചെയ്യാൻ വേണ്ടി പറഞ്ഞവ. അതൊന്നും ഇപ്പൊ നമ്മളോട് നേർക്കുനേരെ ഒരാൾ ചോദ്യം ചെയ്യാൻ ഉണ്ടായില്ല എന്ന് വരും. ഈ ഭൂമിയിൽ ഉണ്ടായിന്ന് വരാം, ചിലരെ സംബന്ധിച്ചെങ്കിലും ആരും അയാളോട് പറയാണ്ടി വന്നിട്ടുണ്ടാവില്ല. പലതുകൊണ്ടും നീ എന്താണ് തന്റെ ഉപ്പാനോട് ഇങ്ങനെ, തന്റെ ഉമ്മാനോട് ഇങ്ങനെ, തന്റെ ഭാര്യയോട് ഇങ്ങനെ എന്ന് ചിലപ്പോൾ ആരും പറഞ്ഞു കാണില്ല. അപ്പൊ നമ്മളതൊരു തണലായിട്ട് അങ്ങനെ പോയാല് നമ്മൾ ആലോചിക്കുക, നിങ്ങളങ്ങനെ ചെയ്യുന്ന അർത്ഥത്തിനല്ല, ഇത്തരം ആളുകൾ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ടല്ലോ, അതിനൊക്കെ ഒരു പരിധിയുണ്ട് എന്ന് മനസ്സിലാക്കുക. ഏതവസരത്തിലാണ് റബ്ബ് ഈ കാര്യത്തിൽ ഒരു പ്രതികാര തീരുമാനമെടുക്കുന്നത് എന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. അങ്ങനെ റബ്ബിന്റെ ഒരു തീരുമാനം വന്നു കഴിഞ്ഞാൽ, ഒരു ശിക്ഷിക്കാനുള്ള തീരുമാനം വന്നു കഴിഞ്ഞാൽ ആർക്കും സംശയമില്ലല്ലോ, ലോകത്ത് അയാളുടെ സമ്പത്തോ അയാളുടെ സ്വാധീന ശക്തിയോ അയാളുടെ ആരോഗ്യമോ അയാളുടെ മറ്റൊന്നും അയാൾക്ക് ഉപകരിക്കൂലെന്ന് ഉറപ്പാണല്ലോ. ഈ രംഗങ്ങൾ നമ്മൾ കാണാറുണ്ട്. പഴയ ആദ്യ ഭാര്യയെ കഷ്ടപ്പെടുത്തിയിട്ട് ഒരു ന്യായമില്ലാതെ അവിടെ തലാഖ് ചൊല്ലി പിരിച്ചയച്ചിട്ട് ആ മക്കളെയും മറ്റും ദ്രോഹിച്ച് കഷ്ടപ്പെടുത്തിയ ആളുകൾ, ഉമ്മാനെയും ഉപ്പാനെയൊക്കെ വേദനിപ്പിച്ച് അവരെ കണ്ണീര് കുടിപ്പിച്ച ആളുകൾ, ഇങ്ങനെയൊക്കെ കുറെ ആളുകളുണ്ട്. മറ്റുള്ളവരെ ദ്രോഹിച്ചും ചൂഷണം ചെയ്തും ചതിച്ചുമൊക്കെ സമ്പത്ത് വാരിക്കൂട്ടിയ ആളുകൾ, അവരൊക്കെ സുഖിച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഈ ചതിയുടെയും ദ്രോഹത്തിന്റെയും ശിക്ഷ ഒരർത്ഥത്തിലല്ലെങ്കിൽ ഒരു രൂപത്തിലല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ ഇവിടെ വെച്ച് അനുഭവിക്കുന്ന രംഗങ്ങൾ ഉണ്ടാവാറുണ്ട്. അവർ ഭക്തരാണെങ്കിൽ, പശ്ചാത്താപമുള്ളവരാണെങ്കിൽ അവർ മറ്റുള്ളവരോട് ഏറ്റു പറയും, എന്നെപ്പറ്റി കരയണ്ട, ഞാൻ ഇത് അനുഭവിക്കേണ്ടവനാ, കാരണം എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ദുഷ്ടതകൾ നിങ്ങൾക്കറിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അനുഭവിച്ചോളാം എന്ന് പറയും അയാൾ ഭക്തനാണെങ്കിൽ. അപ്പോഴാണ് നമ്മളത് അറിയുന്നത്, ഇയാൾക്ക് ഇങ്ങനെ ഒരു പൂർവ്വകാലം ഉണ്ടായിരുന്നോ പടച്ചവനെ. അപ്പൊ ആ ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാവുമ്പോ ഭാര്യയോടൊക്കെ എന്തൊക്കെയോ പറയാൻ തോന്നും. നമുക്ക് ചിലപ്പോൾ ദേഷ്യം പിടിച്ചിട്ട് മക്കളോടൊക്കെ അന്യായം ചെയ്യാൻ തോന്നും. ഉമ്മാനോടോ ഉപ്പാനോടൊക്കെ ഒരുതരം പ്രതികാര മനസ്ഥിതി തലയിൽ വളരും, അല്ലെങ്കിൽ ശൈത്താൻ വളർത്തും. അവിടെയൊക്കെ ഒരു നിയന്ത്രണത്തിലേക്ക് എത്തുക. എല്ലാം പറയുകയും ചെയ്യുകയും ചെയ്തു കഴിഞ്ഞിട്ട് കാല് പിടിച്ച് മാപ്പ് പറയാനല്ലല്ലോ, അത് ചെയ്യാതിരിക്കാനുള്ളൊരു തന്റെ ഇടത്തിന് സാധിക്കുക. അത് സാധിക്കുമ്പോൾ നമ്മൾ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താന്ന് പറഞ്ഞാൽ, സഹാബി ഒരടിമയെ തല്ലിക്കൊണ്ടിരിക്കുമ്പോൾ
ആ ചാട്ടവാർ പിന്നീട് ഒരിക്കൽ പൊന്തിച്ചുള്ളൂ. ആ പൊന്തിച്ചപ്പോ ആ ചാട്ടവാറോട് തല്ലാൻ പറ്റിയില്ല. അത് ഒരാൾ പിടിച്ച മാതിരി തോന്നി തിരിഞ്ഞു നോക്കിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. കൂടുതലൊന്നും നബി പറഞ്ഞില്ല, തല്ലിക്കോ, പക്ഷെ ഇതൊക്കെ ചോദിക്കാൻ വേറെത്തണ്ടെന്നുള്ള കാര്യം നീ മറക്കണ്ട എന്നൊരു വാക്ക്. ഒരു പക്ഷെ അടിമയല്ലേ, അയാളുടെ പക്കൽ തെറ്റൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം, പക്ഷെ എന്നാലും മനുഷ്യനല്ലേ. അടിമയായി എന്ന് തന്നെ ആ മനുഷ്യന്റെ ജീവിതത്തിലെ ഒരു കഷ്ടകാലാണ്. അതിനു പുറമെ അയാളിൽ വരുന്ന ഒരു അനുസരണക്കേടോ ഒരു പ്രവർത്തന രാഹിത്യമോ ഒരു വൻ ശിക്ഷയ്ക്ക് കാരണമാക്കല്ലേ, തെരഞ്ഞെടുക്കല്ലേ. ആ തല്ലുന്ന യജമാനന്റെ അരികത്ത് വന്നിട്ട് ആ ചാട്ടവാറ് കൈയോട് പിടിക്കാൻ നബി പിന്നിന്ന് ചാട്ടവാറിന് പിടിച്ചിട്ട് തിരിഞ്ഞു നോക്കിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഒരു വാക്ക് പറഞ്ഞു, ഇതൊക്കെ ചോദിക്കാൻ ഒരാളുണ്ടെന്ന കാര്യം മറക്കണ്ട എന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി. അപ്പൊ ആ ഒരു ചിന്ത ഉണ്ടാക്കാനാണ് അള്ളാഹു ആ ശിക്ഷയെ പറ്റിയുള്ള കൂടെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് എന്ന് ഓർമ്മിക്കാം. ഇനി ഈ പറഞ്ഞു വെച്ച ആശയങ്ങളും ഇനി ഖുർആന് പഠിപ്പിക്കാനുള്ള പ്രധാന തത്വങ്ങളും മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഈ ദുനിയാവിലുള്ള ചില പ്രപഞ്ചകത്തിലുള്ള ചില തെളിവുകൾ സംസാരിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്തൊക്കെയാണ്? വആയത്തുൽ ലഹുമുൽ അർളു അൽ അർളുൽ മൈതതു അഹ്യൈനാഹ വഅഖ്റജ്നാ മിൻഹാ ഹബ്ബൻ ഫമിന്നു യഅകുലൂൻ വജഅൽനാ ഫീഹാ ജന്നാത്തിൻ മിൻ നഖീലിൻ വഅനാബിൻ വഫജ്ജർനാ ഫീഹാ മിനൽ ഉയൂൻ. വആയത്തുൻ ഒരു ദൃഷ്ടാന്തം, ഒരു തെളിവ്, ആയത്ത്, ലഹും അവർക്ക്. ഈ ഖുർആന്റെ ആയത്തുകളെ നിഷേധിച്ചു കഴിയുന്ന മനുഷ്യന്മാർക്ക് മുന്നിൽ ഒരു തെളിവ് പറയാണ് അള്ളാഹു. ആയത്ത്, ദൃഷ്ടാന്തം, തെളിവ്. എന്താണ് തെളിവ്? അൽ അർളുൽ മൈതത്തു, നിർജീവമായ ഈ ഭൂമി. മൈതത്ത്, ജീവനില്ലാത്ത നിർജീവമായ ഭൂമി. അഹിയൈനാഹ, നാം അതിനെ ജീവിപ്പിക്കുന്നു. വാഹ്റജന, നാം ഉൽപ്പാദിപ്പിക്കുന്നു. മിൻഹ, അതിൽ നിന്ന് ഹബ്ബൻ, ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഫമിൻഹു, അതിൽ നിന്ന്, അത് കാരണമായി തേക്കുലൂൻ, നിങ്ങൾക്ക് ആഹാരം ലഭിക്കുന്നു, നിങ്ങൾ തിന്നുന്നു. വജഅൽനാ ഫിഹ, നാം ഈ ഇതിലുണ്ടാക്കിയിട്ടുണ്ട് ജന്നാത്തിൻ, തോട്ടങ്ങൾ, മിൻ നഖീലിൻ, ഈത്തപ്പനയുടെ, വഅനാബിൻ, മുന്തിരിയുടെയും തോട്ടങ്ങൾ, വഫജ്ജർന, നാം ഒഴുക്കുകയും ചെയ്തു, ഫിഹ, ആ ഭൂമിയിൽ, മിനൽ ഉയൂൻ, ഉറവുകൾ അല്ലെങ്കിൽ അരുവികൾ ഒഴുക്കുകയും ചെയ്തു. എന്തിന്? ലിയഅകുലൂ മിൻ സമരിഹി, അതിന്റെ കായകൾ നിങ്ങൾ അവർ തിന്നാൻ വേണ്ടി. വമാ അമിലത്തുഹു ഐദീഹിം, അവരുടെ കൈകൾ അധ്വാനിച്ചുണ്ടാക്കിയതിൽ നിന്നും. അഫലാ യഷ്കുറൂൻ, അവരെന്താണ് നന്ദി കാണിക്കാത്തത്? ഖുർആനിൽ സാധാരണ നമ്മൾ അമ്പിയാക്കന്മാര് അലൈഹിസ്സലാത്തു വസ്സലാം പഠിക്കുമ്പോൾ അവർക്ക് മുഅ്ജിസത്തുകൾ നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. മുഅ്ജിസത്ത് എന്നാൽ മലയാളം അമാനുഷികമായ സംഭവങ്ങൾ, സംഗതികൾ എന്നാണ്. പക്ഷെ ഖുർആനിൽ മുഅ്ജിസത്ത് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടേയില്ല. ഖുർആനിൽ ഒരു നബിയെ പറ്റി പറയുമ്പോഴും അദ്ദേഹത്തിന് ഇന്ന മുഅ്ജിസത്ത് നൽകിയെന്ന് ഉപയോഗിച്ചില്ല. ഖുർആൻ ആ സ്ഥാനത്ത് ഉപയോഗിച്ച വാക്ക് ആയത്ത് എന്നാണ്. ഓരോ നബിമാർക്കും നൽകിയ നമ്മൾ മുഅ്ജിസത്ത് എന്ന് പഠിച്ച വാക്കിന് ആയത്ത് എന്നാണ്. അതുകൊണ്ട് മുഅ്ജിസത്ത് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് തെറ്റാണെന്നല്ല പറയുന്നത്, ഉപയോഗിക്കാം. പക്ഷെ ഖുർആൻ ആ സ്ഥാനത്ത് ഉപയോഗിച്ച വാക്ക് ആയത്ത് എന്നാണ്. ആയത്ത് എന്നുള്ള വാക്കിന്റെ അർത്ഥം തെളിവ്, ദൃഷ്ടാന്തം എന്നൊക്കെയാണ്. തെളിവ്, ആയത്ത്. ഖുർആന്റെ വചനങ്ങൾക്കും ഖുർആൻ ഉപയോഗിക്കുന്ന വാക്ക് എന്താണ്? ആയത്ത് തന്നെയാണ്. ആയത്ത്, ആയാത്ത്, തെളിവ്, ദൃഷ്ടാന്തം എന്നാണ്. അപ്പോ ഒരു തത്വം കുറെ നേരം ആളുകളെ മുന്നിൽ ഇങ്ങനെ തത്വം പ്രസംഗിച്ചാൽ, പറഞ്ഞു കൊടുത്താൽ, ആശയങ്ങൾ പറഞ്ഞു കൊടുത്താൽ, അതൊന്നുകിൽ കഥ പറയുന്നിടത്തേക്ക്, ചരിത്രം പറയുന്നിടത്തേക്ക്, ഉപമ പറയുന്നിടത്തേക്ക് എവിടേക്കെങ്കിലും ഒന്ന് മാറ്റിക്കൊടുക്കണം. ഇല്ലെങ്കിൽ മുഷിപ്പാണ്. ഖുർആൻ തീരെ മുഷിയാത്ത, മടുപ്പ് വരാത്തൊരു സ്വഭാവ രീതിയിലാണ് ഖുർആന്റെ സംസാര രീതി. കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോ ഇനി ഈ പറഞ്ഞ കാര്യങ്ങൾ ഉറപ്പിക്കാൻ ഒരു തെളിവ് നൽകാം, ഒരു രേഖ നൽകാം. എന്താണ് രേഖ? ഈ ഭൂമി തന്നെ ഒരു വൻ തെളിവാണ്. അപ്പൊ സ്വാഭാവികമായി നമ്മൾ മനസ്സിലാക്കുക എന്താണ്? നമ്മുടെയൊക്കെ ഒരു മനസ്സിലൊരു ആഗ്രഹം എന്താണെന്നറിയോ? അത്ഭുതങ്ങൾ കാണാനുള്ള ഒരു കൊതിയുണ്ടല്ലോ. അതുപോലെ അത്ഭുതങ്ങളെപ്പറ്റി കേൾക്കാനും കൊതിയാണല്ലോ. അത് അങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു താല്പര്യമാണ്. പിന്നെ അത് എത്രത്തോളം ശരിയുണ്ട്, തെറ്റുണ്ട്, അങ്ങനത്തെ ഒരു അന്വേഷണമൊന്നുമില്ല. അത്രയൊക്കെ മതി. അത് എന്നാലും കേൾക്കാൻ രസമുണ്ട്, പറഞ്ഞോളൂ, ഭയങ്കര പോയിട്ടോ എന്ന മട്ടിലൊരു ആഗ്രഹമുണ്ട് നമ്മുടെ മനസ്സിൽ. പക്ഷെ നമ്മുടെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും ജീവിച്ചിരിക്കുന്നില്ല. നമുക്കൊരാളെ സത്യസന്ധത തെളിയിക്കൊന്നും വേണ്ട. എന്നാലും നമ്മുടെ ഒരു താല്പര്യം അതാണ് അത്ഭുതകരമായ സംഭവങ്ങൾ ഇങ്ങനെ കേട്ടാൽ ഒരു സ്വാഭാവികമായത്. ഇത് മക്കക്കാരിലും കുറവൊന്നുമല്ല. അവർക്ക് ഖുർആൻ പറഞ്ഞു കൊടുക്കുന്നു മുൻപ് വന്ന നബിമാരെ പറ്റി. ആ നബിമാർ ആ നാട്ടിൽ ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ചു കൊടുത്തതിനെ പറ്റി ഖുർആൻ പറയുന്നു. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെങ്കിൽ ആ ജാതി അത്ഭുതങ്ങളൊന്നും സ്വമേധയാ കാണിക്കാൻ തയ്യാറില്ല. ജനങ്ങളെ വിളിച്ചു വരുത്തിയിട്ട്
ഒടുവിൽ ആ ജനങ്ങൾ നബിയോട് ഇങ്ങോട്ട് വന്ന് ആവശ്യപ്പെട്ടു, നിനക്ക് നല്ലൊരു തോട്ടമുണ്ടാവട്ടെ ഈ മരുഭൂമിയിൽ, അതിലൂടെ നദികൾ അരുവികൾ ഒഴുകി നടക്കട്ടെ, അല്ലെങ്കിൽ നിനക്ക് സ്വർണം കൊണ്ടുള്ള വീടുണ്ടാവട്ടെ, ബംഗ്ലാവ് ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ നീ ആകാശത്തേക്ക് കയറിപ്പോ, എന്നിട്ട് അള്ളാഹുവിന്റെ പക്കൽ ഒരു കിതാബുമായി വാ, നേർക്ക് നേരെ വാ, ഞങ്ങൾ കണ്ടു നിൽക്കേ. ആ കിതാബ് അള്ളാന്റെ പക്കൽ നിന്ന് കിട്ടിയതാണെന്ന് തെളിവായിട്ട് മലക്കുകൾ നിന്റെ കൂടെ അകമ്പടി ഉണ്ടാവട്ടെ. അങ്ങനെ കുറെ കാര്യങ്ങൾ, രസമാണല്ലോ കണ്ടു നിൽക്കാൻ. ജനങ്ങളെല്ലാവരും കൂടി വിളിച്ചു വരുത്തിയിട്ട് നടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തേക്ക് ഇങ്ങനെ കയറി പോവുക, മേലെ നിന്ന് താഴോട്ട് വരുമ്പോൾ ഒരു പുസ്തകമായിട്ട് വരിക, അകമ്പടിയായിട്ട് കുറെ മലക്കുകൾ ഉണ്ടാവുക, അല്ലെങ്കിൽ സ്വർണം കൊണ്ടുള്ള വലിയ ബംഗ്ലാവ്, നിറഞ്ഞ ബംഗ്ലാവ്, അല്ലെങ്കിൽ ഭയങ്കര തോട്ടം ഒക്കെ, അങ്ങനെ കുറെ കാര്യങ്ങൾ ആവശ്യപ്പെട്ടു. ആ ആവശ്യങ്ങൾക്ക് ഒരൊറ്റ മറുപടിയേ പറഞ്ഞുള്ളൂ, ഖുൽ സുബ്ഹാന റബ്ബി ഹൽ കുന്തു ഇല്ലാ ബശറർ റസൂല. എന്ത് പുതുമയാണ് നിങ്ങൾ ഈ പറഞ്ഞത്? സുബ്ഹാന റബ്ബി, അത്ഭുതം. ഹൽ കുന്തു ഇല്ലാ ബശറർ റസൂല, ഞാനൊരു മനുഷ്യനായ ദൂതം മാത്രമല്ലേ, എന്നോട് ഇതെല്ലാം കൂടി പറഞ്ഞാൽ ഞാൻ എങ്ങനെ ചെയ്തു കൊടുക്കാനാ? ആട്ടെ, പിന്നീട് നോക്കാം, ചിന്തിക്കാം വഴിയേ എന്നൊക്കെ കൂടി പറയാൻ മെനക്കെട്ടില്ല. നിങ്ങൾ അവിടെ ഒരു കാര്യം കൂടി ആലോചിച്ച് നോക്കൂ. ഇത് മക്കയിലെ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുമ്പോൾ ഒരു കൂട്ടം ആളുകൾ ധിക്കാരം കൊണ്ടായിരിക്കാം, പക്ഷെ ഒരു കൂട്ടം പാവങ്ങൾ ഉണ്ടാവല്ലോ. പണം കൊണ്ടുള്ള പാവമല്ല പറഞ്ഞത്, ബുദ്ധിപരമായ പാവങ്ങൾ. ശരിയാട്ടോ, മക്കക്കാരൻ നബിയോടൊരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. നബി അതിനെ കാണിച്ചു കൊടുത്താലും നല്ലത് തന്നെയാണല്ലോ, അല്ലേ? നല്ലത് തന്നെയല്ലേ? നബി അവർക്ക് എന്താ എന്തെങ്കിലും ഒന്നെങ്കിലും കാണിച്ചു കൊടുത്തൂടെ? നമ്മളുണ്ട് നോക്കുക, നമ്മളാ കാലത്തുണ്ട് നോക്കുക, നമ്മളെ മനസ്സെന്താ പറയാ, 10 കാര്യം അവർ ആവശ്യപ്പെട്ടിട്ട് ഒരു കാര്യമെങ്കിലും ചെയ്തു കൊടുക്കുക, പിന്നെ ചെയ്യാമെന്നൊരു വാക്കെങ്കിലും പറഞ്ഞൂടെ? ഒന്നുമില്ലാതെ ഒറ്റയടിക്ക് ഒരു സുബ്ഹാന റബ്ബി ഹൽ കുന്തു ഇല്ലാ ബശറ റസൂല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക വേണ്ടത് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാവും, അല്ലെ? അവരെ മനസ്സിലൊക്കെ തന്നെ ചിലപ്പോ എന്തിപ്പോ ഇങ്ങനെ പറയാന്നൊക്കെ തോന്നിയെന്ന് വരാം. പക്ഷെ അവിടേക്കൊന്നും പോകുന്നില്ല, ശ്രദ്ധിക്കുന്നേ ഇല്ല ഖുർആൻ. അള്ളാന്റെ തീരുമാനം ഉറച്ച തീരുമാനമാണ്. ആ ജാതി അത്ഭുതങ്ങൾ നിങ്ങളെ മുന്നിൽ കാണിച്ചു തന്നിട്ട് ഈ പ്രവാചകന്റെ പാഠങ്ങൾ നിങ്ങൾ പിൻപറ്റണമെന്നില്ല. നിങ്ങൾക്ക് അത്ഭുതകരമായി നൽകാനുള്ള ഒന്ന്, അത് നബി പറഞ്ഞു, എന്റെ ഈ കിതാബ്, ഞാൻ ചൊല്ലിത്തരുന്ന കിതാബാണ്, അള്ളാന്റെ ഈ കിതാബ് ഖുർആനാണ് എന്റെ ഏറ്റവും വലിയ രേഖ, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചിന്തിച്ചോളൂ. മറ്റൊന്ന്, കണ്ണു തുറന്ന് നോക്കിയാൽ കാണുന്നതൊക്കെ ആയത്തുകളാണ്, നിങ്ങൾ അല്പനേരം ഇരുന്ന് ചിന്തിച്ചാൽ മാത്രം മതി. ഇതാണ് പറയാനുള്ള മറുപടി. നമുക്കും പഠിക്കാനുള്ള പാഠം, മുമ്പുകാല നബിമാരോ അല്ലെങ്കിൽ സിദ്ധന്മാരായ ലോകത്തറിയപ്പെടുന്നവരോ ഉള്ളതും ഇല്ലാത്തതുമായി അവരെക്കുറിച്ച് പ്രചരിച്ചിരിക്കുന്ന കഥകളോ പലരും ഉണ്ട്. സദസ്സിലൊന്നായിട്ട് ഇങ്ങനെ വരിക, ആളുകളൊന്നായിട്ട് ഇങ്ങനെ വന്നുകൂടുക, അപ്പോൾ തടവിയിട്ട് ആളുകളുടെ രോഗം ഭേദപ്പെടുത്തി കൊടുക്കുക, അങ്ങനെ പല പരിപാടികളും നാട്ടിൽ നടക്കുന്നുണ്ട് പല മതങ്ങളുടെയും പേരിൽ. നമ്മുടെ ഏതെങ്കിലും ഒരു മതപണ്ഡിതനോ ഒരു മതപ്രബോധകനോ ഇത് ചെയ്തു കൊടുക്കാൻ പറ്റും? നാട്ടിൽ പോയിട്ട് ഇതാ എല്ലാ മതസ്ഥരും വരൂ ഒരു സ്ഥലത്തേക്ക്,